ചൊന്നെങ്കിൽ പർവ്വതം മാറിത്തും ചൊന്നെങ്കിൽ നമ്പ ഒരു മനുഷ്യൻ അവൻ ഇന്നലെ പോലെ ഇല്ല ഉള്ള അതിന്റെ ചേഞ്ച് ആയിടവളാണ് ചെന്ന് അത്ര വേഗം നമ്പിയല്ലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത പറക്കല്ല 1400 വർഷത്തിന് മുന്നിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന പറക്ക അവ ബദലാവണേ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ എപ്പോഴും ഇന്ന പോലെ മേടിക്കില്ല, അങ്ങനല്ല. നാം ഇന്നലെ അങ്ങനെ ഇന്നും അങ്ങനെ നാളെ അങ്ങനെ മരിക്കലോടത്തോടെ ഇങ്ങനെ അങ്ങനെ ഉണ്ടായെങ്കിൽ അവിടെ ഏത് ക്ലാസ് വെച്ചിട്ടും സമാക്കുക സാധ്യമേ അല്ല. മനുഷ്യൻ ചൊന്നെങ്കിൽ മനുഷ്യർ വലിയ മഹത്വമുണ്ട്, പവറുണ്ട്. അവനോ നാക്കാറിയ പോലെ ആവുതീറ ബദലാവണ ഇഷ്ടപ്പെടാത്തതുണ്ട്. മനുഷ്യൻ അങ്ങനെ ആവുതീറ. ഓ അങ്ങനെ ഞാനിങ്ങനെ ചേഞ്ച് ആവണം, അത് നല്ലതിക്കല്ലേ ചൊന്നുകൊണ്ടുള്ള ആയിട്ട് ഞാൻ ചേഞ്ച് ആവൂല. എത്ര നല്ല വിഷയമാണ്. ചില ജീവികളുണ്ട് അത് ചേറിലേക്കിടൽ. അപ്പൊ അത് ചേറിലേക്കിടല്ലേ ചൊന്നിട്ട് നിങ്ങൾക്ക് ബേജാറായി. നിങ്ങൾ അവ കെട്ടുമ്പോ അതിക്ക് നല്ലൊരു അരമന കെട്ടി കൊടുത്താറുണ്ടായെങ്കിലും നാളെ പിന്നെ അരമനയുടെ ഉണ്ട് അത് കണ്ടില്ല, ചേറിലേക്കുള്ളൂ. എന്തേ നക്കിരയാവുണ്ടാവും, നക്കി ചേരയാവും. ഈ ചേറ് നന്റെ ഭാഷയിലുള്ള അരമനയാണ്. ഞാൻ ഉടമേ നിൽക്കടേ ഇത് ചൊല്ലെങ്കിൽ സുമാറുണ്ട്. ഞാൻ എന്തെങ്കിലും ചൊന്നെങ്കിൽ ബദലാവണ നിർബന്ധമാണ്. അത് മനുഷ്യക്ക് അവന്റെ ആഖിറത്തെ വിജയത്വവും ദുനിയാവുടെ ഇംപ്രൂവ്മെന്റും വളരെ അത്യാവശ്യമായ പ്രക്രിയ. ചേഞ്ചിങ് നിർബന്ധമാണ്. ഇപ്പൊ ആരാണ് നല്ല ചേഞ്ച് ആക്കണോ? ഇപ്പൊ ഞാൻ ഇത്ര ചൊന്നല്ലേ, ആര് ചേഞ്ച് ആക്കണോ? നാണോ അല്ലെങ്കിൽ നിങ്ങമോ അല്ലെങ്കിൽ മാപ്പിളയുടെ ചേഞ്ച് ആക്കണോ? പെഞ്ഞായുടെ ചേഞ്ച് ആക്കണോ? മാപ്പിളാണോ? ആർക്കും സാധ്യമില്ല. ചേഞ്ച് ആരാക്കോന്ന് ചൊന്ന് അവനെ ചേഞ്ച് ആക്കും. വേറെ ആർക്കും ചേഞ്ച് ആക്കാൻ സാധ്യമില്ല. ഞാനിപ്പോൾ 2 ഗಂಟೆ ഉറുത്തി നെൽവേലിക്കാം ചൊന്നതുകൊണ്ടും ഉറുത്തി ചൊന്നതുകൊണ്ട് ഞാൻ സമോടെ അല്ല നിങ്ങൾ സമോട. ഞാൻ തീരുമാനമാക്കണം ചേഞ്ച് ആവട്ടെ. ഞാൻ എന്തേ എന്നെ കൊണ്ടാവില്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, മസ്ജിദ് ഹുസൈനിൽ ഞാൻ അയാളൊട്ടി ചൊന്നത്. ഇനിമേൽ സിഗരറ്റ് വലിക്കോത്തിയാണ് അയാൾ നിപ്പാട്ടി തിന്നൊട്ടി ചൊന്നു. ഇതിക്ക് ബദലാവണം ചൊല്ലു. ചേഞ്ചിങ് ആവും മനുഷ്യന്മാർ ആവിടാറ്, ചേഞ്ച് ആവിടാറ്. എന്തുകൊണ്ടു മുയാളൊരാൾ കിട്ടി അയാളൊട്ടി ഞാൻ ചൊന്നേ. ദഅവത്തും ചൊല്ലിങ്ങനെ കൊട്ടിഘോഷനാക്കൊണ്ടില്ല, മൈക്കത്തിലെ ചൊല്ലണോണ്ടില്ലല്ലോ, രഹസ്യമായി പിടിച്ചിട്ട് ചൊല്ല. അങ്ങനെ ചേഞ്ച് അവിടെ എത്ര മാറുമാറുള്ള ബദലാവണ നിർബന്ധമാണ്. ഞാൻ ഇതെന്തി ചൊന്നേ, അയാൾ വെള്ളിയാഴ്ച ജാവുക്ക് മഗ്‌രിബ് നിസ്കരിക്കാൻ പോയപ്പോ ആ ഉസ്താദ് ചൊന്നത്, നിങ്ങൾ ഉപ്പള്ളിയിൽ ഒരാൾ വന്നത്, അയാൾ നന്റെ റൂമ് നേരെ വന്നിട്ട് ചൊന്തു ഖുനൂത്തുൽ ഫഇന്നക തഖദി വലാ യുഖദാ അലൈക. അതുകൊണ്ടല്ലേ അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت وبارك لي فيما اعطيت وقني شر ما قضيت. അത് ദുആ. അത് ഇമാം ദുആറക്കുമ്പോൾ ഞാൻ ആമീൻ ചൊല്ലും ബാക്കിൽ നിന്ന്. പിന്നെ ചൊല്ലുന്നത് സനാഉൻ ചൊല്ല്, അല്ലാഹുവിന്റെ പൂതൽ ഫഇന്നക തഖദി വലാ യുഖദാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ ആദൈത തബാറക റബ്ബനാ വതആലൈത ഫലകൽ ഹംദു അലാ മാ ഖദൈത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക. സനാ ചൊല്ലി അള്ളാഹുടെ പോതല് പോതുമ്പോ പിന്നെ ആമീൻ ചൊല്ലുകയില്ല, ബാക്കിൽ ഇന്നകം മെല്ലെ ചൊല്ലണം. അത് അപ്പൊ അവിടെ ജോസ് ഒന്നോണ്ടിന്നാറും. അപ്പൊ ഇയാൾ നേരെ പോയിട്ട് ഉസ്താദ് സമാധാനത്തിലെ ചൊന്നു, ഉസ്താദ് മെല്ലെ ചൊല്ലണല്ലേ. ഞങ്ങൾ ഉസ്താദ് ചൊന്നറ അവിടെ വിഷയത ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങൾക്ക് ചൊന്നത് നിങ്ങൾ മെല്ലെ ചൊല്ലണം. അത് ആരും കൊത്തില്ല, അയാൾക്കും കൊത്തില്ല, ആരും ആവട്ടെ. ഞാൻ ചൊന്നത് ചേഞ്ചസ് ആവടും, ബദലാവണ ആവടും. അപ്പൊ സൂര്യ ഉസ്താദ് ചൊന്നത് കുറച്ചാൾ വന്നൊരാറ് 4 ആൾ വന്നെങ്കും ഏതെങ്കിലും മുറത്തത് എന്തെങ്കിലും ഒരു ബദലാവണ ഇട്ടുണ്ടായെങ്കിൽ ഒരു ബേജാറാവണമെന്നില്ല. അൽഹംദുലില്ലാ വലിയ കുസിയല്ലേ വന്നത്. 4 ചോറ് 1000 കെട്ടുന്ന നാക്കില്ല, 1 ചെല്ലാറാവത്ത് ഫ്രീ കൊടുക്കണോ? തൊണ്ടരയില്ല, സദക്കത്തെ ഊരി കിട്ടും. ഞങ്ങൾക്ക് കുറെ ആളെ കൂട്ടുന്നതല്ലല്ലോ വിഷയം. ആള് കൂടണം, ഉപകാരങ്ങൾ കിട്ടണം. പിന്നെ പണ്ട് ഫസ്റ്റിക്കേ പറഞ്ഞു, ലാസ്റ്റ് പണ്ടല്ല പരിപാടി വിളിച്ച് ഫോണിന്റെ പരിപാടി വന്ന് മുക്കാലാവുമ്പണ്ട് എങ്ങനെ ഉണ്ട് നോക്കാണ്ട് എന്ത് കിട്ടാല ഓടുന്ന മുക്കാലാവുമ്പോൾ ഇനി എന്തൊരു ചൊന്നരും കൊത്തുണ്ടോ അവിടെ പ്രധാനപ്പെട്ട. ഇപ്പൊ ഞാൻ ഈ ചൊന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ വിചാരിക്കില്ല, നിങ്ങൾ വിചാരിച്ചാൽ കൊത്തില്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നിട്ട് ഇപ്പൊ കൊന്നില്ല. എന്നാലും ഇതൊരു ബദലാവണ വിഷയം ഞാൻ ചൊന്ന്. അവൻ 3/4 ഗಂಟೆ കഴിഞ്ഞിട്ട് വന്നാട്ടെ അവനത് കൊന്തോടാ ഫസ്റ്റിക്കേ പറഞ്ഞോണ്ടാ എല്ലാത്തും കൂടുതലും ചൊല്ല. അപ്പൊ എല്ലാ വിഷയങ്ങൾ എന്താ ചവിടൂ. ഒരാൾ ദർസ് പഠിക്കാൻ പോയോ, ഒരു ഉദാഹരണം ഉസ്താദ് ചെന്നു, അവൻ ദർസ് പഠിക്കാൻ പോയപ്പോ കിബിലത്ത് മുന്നിട്ട് മൂത്രവി തോന്നിറാണ്ടു. കിബിലത്ത് മുന്നിട്ട് മൂത്രവി തോന്നിറ, കിബിലത്ത് പിന്നിട്ട് മൂത്രവി തോന്നിറ. അങ്ങനെ പഠിച്ചിട്ടുണ്ട്.
പിന്നെ മസ്ജിദുൽ അഖ്സത്തും മുന്നിട്ട് പോയി തോത്തിയാൽ പിന്നിട്ട് പോയിട്ട് ഞാനെല്ലാം പഠിച്ചത്. അത് പഠിച്ചിട്ട് അവൻ റായത്ത് പോയാൽ റായത്ത് പോയിട്ട് ഔത്ത് പോയിട്ട് അവൻ മൂത്ര പോയിട്ട് ഈ ചുറ്റ് ഇങ്ങനെ തിരിഞ്ഞ് വിത്തിയോളൂ ചുറ്റ് വിത്ത് തിരിഞ്ഞിട്ട് എൻ്റെ നാനവിടെ കേട്ട ಅದಕ್ಕೂ ಮುನ್ನಿರೋದೇನೆ ಇದಕ್ಕೂ ಮುನ್ನಿರೋದು ಅದಕ್ಕೂ ಮುನ್ನಿರೋದು ಇದಕ್ಕೂ ಮುನ್ನಿರ್ತೀರ ಐದು ಅಪ್ಪರ್ಥ ಕ್ಲಾಸ್ ಓಡಿಲ್ಲಂತೆ ಅವ್ನು ರಾಯ್ತು போயிட പിന്നെ അവൻ പറഞ്ഞു ഇത് തീർന്നിട്ടായി ഓനെ ബാപ്പ ചെന്ന് പോകുമ്പോൾ സമയം നല്ലല്ലോ പണിക്കന്തേപ്പാണ്. இந்த ஒரு உதாரணம் நாங்கள் உஸ்தாது சைரியத்தில் சொன்ன உதாரணம். அது எந்தி உஸ்தாது உதாரணம் சொன்னாங்க എല്ലാവരും ക്ലാസ്സിൽ വണ്ടാണ്ടായി ഫസ്റ്റിಗೆ പറഞ്ഞു അതപ്പ അപരെന്ദ്ര ഇപ്പരെന്ദ്രയും വന്നോളൂ ഇല്ലെങ്കിൽ പാതി അവളു. കാരണം ലാ ഇലാഹ മാത്രം കേട്ടേ ലാ ഇലാഹ ചൊന്നെങ്കിൽ ദൈവം വരെ ഇല്ല അത് കേട്ടിട്ട് അവൻ പോയിട്ടായിട്ട് പിന്നെ ഇയാൾ ഇല്ലല്ല ചൊന്നൂർ അവിടെ ഓൻ പോയിട്ട് അവിടെ ചെന്ന് അയാൾ എന്തൊരു ചൊന്തുള്ള അയാൾ ലാ ഇലാഹ ചൊന്തു ലാ ഇലാഹ ചൊന്ന് ദേവരെ ഇല്ല ഓൻ ഇല്ലത്തെ കേൾക്കണ്ടേ ഇല്ലത്തെ കേൾക്കാനായിട്ട് മൂന്നൂർ ചേർന്ന് ഓടിയിട്ടായിട്ട് ലാ ഇലാഹ കേൾക്കില്ല വെറും ഇല്ലത മാത്രമേ കേൾക്കില്ല. അങ്ങനല്ല ഒരു ക്ലാസ്സിൽ അഥവാ എന്തൊരു അഥവായെങ്കിൽ അതിനെ ടൈം കീപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏത് മനുഷ്യനും ഭൗതികമായ രംഗത്താവട്ട് ആഖിറത്തെ രംഗത്തിൽ അഭിവൃദ്ധി എത്തുന്നുണ്ടായെങ്കിൽ അവൻ്റെ ടൈമൊക്കെ വില വേണോ അല്ലെങ്കിൽ ഒട്രാസിയാവും ഇക്കട്ട് ആ ഭാഗം ഞാൻ നിപ്പാട്ടി കൊണ്ടുള്ള ചേഞ്ച് ആവുന്ന ആൾമാരുള്ളാറുണ്ടാന്ന് തോന്നുന്നു. 2016 ഏർവാടി സിയാറത്ത് നാം പോയിട്ടില്ല ഫാമിലി. അപ്പോൾ പോയപ്പോൾ ഒരാൾ നമുക്ക് മെസ്സേജ് ആക്കി. ആ മെസ്സേജിൽ ചൊല്ലേ അയാളെ സ്വന്തം പെങ്ങളെ കേസാണ്. എത്ര വട്ട കറുപ്പും ചേങ്ക അബോർഷൻ ആക്കുവാട്ടോ മാപ്പിള നിൽക്കൂല്ല മക്കമേ ഇല്ല. അള്ളാഹു കൊടുത്തതാണ് മക്കൾ അള്ളാഹു കൊടുത്തോണ്ടുള്ള അതിന് ഇല്ലാണ്ട് എടുപ്പാട്ട് എപ്പോ നോക്കി എടുപ്പാട്ട്. അത് ഈ പെണ്ണിന്റെ ഫാമിലി അങ്ങ് ടെൻഷൻ പെണ്ണിന് ടെൻഷൻ എന്തായാലും സംഭവം എത്ര വട്ട അയത്തുണ്ടാ ചൊല്ല് 2 തിങ്കളോട് 3 തിങ്കൾ എത്ര വലിയ ഹറാമാണെന്ന് പോയിട്ട് ആക്കോട്ടെ. അപ്പൊ എനിക്ക് എന്തെങ്കിലും പരിഹാരമാവുന്നു എന്താക്കുള്ളൂ. അപ്പൊ നിങ്ങൾ വോയിസ് കടത്തുണ്ട് അയാൾ ചൊല്ലു ನಾನು ನೋಡೋರು 7 ಮಿನಿಟ್ ವಾಯ್ಸ್ ಕರೆತಿಪ್ಪ 6 ಎಂದ್ರೆ ഒന്നൊക്കെ ಗೊತ್ತಿಲ್ಲ ಅಪ್ಪ 2016 ವಿಷಯ ಚೊಂದುಂಟು ಅದರ ಗಾಂಭೀರ್ಯತೆ ಚೊಂದುಂಟು ಕಡತಿ. പിന്നെ നക്കയാൾ മെസ്സേജ് ആക്കിയിട്ട് ഉസ്താദ് ആ കടത്തിയത് ക്ലച്ചിക്ക് പോകുന്നു ഇപ്പ നിന്റെ പെങ്ങൾ കർപ്പുഞ്ചി എന്തു ആക്കിയിട്ടില്ല പ്രസവിക്കട് ഹൈറ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ. ഇപ്പൊ ഞാനിത് എന്ത് ചൊന്നേന്ന് ഏത് ആൾമാരാവട്ടെ വിഷയങ്ങൾ ചൊല്ലുമ്പോൾ ഗ്രഹിക്കൽ ആൾമാറുള്ളാറ് തലക്കെടുക്കൽ ആൾമാറുള്ളാറ് ബദലാവണ അവിടെ ആൾമാറുള്ളാറ് ഞങ്ങൾ അങ്ങനെ ആവണം. ബാക്കിയുള്ള ആൾമാരെയും അങ്ങനെ ആക്കുള്ള പ്രയത്നങ്ങൾ ശ്രമങ്ങൾ ഞങ്ങളെ കൊണ്ടുണ്ടാവുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാതരി മധുവയുടെ ബഗ്ಗೆയാണ് മുണ്ടിയുള്ളത്. മാതരി മധുവയുടെ ಬಗ್ಗೆ ഇവനക്ക് ചൊല്ലുകയെ സാധ്യ ആക്കിക്കാട്ടോ സാധ്യയില്ല. ആണോ മാതരി മധുവെ അങ്ങനെ ഒരാൾ ആക്കിക്കാട്ടെന്ന് ഇപ്പം അത് പുതിയ മങ്ങില അവിടെ ആരെങ്കിലും ഇതിലില്ല എന്നെ മങ്ങിലായ പോലെ കണ്ട് മാതരി മനസ്സിൽ നോക്കിയുള്ള നായകത്തിൽ ഇപ്പൊ മാതരി മധുവെ പ്രോഗ്രാം വെച്ചിട്ട് ಮಾದರಿ ಮದುವೆ ಕಾರ್ಯಕ್ರಮ ನಾ ಚೊನ್ನೆ ಅದಕ್ಕೆ ಕೂಟೋರಪ್ಪರ ಮಾದರಿ ಮದುವೆ ಅಲ್ಲ ಕೂಡ ಮಾದರಿ ಮದುವೆ ಮಾದರಿ ಮದುವೆ ಜಾಗೃತಿ ಕಾರ್ಯಕ್ರಮ ಮಾದರಿ ಮದುವೆ ಚೊಂದು ಇಪ್ಪ ನಾನು ಮಾದರಿ ಮದುವೆ ಹಾಕಿನ ಕಟ್ಟಣೋ ನಾನು പള്ളി ക്ലാസ് എടുത്തവർക്ക് അവിടെ മങ്ങിലത്തുണ്ട് ഒരു നിക്കാടെ മങ്ങിലത്തെ അനാചാരത്തെ കുറച്ച് ചെന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പോൾ ഒരാൾ ഓടി വന്നിട്ടുണ്ടോട്ടി നീ ഇതെല്ലാം ചെന്നാറ നിങ്ങൾ മങ്ങിലെങ്ങനെ ആയിട്ട് നോക്കൊണ്ടിട്ടുണ്ട് ഞാൻ ചെന്ന ഞാൻ മര്യാദ ഭയങ്കരമായിട്ട് എന്ത് ഇങ്ങനത്തെ വെച്ചിട്ടില്ല മര്യാദ ഭയങ്കരമായിട്ട് വെറുതെ തമാശ. അപ്പോ അത് ചൊല്ലുകയെ തീരുവല്ലാണ്ട് ഇവ ആക്കി കാട്ടോ സാധ്യയില്ല. ഹറാമിൻ പറല്ല എന്നാലും അതിപ്പോ വേണ്ട തൽക്ക. അതേ സമയത്ത് വിഷയങ്ങൾ ചൊല്ലാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ ഒരു ക്ലാസ് എന്തുകൊണ്ടാണ് വെക്കൊണായി വന്നത്? ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ മങ്ങിലാകാൻ ആക്കണം ഗൊന്തില്ലാത്ത വിഷയമാണ്. മങ്ങിലത്തേക്ക് ഇപ്പൊ ഒരാൾ വലിയ സാമിയാന ഇട്ടില്ല അനുവരിക്കാം, ഹോൾ ബുക്കാക്കില്ല അനുവരിക്കാം, റായത്താറും ബെഞ്ചില്ല അനുവരിക്കാം, ഹലാക്കടെ കുറെ അനാചാരം വച്ച വന്നില്ല അനുവരിക്കാം. എന്നാൽ മങ്ങിലാവണ്ടിക്കട മങ്ങിൽ എത്ര സരളാണ്, എത്ര സുലഭാണ് മങ്ങില. ചൊന്നല്ല ഇസ്ലാം വളരെ സരളാണ്, വളരെ സുലഭാണ്. അതിനെ സങ്കീർണ ആക്കിനെ കേട്ടെ നങ്ങമേ നങ്ങല്ലാത്ത ഒരാളും അതിനെ സങ്കീർണ ആക്കിയിട്ടേ ഇല്ല. വ്യക്തികൾ നിങ്ങൾ ടൈറ്റാക്കണം. ഇസ്ലാം വളരെ സരളാണ്. നാമിവിടെ 6 വർഷം പ്രസംഗിച്ചിര ഞാൻ കുറേ കൂടെ ക്ലാസ് എടുത്തിര ഇസ്ലാമിയുടെ സങ്കീർണത്തെ ചൊന്നിട്ടേ ഇല്ല. ഇസ്ലാം ഒരാളും കഷ്ടാക്കില്ല, വളരെ ഈസി, ഏറ്റവും നല്ല ധർമ്മമാണ്. ഒരു എറുമ്പ് പോലും 30 രാക്കണ്ടാണ് ഇസ്ലാം പരിപാടി. എറുമ്പ് വരെ 30 രാക്കണ്ട മനസ്സിലെ വിഷയം. പിന്നെ നല്ല ഔത്തുള്ള ഒരു പ്രോഗ്രാം വെക്കുമ്പോ ആ പ്രോഗ്രാമിടെ അടുത്ത ഔത്തവണക്ക് നല്ല കൊണ്ട് 30 ഊതിറ. കുത്തുബിയത്ത് പോകുമ്പോ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ചൊല്ലത് നിങ്ങൾ കുത്തുബിയത്ത് എടുക്കുമ്പോൾ മെല്ലെടുക്കോറും ഇവിടെ ബൊബ്ബയിട്ട് പിടിച്ചിട്ട് അത് ഇറാഖ് കേൾക്കുമ്പോൾ അങ്ങനെ കേട്ട മജ്‌ലിസ് പോയെന്നുള്ള ബൊബ്ബയിട്ട് ചൊല്ലി ഇടി ദുനിയാവ് പൊടിയോ എന്തൊരു കുത്തുബിയത്ത്.
അങ്ങനെ കുത്തിവെത്താക്കും. അത് ചൊന്നപാടെ ഇയാളെന്തിനു പോവാ കുത്തുബിയത്തിനെതിർത്തല്ല പോവാ. കുത്തുബിയത്തിന്റെ തൊണ്ടനെ എതിർത്ത് ആ തൊണ്ട തെരുമെല്ലാക്കണം. ആദ്യം ഇട്ട ബൊಬ್ಬൽ എവിടക കേൾക്കൂ, പ്രായത്തിൽ കേൾക്കൂ. ബൊബ്ബേരുണ്ട അപർത്തവുത്ത ഉമ്മ കിടാവുടെ ഉറക്കു എത്രമാ പ്രയാസപ്പെട്ടിട്ടിക്കൂ. നിന്റെ ഈ തൊണ്ട കൊണ്ട് കിടാവ് എടിക്കണ്ട. നന്റെ ഖുർആൻ ഒത്തുകൊണ്ട് ഒരു കിടാവും മുപ്പതറാവണ്ട. എത്ര ചന്ത ഇസ്ലാം. ഇന്ന ദീന യുസ്റുൻ. ഇസ്ലാം വളരെ സരളാണ്. ഇസ്ലാം വളരെ സരളാണ്, അത്രയും സുലഭമാണ്. എന്തുകൊണ്ട് ഇസ്ലാമിയുടെ ആൾമാർ തെറ്റിദ്ധരിക്കാറെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണക്കാരൻ നങ്ങ മാത്രമാണ്. നാനാണ് അതിന്റെ കാരണം. നങ്ങാണ് കാരണം. അല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ ചൊന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾമാർ ഒഴുക്കിയതാണ്. ലോകത്തിന്റെ 200 കോടി മുസ്ലിമീങ്ങൾ ഉള്ളാറ്, കോടിക്കണക്കിന് ആൾമാർ മരിച്ചു പോയാറ്, ഇനിയും പറവുള്ളാറുണ്ടായെങ്കിൽ അതിന്റെ കാരണക്കാരാണ് നങ്ങമാണ്, ഒരിക്കലുമല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബതുക്കു കണ്ടിട്ടാണ് ആൾമാർ ഇസ്ലാമിൽ വന്നുകൊണ്ടുള്ളത്. നങ്ങ ഇസ്ലാമിനെ ടൈറ്റാക്കിയ, ഉപദ്രാക്കിയ, ബുദ്ധിമുട്ടാക്കിയ ഒരു ಗಂಟೆ ಜಾವತ್ತೋಲ ಬೇನಿಂದ ನಾಳೆ ಮಹಲ್ಲಡ ಪ್ರೋಗ್ರಾಮ್ ನಂಗೆ ಬೆಕ್ಕಡ. ഒരു ಗಂಟೆದೋಳ ಪ್ರೋಗ್ರಾಮ್ ಬೆಕ್ಕುಂಡ. ഒരു ಗಂಟೆದೋಳ ಪ್ರೋಗ್ರಾಮ್ ಬೆಕ್ಕುಂಡ. 10 ಗಂಟೆಗೆ ಮೈಕ್ ಆಫ್ ಹಾಕೊಂಡು ചെന്നപ്പോൾ വലിയ സമസ്യ ഇತ್ತು. എല്ലാവരും ചെന്നാറ് ഗവൺമെന്റ് അങ്ങനെ തീരുമാനം കൊമ്പത്ത്, ഇങ്ങനെ തീരുമാനം കൊമ്പത്ത് ഒരർത്ഥത്തിൽ നക്കു ചെയ്തത്. എന്തേ ഇസ്ലാം എത്ര സുലഭമാണ്, എത്ര ചന്താണ്. ഒരു ಗಂಟೆದೋಳ ആരെയും 30 പോകണ്ട. ഞാൻ ഒരു ഫംഗ്ഷൻക്ക് പോയപ്പോ ഒരു ಗಂಟೆ ജാവയ്ക്ക് നിപ്പാട്ടോറുള്ള ഫംഗ്ഷൻ അങ്ങനെ ആൾമാർ അവരുടെ ഇല്ല ഇനിയും പോണു. ഇമാതിരി മൈക്ക വെച്ചിട്ട് വാല്യൂം കൂട്ടിയിട്ട് എത്ര പാടുന്ന പിന്നെ എത്ര ഇന്നമയാണ് പിന്നെ കൂട്ടുപാട്ട കൂട്ടി 2 ಗಂಟೆ. ನಾನು ಅದ ಚೊಲ್ಲೆ ಇಲ್ಮೆ ಉಂಡ್ರೆ ಪಡಿಕೊಣಾಯ ಬಂದುಂಡ. ಇಸ್ಲಾಂ ಪಡಿಕೊಣಾಯ ಪಾಡ್ರಾಲ್ಮಾರ ಉಂಟದ್ದಲ್ಲ, ಮರಂದಾಕಳಾಲ್ಮಾರ ಉಂಟದ್ದಲ್ಲ, ഏതോ കൂടികെട്ടി ചികിത്സാക്കളുടെ മുട്ടത്തെയല്ല. ഇസ്ലാം പഠിക്കണായത് ആലിമീങ്ങളെ മുട്ടത്തെയാണ്, ഇൽമുള്ള ആൾമാരെ മുട്ടത്തെയാണ് ഇസ്ലാം പഠിക്കണായത്. ഞങ്ങളെ പള്ളിയിൽ ഞങ്ങളെ ഹബീബ് ഉസ്താദുണ്ട്, അയാൾക്ക് ദീനുണ്ടുണ്ട്, അതിൻ്റെ ഇൽമുണ്ടുണ്ട്, അറിവുള്ള ആളുണ്ടായാൽ അയാളൊട്ടി കേട്ടിട്ടാണ് ദീൻ പഠിക്കണായത്. അല്ലാണ്ട് ഏതോ ഒരുത്തരൊട്ടി കേട്ട് പഠിക്കുന്നത് ദീനല്ല. അത് ഞങ്ങൾ ഉണ്ടാക്കിയ എനിക്കെത്ത കുറെ മോശങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഒരു ಗಂಟೆ ജാവു ഞങ്ങൾ മഗ്‌രിബ് തെറ്റിയ ഒരു പക്ക ഒരു പാട്ടരാൾ വന്നിട്ട് പടസ് വയ്ക്കാം പച്ചി പോയിട്ട് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ സൗണ്ട് എല്ലാം കുറഞ്ഞിട്ട് സദസ്സിൽ വെച്ചങ്ങളെ വാല്യം കുറേ. അപ്പൊ ഞാൻ കേൾക്കണേ നീങ്ക ആറും മദീനത്തിന് പോണ്ടേ ബിർസല്ലേ എനിക്ക് നബിതങ്ങളൊട്ടി യാ റബ്ബി സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആരും ഉപദ്രവിക്കില്ല. ഓണിപ്പ റെസ്റ്റ് എടുത്ത് വന്നിട്ട് ഒരു ಗಂಟೆ ജാവ് കേൾക്കണേ നീങ്ക ആറും മദീനത്ത് പോണ്ടേ എന്തൊരു ചെല്ലട്ട് ഇതിലെ വയ്ക്കാൻ. ഇത് ദീനാണ്. പ്രായത്താൽമാർ ഇതിനെ കണ്ടിട്ടല്ലേ ദീനിന്റെ പേരിലെ ഞങ്ങൾ കാട്ടിക്കൂട്ടൊന്നും ദീനല്ല. അതെല്ലാം ഞങ്ങൾ അധിക പ്രസംഗം പറ്റിയിട്ടുണ്ടേ വിവരക്കേടാണ്, ഞങ്ങളെ ജഹാലത്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ള മധുവിൽ വന്നെനിക്കേറ്റ അനാചാരങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടതാണ്. കൂടെ ഞങ്ങളെല്ലാം ഞങ്ങളെ ഖൽബിൽ കൊണ്ട് നടക്കണായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൈഡിൽ വെച്ച മദീനത്തെ ദൂരാക്കിയ യൂറോപ്പിടെ വെച്ച വന്ന യൂറോപ്പിടവൻ എന്താക്കടാ പാശ്ചാത്യ ലോകത്താൾമാർ എന്താക്കടാറ്. അതാണ് ഇന്ന് ജൽസ്, അതാണ് ഇന്ന് റായത്ത് നടക്കടേ. 1400 വർഷത്തിന് മുന്നിൽ മദീനത്തിൽ വെച്ച് ലൈവായി ഇതിൽ കണ്ടു ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ ദിറാഅൻ ബിദിറാ. നിങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞു പോയെങ്കിൽ താൽമാറുള്ളാറ് ജൂത നസാറാക്കൾ, യഹൂദി നസാറ, അങ്ങ് അന്ത്യനാൾ വരെ ഇക്കാറ് അങ്ങനെ സരണിയാണ് നിങ്ങൾ പിന്തുടർറെ. ചാണായി നിങ്ങൾ പിന്തുടരാറ്. അങ്ങ് കൊമ്പുണ്ടാറ്, പിന്നെ പുതിയ കൊമ്പറൊക്കെ അങ്ങ് കൊണ്ടാറ്. ഞങ്ങൾ ഇതിനെ പിടിച്ചോണ്ടിക്കാറ്, ഇതിനെ ഞങ്ങൾ എടുത്തോണ്ടിക്കാറ്. പിന്നെ അങ്ങ് വേറെ കൊമ്പുണ്ടാറ്, ഞങ്ങൾ ഇതിനെ പെരകത്തെ കൊണ്ടാറ്. അങ്ങനെ ചാണായി നിങ്ങൾ പിന്തുടരാറുണ്ട്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിയിട്ട് ഇസ്ലാം ചൊല്ലതിക്കെതിരെ നാം നടക്കുമ്പോൾ നാം ആക്കരുത്. നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൊമ്പലാക്കരുതാണ്. അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സഹിക്കാത്ത വിഷയമാണ്. ഇക്കട്ടത് വിശാലമായ വിഷയം നമുക്ക് വേഗം ഇപ്പാട്ടുള്ളതും നാം ചുരുക്കിക്കൊണ്ടുള്ള ഇസ്ലാമുടെ വിവാഹം വളരെ സരളമാണ്, നങ്ങമാണ്. അത് ടൈറ്റാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു അഇനു ഹാദൽ നിക്കാഹ്, ഈ നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്തോറും ചൊന്നു. ഈ നിക്കാഹ് കട്ടിട്ടാവുള്ളതല്ല, പരസ്യപ്പെടുത്തോളൂ. അല്ല പള്ളികളിൽ കേളി കേൾക്കലിട്ടു. കേളി കേൾക്കൽ നിർബന്ധമല്ല, പക്ഷെ ഒരു ജമാഅത്തിലെ തർത്തീബാണ്. എന്ത് ഈ കേളിക പാട്ടിട്ടുണ്ടെങ്കിൽ ഇന്നാളിന്ന ആളെ മോളില് ഇന്നാളിന്ന ആളെ മോണ് കൊടുത്തോണ്ടുള്ള ഒരു പബ്ലിക്കാണ്. അല്ലാണ്ട് ശുദ്ധി ഇല്ലാണ്ട് ഒരാണും ഒരു പെണ്ണൊട്ടിയെ പോയിട്ടുള്ളവർ ചെല്ലുമ്പോൾ സംശയിക്കും ഇത് എന്താ ഒട്ടിയെ പോയിട്ടുള്ളേ.
സംശയിക്കണ്ട, ഞാൻ പള്ളിയിൽ കേറി കേട്ടു മങ്ങിലായത് ഈ നിക്കാഹുടെ നിങ്ങൾ പരസ്യപ്പെടുത്തോളൂ, എല്ലാവർക്കും അത് ബന്ധാവട്ട്. ഇങ്ങനെ നിങ്ങളുടെ മങ്ങിലുണ്ടോ, ഇങ്ങനെ ഹലാലായ സംബന്ധത്തിലാണുള്ളത്. അതിനെ നിങ്ങൾ പള്ളിയിലാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിച്ചു, നിക്കാഹ് പള്ളിയിലാക്കലാണ് സുന്നത്ത്. സുന്നത്തായ കാര്യങ്ങൾ പിന്നെ കുറെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദഫടിക്കോളൂ, നല്ലതാണ് സുന്നത്ത്. മങ്ങിലത്തെ വളരെ ചന്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി കൊടുത്തു. മങ്ങില പരസ്യപ്പെടുത്തോളൂ, എല്ലാവർക്കും അത് ബന്ധാവട്ട്. നിങ്ങൾ അത് പള്ളിയിലാക്കോളൂ. പള്ളിയിലാക്കുമ്പോ പള്ളിയിലെ ആദാബ് മര്യാദകൾ പഠിച്ചിട്ടേ ആക്കണോ. പിന്നെ ദഫ് വിട്ടോളൂ. ദഫ് നല്ല ദഫ്, ഒട്രാസി കോലം കെട്ടിയ ദഫ് എന്തുമല്ല, ഒട്രാസി ദഫല്ല, നല്ല ദഫ്. നല്ല ദഫ് അത് പള്ളിയിൽ ഉടുക്ക മുട്ടണമെന്നല്ല, പള്ളിയിൽ ഉടുക്ക ദഫ് മുട്ടുകയില്ല, ദഫ് മുട്ടുന്നത് പുറത്ത്. അപ്പൊ ഇവിടെ ചൊന്ന് നിക്കാഹെന്ന് ചൊല്ലുന്നത് ഒരു ആഘോഷമാണ്, കൊസിയാണ്. ദഫ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൊസിയാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് ആഘോഷിക്കോ, നിങ്ങൾ കൊസിയാവട്ടെ. നിക്കാഹെന്ന് ചൊല്ലി നിങ്ങൾ ബേജാറായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ, മനസ്സിലൊരു കൊസിയാവട്ടെ, എല്ലാവർക്കും സന്തോഷമാവട്ടെ. ഇത് ഞങ്ങൾക്ക് വഴിപാട്ടി തന്നത്. അപ്പൊ ഇസ്ലാം സന്തോഷത്തിന് എതിരുമല്ല, ആഘോഷത്തിന് എതിരുമല്ല. പക്ഷേ അത് അതിരുകൂടെ തീറ, ഒട്രാസിയാവൂ തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് വഴിപാട്ടി തന്നത്. അപ്പൊ ഞാൻ ചൊന്നത് വളരെ സരളമായ നിക്കാഹിന്റെ ഫർദ് എത്ര കേട്ടെങ്കിൽ എത്രയ്ക്കൂ ഇന്നത്തെ കണക്കുള്ള നോക്കുമ്പോൾ നിക്കാഹിന്റെ ഫർദ് എത്ര പോകുന്നു. നിക്കാഹ് വളരെ 5 ഫർദ് മാത്രമല്ലേ. ഇനി 5 ഫർദാക്കുക എത്ര സ്വറയൊന്നുമില്ല. ഫർദ് എന്ന് കട്ടായ ഈ 5 കാര്യങ്ങൾ കൂടിയെങ്കിൽ നിക്കാഹുള്ളൂ. വേറെ എന്തുമില്ല. ഇക്കാന്ന് സാമ്യം ഇടണോണ്ടില്ല, അവർക്ക് ഹാൾ കെട്ടണോണ്ടില്ല, 10 ലക്ഷം ചെലവാക്കണോണ്ടില്ല. ഇങ്ങനത്തെ കുറെ ആൾമാർ വിചാരിച്ച് ഇങ്ങനെല്ലാം ആവുന്നില്ല. അപ്പം മാത്രം മങ്ങിലാവട്ടെ അല്ല, മങ്ങിലാവണുണ്ടായെങ്കിൽ എന്തിനു വേണമെന്ന് കേട്ട് ഒന്ന് സൗജ് ഒന്ന് ഭർത്താവ് ഇങ്ങനെ ആവുക ആൾ വേണം, മാപ്പിള വേണം. റുക്കുന്നും ചെന്ന് പ്രധാന ഘടകങ്ങൾ ചൊല്ല, അതില്ലെങ്കിൽ നിക്കായില്ല. അപ്പൊ ഒന്ന് സൗജ്, പിന്നൊന്ന് സൗജത്ത്, ആണ് വേണം പെണ്ണ് വേണം, മാപ്പിള പിന്നെ അവിടെ 2. പിന്നെ വലിയ ഇങ്ങളെ കെട്ടോട്ടി കൊടുക്കുക ഒരാൾ വേണമല്ലോ, വലിയക്കാറ വലിയ വേണം, അപ്പടെ വലിയ വേണം. പിന്നെ 2 സാക്ഷിങ്ങൾ വേണം. 2 സാക്ഷിങ്ങൾ എങ്ങനത്തെ ആവണം ചെല്ലേ കേട്ട തല വെച്ചാവും സാക്ഷിങ്ങൾ. ഞങ്ങൾ എങ്ങനത്തെ സാക്ഷിനെ വെച്ചോണ്ട് നോക്കണം. ഇങ്ങനത്തെ ആൾ പറക്കിട്ട് പോട്ടു ചെണ്ടെന്നാണ് സാക്ഷി വേണം. അപ്പൊ സൗജത്ത് വലിയ 2 സാക്ഷി സീഹ പദം ചെന്ന് കൊടുക്കുന്നു, അവൻ സ്വീകരിക്കും. തീർത്ത് സുലഭ മങ്ങിനെ വിത്ത് ആരെയും ആവ് കൊണ്ടുണ്ടായി ആണ് വേണ്ട സട്ടായിരം ഇപ്പം കൂടെ മങ്ങിനാക്കി കൂടാ ഊർന്ന് തല വെച്ചില്ല. മങ്ങിത്ത് എത്ര ഉണ്ടാക്കുകൊണ്ട് 1 വർഷം മുന്നോട്ട് എത്ര റെഡിയാവും. തല വെച്ചാൽ എത്ര സരളം നോക്കും ഇസ്ലാമിയുടെ എന്നിട്ട് ഞങ്ങൾ ഇസ്ലാമിയുടെ മേലെ വ്യക്തികളും പഠിച്ചിട്ടല്ലേ ഇസ്ലാം ഇത്ര കഷ്ടാക്കി താഴ്ത്തൊന്ന് കഷ്ടാക്കിയിട്ടില്ല. പിന്നെ സൗജിക്ക് കുറെ ചേർത്തുണ്ടു, സൗജത്ത് കുറെ ചേർത്തുണ്ടു, മഹറുണ്ട്, അതിൽ എക്സ്ട്രാ ചെറുതല്ല. ഇവിടെ പ്രധാന ഘടകങ്ങൾ ഇത്ര മാത്രം. അങ്ങനെ ഇന്നെങ്കിൽ ആവുള്ളൂ. ഇവിടെ ഞങ്ങൾ അങ്ങനെ ആക്കിയപ്പോ ഓണ്ടൊട്ടി 50,000 ഇന്നെങ്കും ഓന്റെ കൊണ്ട് സമുദായം 10 ലക്ഷം ചെലവാക്കി അങ്ങനെ ആവണോ ഇങ്ങനെ ആവണോ. അഭർത്തവത്തങ്ങ് അങ്ങനെ ആക്കിയാണ്, ഈ ഭർത്തവത്തങ്ങ് ഇങ്ങനെ ആക്കിയാണ്. അങ്ങനെ വിളിക്കണോ ഇങ്ങനെ വിളിക്കണോ. എത്ര മുസീബത്ത്, എത്ര പ്രയാസം, എത്ര ബുദ്ധിമുട്ടും. ഞാൻ ഖതീബ് ഉസ്താദ്മാർ ഒരു ക്ലാസ്സിൽ കൂടെ ഇതിൽ നിക്കാടെ നോക്കിയത്. അപ്പൊ ഞാൻ ചൊന്നിട്ടിന്ന് ഒരു ഉദാഹരണം. മഞ്ഞിത്ത് കോഴി എടുത്തിട്ട് ഒരാൾ എത്തിയത്. അപ്പൊ നക്കത് എപ്പമോ പണ്ട് വായിച്ചിട്ട് ഇപ്പൊ ആ ചിരി കൊണ്ടില്ലേ. മഞ്ഞിൽത്ത് കോഴി എടുത്ത് മഞ്ഞിൽത്ത് കോഴി എടുത്തിട്ട് എത്തമേ ചൊന്നെങ്കിൽ അപ്പുറത്തന്നെ ഇപ്പുറത്തങ്ങൾ ഗമ്മത്താക്കളല്ലേ. കോഴി ആട്ടിക്ക ഈട്ടിക്ക എല്ലാം ആക്കിയോ ഗമ്മത്ത്. കോഴി കട എടുത്ത വന്നു. കട എടുക്കുകയും കൊടുക്കുമെന്നുണ്ടാ ഇല്ല. അങ്ങനെ കടാക്കിട്ട് മഞ്ഞിലൈത്ത് ഓണ് അങ്ങോട്ട് നോക്കിട്ടേ ബാക്കി പൈസ കൊടുക്കുകയില്ല. ലാസ്റ്റ് മഞ്ഞിലൈത്തോണു മക്കൈത്ത് അവിടെ എന്തിന് ചൊന്നെങ്കിൽ അവന്റെ അപ്പടെ മഞ്ഞിൽ തീർത്തിൽ കോടി പൈസ തന്നിട്ടില്ല. ഇല്ല അപ്പടെ 3 കോടിക്ക് വന്നോട്ടുള്ളതാണ് ഉണ്ടാവും. നല്ലങ്ങടി 3 കോടിക്ക് വന്നോട്ടുള്ളതാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചിട്ട് ഇത് ഞങ്ങളെ സമാജത്തെ ഒരു വിഷയമായിട്ട് ചെന്നോട്ടോ കട ആക്കി നട്ടം തിരിഞ്ഞ് വീട്ടിൽ ഒരെപ്പോ വീട്ടിലത് എത്ര പ്രയാസമാണ്. അപ്പൊ നാമിവിടെ വിചാരിക്കണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്ര പിർസാണ്, എത്ര സരളാണ്, എത്ര സുലഭമാണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുക. അവിടെ ഞങ്ങൾ ഗപ്പിയാക്കിയ ഗമ്മത്താക്കിയ. ഇപ്പൊ ഫർദ് നമുക്ക് തന്നെ 5. അതൊക്കെ ഓരോന്നും ചില നിബന്ധനകളുണ്ട്. സംക്ഷിപ്തമായിട്ട് ചൊല്ലും. മഞ്ഞിൽ അവിടെ 300. പെണ്ണ് കാണുക സുന്നത്തുണ്ടല്ലേ. പെണ്ണ് കാണുക നിർബന്ധം അല്ലാവോ. പെണ്ണ് കാണുന്നത് സുന്നത്ത്. ഇപ്പൊ നിർബന്ധത്തിൽ അത് വന്നില്ലല്ലേ. നിർബന്ധം 5 എന്നാ ചൊന്നത്. ഫർദ് റുക്കുൻ 5. പെണ്ണ് കാണുന്നത് സുന്നത്താണ്. പെണ്ണ് കാണുകൊണ്ട് സുന്നത്ത്. പെണ്ണിന്റെ ആണും കാണുന്ന ആണിന്റെ പെണ്ണും കാണുന്നത് പരസ്പരം സുന്നത്താണ്.
നഗറു പുല്ലിങ്ങനെ സൗകര്യം ഭാര്യ ഭർത്താക്കന്മാരാവുകൊണ്ട് രണ്ടാളും പരസ്പരം നോക്കണം. കാരണം പെണ്ണിനെ മാത്രം നോക്കിടല്ല, അല്ല പെണ്ണ് ആണ്ട് മാത്രം നോക്കിടല്ല, സുന്നത്താവായിരുന്നു സുന്നത്ത്. അപ്പൊ പെണ്ണിടെ മുഖം നോക്കാം, പെണ്ണിടെ കൈ നോക്കാം, മുൻകൈ തീന്തി. പെണ്ണിടെ മുഖം നോക്കൂടെ സൗന്ദര്യം മുഖത്താകുവാനായിട്ടാണ്, കൈ നോക്കൂടായിട്ട് സുന്നത്ത് തീന്ത. അവർ സുന്നത്ത് കൂടി ഫസ്റ്റത്തെ വിഷയം അതിപ്പോ നോക്കുകൊണ്ട് എപ്പോഴും ചൊന്നെങ്കിൽ ഒന്നും പെണ്ണിടെ മുഖം നോക്കണ പറ്റിയ ചോദിച്ചു, പിന്നെ പെണ്ണിടെ കൈ നോക്കണേ. പുരുഷന്റെ ഔറത്തല്ലാത്ത ഭാഗം പെണ്ണുക്ക് നോക്കാം. അങ്ങനെ അത് കാണലോടുകൂടെ പെണ്ണ് സമാധാനം അവിടെ ലഭിച്ചിട്ട് സന്തോഷമായി. പിന്നെ അവിടെ പെണ്ണുക്ക് നോക്കുമ്പോൾ ആവില്ല, പെണ്ണിടെ നോക്കുമ്പോൾ ആണുക്ക് ആവില്ല എന്ന് പേരിക്കാം. എങ്കിൽ ഈ പെണ്ണിടെ നോക്കൂ പറ്റിയെത്ത ഒരാളെ ഉണ്ട ഫാമിലിയുടെ കടത്താം, ഉമ്മടമ്മ പെങ്ങളെ മാരം കടത്താം, അപ്പടെ കടത്താവില്ല. എന്റെ അപ്പന്മാർ പോയിട്ട് നോക്കി പെണ്ണ് നോക്കില്ലേ? അപ്പന്മാർ പെണ്ണ് നോക്കടാ, മൈനോട് നോക്കടാ. അപ്പൊ നോക്കി അപ്പ പെണ്ണ് നോക്കില്ലല്ലോ, പെണ്ണ് അപ്പ കല്ലല്ലേ മങ്ങിയില്ല, മോണല്ലേ മങ്ങിയില്ല. അവ മോണാണ് പെണ്ണ് നോക്കണേ. അവ പെണ്ണ് നോക്കൂന്നാണ് ചൊന്നെ, മുഖം നോക്കണം, കൈ നോക്കണം ചെന്ന്. പിന്നെ ഇനി നോക്കൂന്നൊക്കെ പോകുക ആയില്ലാണ്ടായെങ്കിൽ ഒരു പെണ്ണിങ്ങളെ കടത്തി കൊടുക്കാം, അല്ലെങ്കിൽ നോക്കോ പറ്റിയെത്ത ഒരാൾ എന്താക്കാം കടത്തി കൊടുത്ത് വിഷയം വന്ന് നല്ലോട്ട് ചെല്ലട്ട് തൊന്തരൊന്നുമില്ല എന്ന് ചൊന്നിട്ട്. അപ്പൊ അങ്ങനെ അവൻ നോക്കെടുപ്പാണ് ചൊന്നെങ്കിൽ വിജയ കിട്ടിത്ത് എവിടെ മോർ പെണ്ണുണ്ടോ ബ്രോക്കർമാർ ഇക്കടാറ് അങ്ങനെ കീസൽ 100-200 ഫോട്ടോ പണ്ട് ഫോട്ടോ ഇന്ന് കഷ്ടം ഇപ്പൊ കഷ്ടമില്ല. എനിക്ക് മൊബൈലിലോ എല്ലാം റെഡിക്ക് ബ്രോക്കർക്ക് പെണ്ണ് നോക്കുക അല്ലാതെ ഇതിനെ ചെല്ലണ്ട്. ബ്രോക്കർക്ക് പെണ്ണ് നോക്കുക അല്ലാതെ ആയിക്കട്ടെ. അങ്ങനെ പെണ്ണ് നോക്കുക പോകണ്ടെപ്പാൻ ചൊന്നെങ്കിൽ ഇന്നാലിന്ന ജാഗയിൽ ഒരു പെണ്ണുണ്ടോ വിസ കിട്ടി. ആ പെണ്ണിന്റെ ഫാമിലി എല്ലാം അറിഞ്ഞ നല്ല ഫാമിലി, മോശമില്ല. പെണ്ണിന്റെ ചുറ്റുപാട് മാഹൗലെല്ലാം ബന്ധയ്ക്ക് ഏകദേശം മനസ്സിൽ അൽഹംദുലില്ല അവൾ പിടിക്കൊണ്ടായിട്ട്. ഇനി ഞാൻ പോയിട്ട് കേട്ടെങ്കിൽ നല്ല ഓടുവാട്ടാൽ അനുഭവമുണ്ട്. ഇത്തരമുള്ള ആയൽ പിന്നെയാണ് പെണ്ണ് നോക്കുക പോണേ. അല്ലാണ്ട് അഞ്ഞ കടത്ത് ഇഞ്ഞ കടത്ത് വാട്സപ്പിൽ കടത്ത് അതിൽ കടത്ത് എല്ലാം നോക്കും. ഓന്റെ മൊബൈൽ പെണ്ണിന്റെ രാശിക്കാര അത് നോക്കൂടെ ഇത് നോക്കൂടെ. ഞാനൊരു വിഷയം അടികരയിട്ട് ചൊല്ല, നിങ്ങൾ 100 പെണ്ണ് നോക്കിയാറുണ്ടായി ഒക്കലും നിങ്ങൾക്ക് സമത്തെ പെണ്ണ് കിട്ടില്ല, സമത്തെ പെണ്ണ് കിട്ടില്ല, സമത്തെ പെണ്ണ് കിട്ടില്ല. എഴുതി വെക്കണ വിഷയം ഒന്നുമില്ല സമം, എന്റെ ഒന്നുമില്ല സമയം. അതുകൊണ്ട് ധൈര്യത്തിൽ മറ്റും അതാ അവിടെ ഉള്ള സുമാർ സപ്പോർട്ട് കാണുന്നില്ല, ഒന്നുമില്ല സമമാവണം. ഇത് അഞ്ഞത്തെ ഇങ്ങത്തെല്ല ഫോട്ടോ പിടിപ്പാട്ടിട്ട് നോക്കൂടെ. ഇതെല്ലാം പാലക്കാർ കേൾക്കുന്നിട്ട് പാലക്കാർ ഞാൻ ചൊന്നല്ല അത്യഗത്യമായ വിഷയം കേൾക്കില്ല. കേൾക്കലെന്തിനെ അനാവശ്യമായ കുറെ അഗത്യമില്ലാത്ത വിഷയങ്ങൾ കേട്ടോല്ല. അതാവണം ഇതാവണം ആവണ കുറെ വിഷയം ഞാനിപ്പോ ചൊന്നുകൊണ്ട് പണ്ടേ ഇതെല്ലാം ഞങ്ങളുടെ സമൂഹം പഠിക്കണം നിങ്ങൾ നോക്കും. അപ്പൊ അങ്ങനെ ഒരു 100 പെണ്ണ് നോക്കിയാൽ ലാസ്റ്റ് കൊണ്ട് എങ്ങനത്തെ നല്ല ലിറ്റർ ആയിരിക്കും. പിന്നെ ഒട്ടറാസി ഏതായാലും കിട്ടിത്തല്ലേ ചൊന്നിട്ട് ഒട്ടറാസി പോണ്ടോ പറ ഒന്നും സമാവണം നോക്കോ പോണ്ടാക്കി മുന്നോട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് അന്തച്ചാക്കിട്ട് പോകണം. ഞങ്ങളുടെ ഫാമിലിയിലെ 100 ഒരാഴ്ച അവൻ എത്രമോ പെണ്ണ് നോക്കിയാ നോക്കി നോക്കി വെറുതെ പോണ്ടേ വിട്ടുവണ്ടി. എന്നിട്ട് അവിടെ കമ്മത്താവിടെ ചിന്തര വേണ്ടേ വന്നിട്ട് പോണത് എത്ര സുഖം അങ്ങ് വേണ്ട. അങ്ങ് എത്ര ഖർച്ചായിട്ട് എത്ര കഷ്ടമാണ്. ആറാറ് കണ്ണുനീർ കുടിപ്പാട്ടില്ലേ, ആറാറ് മനസ്സ് മുമ്പലാക്കടെ ഏഴികവിടെ ഒരിക്കലും ഏഴികവില്ലേ. പിന്നെ സുഖമായിട്ട് സമസ്യ ഒന്നിട്ട് ചീലായിട്ട് പോണ്ടേ കണ്ടങ്ങളുടെ ബാക്കിൽ സമസ്യ മരിക്കലോട്ടില്ല. സമസ്യ എന്തുകൊണ്ട് സംഭവിച്ചിരുന്നെങ്കിൽ ആറോ നാം നൊമ്പലാക്കിയ മനസ്സ് അത് പഠിത്തം പിടിക്കടാ. നാൻ ഒരാൾക്ക് അക്രമാക്കിരണ്ടായെങ്കിൽ, നാൻ ഒരാൾക്ക് മനസ്സ് നൊമ്പലാക്കിരണ്ടായെങ്കിൽ എഴുതി വെച്ചൊന്നായ വിഷയ പഠിത്തം ദുനിയാവിലെ പിടിക്കട. ബാക്കിയുള്ള ഇതുകൂടെ പിടിക്കട. ഇപ്പൊ ഞാൻ മുഞ്ഞാണ്ട് ഇപ്പൊ ഒരു തിങ്കളായിട്ടുള്ള ഒരു പക്കം പോയി ഉസ്താദ് അയാൾ കഴിഞ്ഞ പോയി നല്ലൊട്ടി ചോദിച്ചിട്ട് ഞാൻ ഒരു പക്കം ഇന്ന് ഉസ്താദ് അവിടെ ഒരേ വർഷം നക്ക് നിൽക്കുക ദർശിച്ച് നണ്ട നിക്കോ വിട്ടുള്ള ഒരാളെ ചോദ്യം നിക്കോ വിട്ടുള്ള കിരിക്കിരിയാക്കിയിട്ട് നണ്ട ഓടുവാട്ടിയാണ് ഉൾപുട്ടു തയ്യാറ്. അയാൾ ചൊന്നു നക്ക് അയാളെ നിരിക്കുമ്പോ ഏത് ഉസ്താദ് അയാൾ ചൊന്ന ഭാവം വേണ അയാൾ ഈ ഉസ്താദെ സാപ്പ വേണ ആയിട്ട് എന്നിട്ട് ഞാൻ മുഞ്ഞാൻ പോകുമ്പോ അയാൾ ചൊന്ന ഉസ്താദ് അയാൾ പിടിച്ചിട്ട് നക്ക് ആറ് പണ്ട് ഇയാൾ പല്ല് കടിച്ചാളുണ്ടല്ലേ അയാൾ നക്ക് പിടിച്ചിട്ട് എന്തി കൊണ്ടുണ്ടാ അയാൾ വലിയ പൈസ ഉള്ള ആള് എല്ലാവരും വലിയ മുമ്പോ അങ്ങനെ ഇങ്ങനെ നടക്കലായിരുന്നു. പക്ഷേ പഠിച്ചോൻ പിടിച്ചായില്ലേ, പഠിച്ചോൻ പിടിച്ചിട്ട് ഉള്ള എല്ലാവരും കൊണ്ട പോയ നട്ടം തിരിഞ്ഞ അപ്പൊ ആരോ ഒരാൾ ചെന്നോണ്ടി ആരതാ മനസ്സ് നമ്മളാക്കില്ല പിടിക്കോളൂ. അങ്ങനെ പിടിച്ചിട്ട് ഇയാൾ ഒത്തു പിടിച്ച പോയിട്ട് ഗമ്മത്തോടെ ഗമ്മത്ത് ഞാൻ ചെല്ലട്ടാ ആരെ മനസ്സ് ഞാൻ മുമ്പിലാക്കിയ പഠിച്ചോ കൂടല്ലേ, അത് പെണ്ണാവട്ടെ ആണാവട്ടെ. എന്നിട്ടൊരു ഫോൺ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടാവാ എത്ര സുലഭം ഇല്ലേ പോണ്ടേ. ചെറുക്ക പെണ്ണ് പിടിക്കില്ല, ചെറുക്കട അപ്പ പിടിക്കില്ല, അല്ലെ ചെറുക്കട ഉമ്മ പിടിക്കില്ല. ഇല്ലെങ്കിൽ പിന്നെന്താ ചൊന്ന പെണ്ണാവും
പക്ഷെ പെണ്ണിന് അപ്പടെ കാലത്തിൽ സമയമില്ല. പെണ്ണിന് അപ്പടെ മണിമയിലാവും, പെണ്ണിന്റെ ഉമ്മടെ കാല സമയമില്ലാവും. എന്തെല്ലാം മുസീബത്ത് റഹ്മാനായവർ. ഇതെല്ലാം ഞങ്ങളുടെ കാതിൽ കേൾക്കുന്ന വിഷയമാണ്. ആധുനിക ലോകത്തെ മുസീബത്ത് ഇതല്ല. പക്ഷെ ഇതില് ഇങ്ങനെ ആറാറ് മനസ്സെല്ലാം നൊമ്പലാക്കിയിട്ട് പിന്നെ അനുഭവിക്കുക നന്മ അവന് നൊമ്പലാക്കിയവന് അനുഭവിക്കുക. പിന്നെ മുട്ട പോയിട്ട് പരിഹാരം ഇല്ല, സമസ്യ പരിഹാരം ആവുന്നേ. അപ്പോൾ നിക്കാവിടെ അവിടെ ഇങ്ങനെ ഉപദ്രാക്കുക. അപ്പോൾ ഞാൻ ചെന്നത് ഒരാൾ കുറേ പെണ്ണ് നോക്കി പെണ്ണ് സമാവുന്നതേ ഇല്ല. അപ്പൊ ലാസ്റ്റ് എന്തായിട്ട് ഓർപ്പൊക്കെ പോയിട്ട് അവൻ പുറത്ത് കുറെ ആൾമാർ നിണ്ടാറ്. എന്റെ മിത്ത അവൻ പെണ്ണ് ആവില്ല ചെന്ന് ഇത്രയും പോയിട്ട് പുറത്ത് നിണ്ടാറ്. അങ്ങനെ ഞാൻ വിചാരിക്കും ഓണ്ടൊരു നെസീവായിട്ട് ഓണതാവും ചെന്ന് വന്ന ഓണാവും ചെന്ന് വന്ന ഇല്ലെങ്കിൽ പൊടിയവിടെ ഉണ്ട് അവിടെ. നീ ഇതേ സ്വറമോ, നീ അവിടെ പെണ്ണ് നോക്കുന്നതേ സ്വറമോ. 100 പെണ്ണ് നോക്കിയിട്ട് പെണ്ണാണ്ട് സ്ഥലമാകത്തത് രണ്ടെണ്ണം വയ്ക്കണം പെണ്ണ്. അപ്പൊ പെണ്ണ് നോക്കുന്നത് വളരെ ഈസി. ഞാൻ ചൊന്നെ ഫസ്റ്റ് ഇതെല്ലാം അറിഞ്ഞിട്ട് ഏകദേശം സമാവോ 90 ചേക്കണം. അതിന് പിന്നെ പോയിട്ട് പെണ്ണ് നോക്കാം. കിട്ടിയ പെണ്ണ് പോകില്ല. അങ്ങനെ ഒരു താക്കടണ്ട. അതിന് ഇസ്ലാമോടെ തലക്കാറും അതിലുണ്ട. അത് ഇസ്ലാമല്ല. ഞാൻ അതൊക്കെ ചൊന്നത് ഫസ്റ്റ് ഇസ്ലാം ചൊന്നെങ്കിൽ ഞങ്ങ ആക്കിടത് കാട്ടിക്കൂട്ടുന്നത് ഇസ്ലാം അല്ലേ അല്ല. ഇസ്ലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിയത് ഞങ്ങളെ പൂർവ്വകാലത്തെ ഇമാമിയങ്ങൾ പരിപാടിയാണ്. അതാണ് ഇസ്ലാം. പിന്നെ നോക്കുമ്പോൾ നല്ല പെണ്ണുടെ തിരഞ്ഞെടുക്കാം, നല്ല ആണുടെ തിരഞ്ഞെടുക്കാം. നല്ല പെണ്ണാവണു, നല്ല ആണാവണു. നിസ്കരിക്കൂ തെരിയാത്തെനിക്കത്ത ആണല്ല, നിസ്കരിക്കൂ തെരിയാത്തെനിക്കത്ത പെണ്ണല്ല. മുസ്ലിം ചൊന്നെങ്കിൽ ഒരു നാൾ മരിച്ചുകൊണ്ട് എല്ലാവരും മരിച്ചുകൊണ്ടാണ്. പക്ഷെ മുസ്ലിം ഒരു നമ്പിക്ക ഉണ്ട്, ഞാൻ നാളെ മരിക്കുവേ. മരിച്ചെങ്കിലും പരലോക ജീവിതമാണ് എൻ്റെ പ്രധാനമായിട്ടുള്ളത്. ഏത് സെക്കൻഡിലും ഞാൻ മരിച്ചു പോവാം. ജീവിക്കുന്ന കാലത്ത് അന്തസ്സോടെ മര്യാദയിലൊക്കെ ജയിക്കണു. അതുകൊണ്ട് നല്ല മുട്ട വെള്ളയ്ക്കെത്ത പെണ്ണ് നല്ല ദീനീയത്തായ പെണ്ണാവുന്നു. ദീനുള്ളയ്ക്കെത്ത പെണ്ണ് മങ്ങിൽ തന്റെ ഖുതുബത്തിൽ നിങ്ങൾ കേട്ട 4 കാര്യത്തിന് വേണമായിട്ടാണ് പെണ്ണിനെ സാധാരണ മങ്ങിലാവുള്ളത്. ഒന്നും ലിമാലിഹ, അവള് സ്വത്ത് വേനായിട്ട് മങ്ങിലാവണമെന്നല്ല. ചില രീതി അങ്ങനെ അർത്ഥം വെക്കാറ്, അത് തപ്പു. അങ്ങനെയുള്ള അർത്ഥ പെണ്ണിന് മാർക്ക് വേനായിട്ട് മങ്ങിലാവണമെന്നല്ല. തന്നെ തുങ്കഹുൽ ഏർപ്പായി 4 കാര്യത്തിന് വേനായിട്ട് പെണ്ണിന് സാധാരണ മങ്ങിലവിടെ ഉണ്ടോ. ലിമാലിഹ, ഒന്ന് സ്വത്ത് നോക്കിടാറ്. ഒരു ഹസബി, അവളുടെ തറവാട് നോക്കിടാറ്. അപ്പടപ്പാറ്. ഒരു ജമാലിഹ, അവളുടെ ചന്ത നോക്കിടാറ്. ഒരു ദീനിഹ, അവളുടെ മതം നോക്കിടാറ്. ലാസ്റ്റ് സ്വത്ത് ഇങ്ങനെയല്ല അവിടെ ഉള്ളാറ്. പക്ഷെ മങ്ങിലാവുമ്പോ ഫസ്റ്റ് പെണ്ണ് ഉമ്മ എല്ലാവരും നോക്കണേ. എങ്ങനെപ്പാ ഇവിടെ കൊമ്പന്നിട്ട് എന്തെങ്കിലും ഉണ്ടാ 10 പോണെങ്കിൽ ഇടുവാറാ. ഇപ്പോൾ 1 പോണിക്ക് ഉള്ള ചിലരായില്ല 10 ഇടുവാറാ. നീക്ക് അവകെട്ട് ഉപയോഗിക്കേണ്ട എത്ര ഞങ്ങളെ തവക്കുൾ കുറഞ്ഞു പോയിട്ട് ನನ್ನ ಔಟು ಬಣ್ಣಕ್ಕೆತ್ತ ಪೆಣ್ಣಿನ ಅಲ್ಕುಡುಳ್ಳ ಬಂಗಾರ എടുത്തിട്ട് അവകെട്ട രതികേടുന്ന കൊണ്ടാ മങ്ങിലാവ് പപ്പ ചൊല്ലങ്ങനെ ഉമ്മ ചൊല്ലങ്ങനെ തവക്കുൽ പറഞ്ഞു പോയിട്ട് ഞങ്ങളെ തവക്കൽ രക്ഷ മാത്ര ഔത്തുലെന്തോ മാത്ര തവക്കൽ അളവുക കൽബിലില്ലേ. ഈ സെക്കൻഡിലും എപ്പോഴും നമുക്ക് റിസ്ക് തന്നെ എൻ്റെ റബ്ബ് മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. എൻ്റെ ഒട്ടി ഒരാൾ വന്നിട്ട് ഉസ്താദ് മങ്ങിലായി എൻ്റെ മറുപോൾ പറഞ്ഞു 1 പൗൺ ബംഗാരില്ല 1.5 പൗൺ ബംഗാരില്ല. നല്ല വിഷയമല്ല പഠിച്ചോന്നണ്ട. വാൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി. നല്ല ദീനുള്ളെങ്കിലത്തെ പെണ്ണിട മങ്ങിലാവടാ പൈസ ഭിന്നമുണ്ട്. ഖുർആനാണ് ഇതുകൊണ്ടുള്ളത്. അതുകൊണ്ട് 10 പൗൺ ബംഗാരി രൂപ 20 പൗൺ ബംഗാരി രൂപ അവൾക്ക് കിബില പറയാൻ ಗೊತ್ತಿಲ್ಲ, നിസ്കരിക്കുക അവൾക്ക് തെരിയാതെ, എന്നവൾക്ക് ಗೊತ್ತಿಲ್ಲ. അവൾക്ക് ഡിഗ്രി ഉണ്ട്, ഡിഗ്രിയുടെ മേൽ ഡിഗ്രി ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഇത്ര ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദീനും ചൊല്ല ബോധമേ ഇല്ലാത്ത പെണ്ണിടെ ನನ್ನ ಔತು ಬಚ್ಚ ಬಂದಿಲ್ಲದ ಇಬ್ಲೀಸಲ್ಲೇ ನನ್ನ ഏറ്റവും മോശപ്പെട്ട അവായി മാറില്ലേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊന്നും ഉമ്മമാർ ശ്രദ്ധിക്കണ എങ്കെത്ത വിഷയ. ನನ್ನ ഔtu ಬಂದೆಂಗೆತ್ತ പെണ്ണ്, നന്റെ നക്ക് കിട്ടെങ്കെത്ത പെണ്ണ് ആണ്. അത് ദീനുള്ളെങ്കെത്ത പെണ്ണ്, ദീനുള്ളെങ്കെത്ത ആണ്. ആ ആണ്ടൊട്ടിಗೆ നല്ല കാറുണ്ടാ, അവനൊരു അരമന ഉണ്ടാ, ബംഗ്ലാവ് ഉണ്ടാ. ആ ബംഗ്ലാവ് കൊണ്ട് എന്തായിട്ട് നാളെ വരച്ചെങ്കിൽ ഈ ബംഗ്ലാവിടെ നിനക്ക് പുറത്തു പോകാവൂടാ, കാറ് പുറത്തു പോകാവൂടാ. പള്ളിയിലെ ജാറില് ഔദുര മുട്ട കെട്ടി എനിക്കെത്ത മയ്യത്ത് കെട്ടില്ലാണ് നന്റെയും ഓന്റെയും നിങ്ങളെയും ഞങ്ങൾ എല്ലാരെയും പുറത്തോട്ട് കൊണ്ട് നന്റെ ഒരു കാറും കൊണ്ടില്ലേ. ഈ ബോധം മനുഷ്യനില്ല. മനുഷ്യൻ അഹ്ലുൽ കഹ്ഫിനെ പോലെ വരങ്ങിപ്പോയിടാണ്ട. അഹ്ലുൽ കഹ്ഫിനെ പോലെ സ്വാലിഹീങ്ങളാണ്, കുറച്ച് വർക്കത്തിലാ ചൊന്നെ വരങ്ങിപ്പോയിടാ. മനുഷ്യൻ അവൻ ഉണരില്ലേ. വരങ്ങിട്ടുള്ള ഉണർന്നിട്ടുള്ളാണ് ചെല്ല, പക്ഷെ വരങ്ങിട്ടുള്ള
അപ്പൊ ഞാൻ ചെന്നത് പെണ്ണിടെ 4 കാര്യത്തിൽ വേനായിട്ട് മങ്ങിലാവുള്ളൂ. ഒന്ന് ലിമാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ ചൊന്നിട്ടു ഫൽഫർ ബിലാത്തിൽ മാലന്തല്ല സ്വത്തുള്ള പിടിച്ചിക പാണ്ട് ചൊന്നില്ല. ഫൽഫർ ബിലാത്തി ദീൻ, ദീനുള്ള പെണ്ണിടെ നീ അർത്ഥ പറഞ്ഞു. ദീനുള്ള പെണ്ണിടെ അർത്ഥ വന്നില്ലെങ്കിൽ നീ നാശാവൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു സമ്പത്ത് നശിപ്പിക്കട്, സൗന്ദര്യം നശിപ്പിക്കട് ഉള്ളേ അതിപ്പോ 2-4 കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് തോന്നുന്നു ഞാൻ വേണ്ടി ചന്തത്തവൾ എൻ്റെ മാപ്പിള എന്തെങ്കിലും പോരാന്ന് ചോദിച്ചോളൂ. പിന്നെ അവൾ വേറെങ്ങളെ നോക്കുവാതെ എല്ലാവരും വിഷയം ഇങ്ങനെ അല്ല ചോദിച്ചത്. പൊതുവെ ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കും. ദീന്റെ നാണി എവിടെ വലിച്ചെറിഞ്ഞ അവിടെ ഞാൻ നശിക്കട എന്താ ചോദിച്ചോണ്ടേ. അപ്പൊ നല്ല മതബോധമുള്ള ആണാവണം, മതബോധമുള്ള എനിക്കെത്ര പെണ്ണാവണം. നല്ല മോളുടെ ഒട്രാസിക്ക് ഒട്ടുവാട്ടി കൊടുക്കടല്ല. ഒരു പക്കം ഞാൻ വായിച്ചിട്ടിന്നെ ഒരാള് പെൺകെട്ട് ബന്ധവുമായിട്ട് വന്ന് നിങ്ങളെ മോളിലെ നമുക്ക് മങ്ങിലാക്കി തരണോ. അപ്പൊ ഇയാൾ കേട്ടെന്തുകൊണ്ടുള്ള ഒരേ ക്വസ്റ്റൻ നിക്ക് കാറുണ്ടാന്ന് കേൾക്കില്ല, നിക്ക് വഴിപാട്ടുണ്ടോ ബിസിനസ് ഉണ്ട് എന്തും ഞാൻ കേൾക്കില്ല. പിന്നെ നിന്റെ ഞാൻ പത്ത് പക്ഷെ നക്ക് കേൾക്കുള്ളേ കിടാവും. സുബഹിസ്കാരത്തെ ബാങ്കത്ര കണ്ട് എനിക്ക് ಗೊತ್ತುಂಟು. സുബഹിസ്കാരം എപ്പോൾ വരണ്ടേ എന്ന് ಗೊತ್ತಿಲ್ಲ. എനിക്കുണ്ട് ಮೂರು ಅಭಿಷೇಕ ಗೊತ್ತಿಲ್ಲ. 8 ಗಂಟೆ ಗಂಟೆ ಒಂದು ಸುಬೈಯುಂಡು ಗೊತ್ತಿಲ್ಲ. ಸೂರ್ಯ ಉದಿಕ್ಕಿರ್ತಿತ್ತು ವരെ നോക്കിയില്ല. വിശ്വാസ മാത്രമാണ് ഈമാൻകാരെ പോലെ. സൂര്യൻ ഉദിക്കുന്നു അത്രേ. സൂര്യൻ അസ്തമിക്കരുത് കണ്ട് സൂര്യൻ ഉദിക്കെടുക്കാൻ സാക്ഷിയായിട്ടില്ല എന്റെ മക്കളെ ഉള്ള ചാവ് 2 ഗಂಟೆಗೆ അവരുടെ സുബൈക്ക് എനിക്ക് 8 ഗಂಟೆ ഒഴിവുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം ഞാൻ ചെല്ലട്ട, ഞങ്ങളെ മുസ്ലിം ഉമ്മത്ത് വന്ന ഏറ്റവും വലിയ മോശം എല്ലാ മഹലിലും എന്തായിട്ട് ചൊന്നെങ്കിൽ ഞങ്ങൾ വർമ്മ ചാവ് ലേറ്റായിട്ട് വരുന്നത്. എനിക്കിടെ സുബൈക്ക് ലേറ്റ് അതല്ല ഇസ്ലാം. ഇസ്ലാം നം മുബക്കിറൻ കും മുബക്കിറൻ. നീ ಬೇಗ വന്നിട്ട് ಬೇಗ എണിക്കൊണ്ടാണ് ഇസ്ലാം പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി അതാണ്. സുബൈക്ക് ಬೇಗ എണിക്കണം, ജാവ് ಬೇಗ വരണുണ്ടല്ലേ ಟಾಕೋ ಏತೀರ. ಅപ്പൊ ಊಡೆ ಓಣು ಸುಬೈ ನಿಸ್ಕಾರത്തെ വാങ്ങുമൊത്തില്ല, നിസ്കാരവും ഒത്തില്ല. മറുപടി സിൽഅതി ഗാലിയ, നിന്റെ ഒത്തുള്ള ചെറുക്കുണ്ടല്ല അത് വിലമതിച്ച ചെറുക്കാണ്. അത് നിന്റെ പോർത്തുള്ള തറവുള്ളതല്ല. അതുകൊണ്ട് നിക്ക് ഞാൻ പെണ്ണുതണ്ടില്ല. മറുപടി അതാണ് സിൽഅതി ഗാലിയ, നിന്റെ ചെറുക്ക് അത് ഭയങ്കര മഹത്വമുള്ളതാണ്. അപ്പൊ ഞാൻ ചൊന്ന ദീനുള്ള പെണ്ണാവണോ ദീനുള്ള ആണാവണോ. നിസ്കാരം മറക്കടം കെട്ട ആളാവോ തീര. ഇതെല്ലാവരും അച്ഛനാക്കണം. എനിക്കെത്ത വിഷയ സന്തോഷത്തിണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് മറക്കട നിസ്കാരം ഉണ്ടാ. മങ്ങിയത്ത് മുങ്ങൾ പെണ്ണുക്ക് മേക്കപ്പ് ആക്കോ ശുരുവാക്കിയാറ്. നന്റെ പെണ്ണുകളെ മങ്ങിയത്തപ്പോ അവർക്ക് കുറെ മാറുന്നാറ്. അത് ചൊന്നാറ് ജനനാളി കടത്തോളൂ മേക്കപ്പ് ആക്കാൻ. മേക്കപ്പ് ആക്കി പിന്നെ തണി തുടങ്ങില്ലോ ചർത്തുണ്ട്. തണ്ണി തൊട്ട് ഇതെല്ലാം പോണ്ടല്ലേ പൈൻറ്റ് കൊടുക്കണം. ഇത് പഠിച്ചു കൊടുത്ത പൈൻറ്റ് പോയി നിങ്ങൾ സുഹൃത്ത പൈൻറ്റ് എത്തി കൊടുക്കണം. സുഹൃത്ത പൈൻറ്റ് കൊടുത്ത കൃതക്ക പൈൻറ്റല്ലേ അതെന്തും എത്തിക്ക് പണ്ടില്ല ചോദിച്ചെങ്കിൽ ആപത്തിൽ പണ്ടില്ല. ഞങ്ങൾ അവർക്ക് പൈൻറ്റ് ആയിട്ട് ഇന്നലെ ചൊന്നാറ് പൈൻറ്റല്ല ആയിട്ട് നോക്കൂ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഔത്തുകളിലെ പൈൻറ്റ് ആവുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് പൈൻറ്റ് കൊടുക്കണമെന്നാ, ഞങ്ങൾക്ക് പൈൻറ്റ് കൊടുക്കണമോ, ഞങ്ങളെ നന്നാക്കുക. അവ ചന്തായിട്ടിപ്പ എന്താ ചന്ത കൊസി കൊസി അവിടെ ഓർമ്മ. അതേ സമയത്ത് ഞങ്ങളെ ചന്താക്കടവണാറ്, ഞങ്ങളെ സമാക്കടവണാറ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചൊല്ല പലക്കത്തിൽ ആരും ബേജാറാവുന്നല്ലേ നല്ല ശൈലിയാണ്. ഇതുകൊണ്ട് ഞാൻ ഒരാളെയും ഉദ്ദേശിക്കുന്ന നന്മ മാത്രമാണ്. നസീഹത്ത് മാത്രമാണ്, നന്മ മാത്രമാണ്. ഇതിലൂടെ 1 ഉറുപ്പ പൈസ ഞാൻ എടുക്കില്ല, എനിക്ക് അകത്യവുമില്ല, ഞാൻ വേണ്ട. ഞാൻ ചൊന്നുകൊണ്ടുള്ള നസീഹത്താണ്, നന്മ മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ഞാൻ ചെന്നത് നല്ല നിസ്കരിക്കലെത്ത ആണാവണം, നിസ്കരിക്കലെത്ത പെണ്ണാവണം. അപ്പൊ മഞ്ഞൾക്ക് പൊങ്ങൽ നിസ്കാരമില്ല, മഞ്ഞത്തിൽ പിന്നെ നിസ്കാരമില്ല, മഞ്ഞിൽ തണ്ട് നിസ്കാരമില്ല. പഠിച്ചോന്ന ഏറ്റവും കൊസിതന്റെ നാൾ മഞ്ഞിലത്തെ നാൾ. ಹಂದು ನಾನು ಪಡಚೋಂದ ಮರಕಡೆ ಜೊತೆ ಎತ್ತರವಿನ ಮುಸೀಬತ್ತೆയും ಅವರು ವಲಾ ತಜಿದು ಅಕ್ಸರಹುಂ ಶಾಕಿರೀನ್. ഖുർആൻ ചൊല്ലുന്നു അങ്ങൽ കുറെ ആൾമാർ നന്ദിയില്ലാത്ത നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പരിപാടി നന്ദിയില്ലാത്ത സൈസാണ്. അവൻ നിസ്കാരമുണ്ട, പെണ്ണുകൊണ്ട നിസ്കാര, ആണ് നിസ്കാരമുണ്ട, ഔത്തരന്റെ നിസ്കാരമുണ്ട, ഈ മഞ്ഞത്തെ ഗൗതിയിൽ നിസ്കാരമുണ്ട. സന്തോഷത്തെ ടൈമുൾ നന്റെ റബ്ബിനെ ഞാൻ മറന്നല്ലേ. ഈ സന്തോഷത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാണ്ടാക്കൂ നന്റെ റബ്ബുക്ക് സാധ്യമാണ്. ഞങ്ങൾ ഞാൻ ഈജിപ്റ്റ് പോയപ്പോ ഫിറൗന്റെ മുട്ട ഞങ്ങൾ പോയ ഫിറൗന്റെ മുട്ട പോയപ്പോ ഞാൻ ആരെ നോക്കിയത് ഫിറൗന്റെയാണ്. ഫിറൗനും ചെറുതാറ് അല്ലാഹു അല നോക്കുണ്ടായിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറെ നോക്കി നിന്ന് അങ്കാത്ത മലക്കിട്ടാണ് ഫിറൗ മലൻകരി ഇങ്ങനെ കിടന്നതാ. ഞങ്ങൾ മിസ്ർ ഡയറി ഷാപ്പ് 4 6 താരീഖ് ഞങ്ങളോട് പ്രോഗ്രാം ഉണ്ട്. ഉറുദ വാർഷികം നിങ്ങളെ ദർസ് വാർഷികം എല്ലാവർക്കും പറഞ്ഞു. അണ്ട് ഞങ്ങൾ ഈജിപ്റ്റ് ഡയറി ബുക്ക് വിടുകലാവും ഇൻഷാ അല്ലാഹ്. എതുപാട്ട് ഞാൻ ചെന്നത് ആ ഫിറൗന്റെ ഞാൻ ഇങ്ങനെ കുറെ നോക്കിയ ഓണ ഇത്രയും അഹങ്കാരം. ഖുർആൻ ഫസ്റ്റ് പിടിച്ച് ലാസ്റ്റ് അവരുടെ ಬಗ್ಗೆ ഉണ്ടിത്തല്ലേ എത്ര പൊക്കാണ് ചെന്ന ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്. ഭൂമിയിൽ വലിയ അഹങ്കാരിയായ പമ്പായ എന്തെല്ലായ പക്ഷേ എന്നും ഒരു ബെല്ലണക്കു സത്യമാണ്. കാരണം
എന്റെ റബ്ബുള്ള എല്ലാത്തെയും മേൽ നിയന്ത്രിക്കലൊരു റബ്ബുള്ള ഒരു തലകുത്ത് വന്നങ്ങവൈ ഒരു പല്ലു നൊമ്പല വന്നങ്ങവൈ എന്നെ നശിപ്പിക്കോ പറ്റുള്ളൂ സാധ്യമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് വരെ എത്ര വലിയ അധികാരിയാവട്ടെ, അവർക്ക് വായുസേന ഉണ്ടോ, അവർക്ക് ജലസേന ഉണ്ടോ, അവർക്ക് ഭൂസേന ഉണ്ടോ, എല്ലാ പ്രൊട്ടക്ഷൻ കാൽമാറുള്ള. പക്ഷേ ഒരു തലകുത്ത് വന്നെങ്കിൽ ആ പ്രസിഡന്റതെല്ലാം തീർത്ത് ആ PM ഒരു പല്ലുകുത്ത് വന്നിട്ടുണ്ടായി അവൻ്റെതെല്ലാം തീർത്ത് അഹങ്കാരികൾക്ക് പാഠമായിട്ട് ഫിറൗണ്ട് അല്ലാഹു വെച്ച ഫിറൗണ്ട് മാത്രം നോക്കണമെന്നില്ല. മഞ്ഞത്തെ നാളിൽ അഹങ്കാര കാട്ടുന്ന നന്റെ ഫിറൗനിയത്തുണ്ട്. ഫിറൗൻ പണ്ട് ചത്രണ്ടായിരുന്നു. ഫിറൗന്റെ ഗുണങ്ങൾ അന്ത്യനാൾ വരെ ഇക്കരുത്. അതുകൊണ്ട് അഹങ്കരിച്ചാണ്ടായിരുന്നു മനുഷ്യൻ പോണ്ട, ഇല്ലാണ്ടായി പോണ്ട, നാശായി പോണ്ട. അതുകൊണ്ട് ദിക്റ് നിസ്കാരങ്ങൾ മറന്നു പോകുക. എന്നിട്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, മങ്ങിൽ തണ്ട് ജാവൂ പെണ്ണൊരൊട്ടിയെ വീട്ടു കൂടുമ്പോൾ ദിക്റുകൾ കൊണ്ടല്ലേ ആ ദിക്റ് പേര് കെട്ടി കൊണ്ടാറ് ആറ് മങ്ങിൽ നിസ്കാര കവാക്കടവനെ ദിക്റെത്തി കൊണ്ടോ. ഞാൻ പലപ്പോഴും ചെന്ന പോലെ നിസ്കരിച്ചിട്ടില്ല, അവൾക്ക് ദിക്റെത്തിയില്ല. തലകെട്ട് മാത്രം കെട്ടോ കീഴെല്ലാം ഒപ്പണം ഞാനുണ്ട്. തലകെട്ട് ഒരു കണ്ട നിന്നിട്ട് കെട്ടി ആ നോട്ട് പെണ്ണോട്ട് തല സമാക്കോ കണ്ണെട്ട് മുന്നിൽ നിന്നിട്ട് കീഴെല്ലാം ഒപ്പണം. യാറൊപ്പി നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. അതുണ്ട് ഇതുണ്ട്, കുറെ ഭയങ്കര പ്രോഗ്രാമുകൾ എല്ലാം ഉണ്ട്. പക്ഷെ ലൈഫേ സമയമില്ല. പെണ്ണൊട്ടിയ സമയമില്ല, അപ്പഴൊട്ടിയ സമയമില്ല, സ്വഭാവ സമയമില്ല, അർസ വന്നോണ്ടിക്കടെ, ബട്ടി എടുത്തോണ്ടിക്കടെ, കട്ടോണ്ടിക്കടെ, ഇങ്ങനത്തെ ഭർത്ത്. അതേ സമയത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ സഫർ. ഇതുകൊണ്ട് എന്താ ലാഭം? ഇതെങ്ങനെയാണ് ചോദിച്ചെങ്കിൽ തലകെട്ടല്ല ചന്ത കെട്ടിട്ട് കീഴെല്ലാം ഒപ്പണം. ഇതാണ് ഇന്ന് ഞങ്ങൾ ആക്കടാണ്ടായ മുസീബത്തല്ലേത്. സുന്നത്തായ കുറെ കാര്യങ്ങൾ എടുത്തിട്ട് ഫർദ് വിട്ടിട്ട് കാര്യമുണ്ടാ. മഞ്ഞിൽ തന്നെ നിസ്കാരം നിർബന്ധമല്ലേ, അത് ഞാൻ വിട്ടില്ലേ. എന്നിട്ട് ഗൗജിൽ ദിക്റ് പോയിട്ട് എങ്ങനെ വട്ടിട്ട് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന കിടവ് ശൈത്താൻ കൂടെ ഉദികളല്ലേ. ആ കിടവ് കൂടി വിപ്പയില്ല. ഞാൻ നിസ്കരിച്ചിട്ടേ ഇല്ല, ഓളും കൂടി നിസ്കരിച്ചിട്ടില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ ഐക്യമേ. സുബൈക്ക് രണ്ടാളും ഐക്യമേ, സൗഹാർദ്ദ. അവനും എനിക്കില്ലേ, ഓളും എനിക്കില്ലേ. എന്ത് തല വെച്ചില്ലേ 10 ഗಂಟೆ കുറിച്ചമയോ എന്ത് തൊന്തരമേയില്ല. പ്രായത്താൾമാരൻ കണ്ണുകൾ മണ്ണിട. പക്ഷേ പഠിച്ചോളി ഇതെല്ലാം ഒന്നോളി ഞാൻ ഉണ്ടാക്കില്ല. എന്നൊക്കെ പുള്ളി നിർബന്ധമാണോ ഞാൻ നിസ്കരിച്ചില്ല, പഠിച്ചോണ്ട് പോകത്തില്ലേ. അപ്പൊ ഓരോ ഐക്യം നാം ഐക്യം അൽഹംദുലില്ലാ. ഈ വിഷയത്തിൽ നിങ്ങൾ രണ്ടാളും സേമേ. എന്നിട്ട് ദിക്റ് ശൈത്താന്റെ ഓടുവാട്ടമോ. അപ്പൊ ഞങ്ങൾ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ചെന്ന് ശൈത്താൻ ദൂരെ നിന്ന് നോക്കണോ നിങ്ങളുടെ അവസ്ഥയില്ല. ഓ ഇതിപ്പ ഭാര്യ ദിക്റ് ചെന്നുകൊണ്ടുള്ള ഞങ്ങൾ ഓടുവാട്ടോ അവൻ ചെല്ലവുള്ള ദപ്പ നന്റെ ഇവിടെ നീ ഓടുവാട്ടെ നന്ദിയെ വെട്ടി കൂടേ എത്ര ദിക്റ് ചൊല്ലിട്ട് കാര്യം നണ്ടായിട്ട് വലിയ ശൈത്താൻ മാറിഞ്ഞല്ലേ. എന്തേ നിങ്ങൾ നിസ്കരിച്ചാറാ? നിങ്ങൾക്ക് ഊറുണ്ടാ, നിങ്ങൾക്ക് സുവയുണ്ടാ, ഇനി നാളെ നിങ്ങൾക്ക് സുവയുണ്ടാ. നണ്ടാട്ടി വലിയ ശൈത്താൻ മാറും നീങ്ങ. അതുകൊണ്ട് ദിക്റ് ചൊല്ലിട്ടൊന്നും പരിപാട്ടണ്ട, ശൈത്താൻ ചൊല്ല കറക്റ്റത്. ഞാൻ ചൊന്നത് ദീനീയത്തായ ആണാവും ദീനുള്ള പെണ്ണാവും എത്ര നല്ല വിഷയ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ ആ രൂപത്തിലാക്കി തരുമാറാവട്ടെ. അതുപോലെ പ്രേമവിവാഹം വളരെ നാശാണ്. പ്രേമിച്ചിട്ടാണ് ഇതിന്റെ അധികാരമായ വിവാഹം. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്, ഞങ്ങളുടെ മക്കളെ കാക്കട്ട്. ഞങ്ങളുടെ മക്കളെ വിഷയത്തിൽ ചൊല്ലുകൊണ്ടില്ല. കാലം അങ്ങനെയാണ്, ദുനിയാവ് അങ്ങനെയാണ്. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. ഏതോ റോഡ് സൈഡിൽ പോകുന്നതിന്റെ പെട്ടൊട്ടിയെ ചേകൾ ഓടിയ പോയ പോലെ ചേകൾ ഏത് പെട്ടാവും അതുപോലെ കണ്ടുള്ള വേക്കുള്ള ഒരു ചിരിച്ചാറും ചൊല്ലപാടെ വേക്കിൽ പോയിട്ട് പിന്നെ അപ്പ വേണ്ട പിന്നെ വേണ്ട. പ്രേമ വിവാഹം എഴുതി വെക്കുന്ന വിഷയം 99% നാശമാണ്. അത് സർവനാശമാണ്. മാത്രമല്ല അതിൽ ഒരു നെമ്മതിയിലില്ല. മഞ്ഞിലാവടത്തോളം കൊസി മഞ്ഞിലായ പിന്നെ കളട്ടെ അങ്ങനെ മഞ്ഞിലായ പിന്നല്ലേ കൊസി മഞ്ഞിലാവടത്തോളം കളട്ടെ ತೊಂದರೆಯಿಲ್ಲ. മഞ്ഞിലായ പിന്നല്ലേ കൊസിലിക്കണേ. പ്രേമ വിവാഹം മഞ്ഞിലാവടത്തോളം കൊസി എന്തോ ചക്കര ദുനിയാവും ഇങ്ങനത്തെ ഇല്ലാണ്ട് പേരിക്കണു. യാറൊಬ್ಬി മഞ്ഞിലായിട്ട് 10 നാളായിട്ടേക്കോ ഡൈവോഴ്സ് വന്നെങ്കത്ത പല കേസിൽ അവൻ ഇങ്ങനെ ബാലക്കാരം കൊണ്ടുമ്പോ പിന്നെ വന്നിട്ട് ഞാൻ കേൾക്കേ ഇങ്ങനെ മഞ്ഞിലായിട്ട് ചെല്ലുമ്പോ 7 വർഷം ലവാക്കി മഞ്ഞിലായിട്ട് വസ്താ നോക്ക. അതേ ഭിത്തി തന്നെ കൊയ്യൂതും ചെന്നല്ലേ സംഭവിക്കരുത്. അള്ളാഹു ഞങ്ങളുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പെണ്ണ് കാണുന്ന വിഷയം ഞാൻ ഒഴിപാട്. പിന്നെ ചീന്ത് പെണ്ണ് കാണുന്നത് സുന്നത്തിന്റെ ഞാൻ ചൊന്നേ. ഇനി പെണ്ണ് കണ്ടില്ലെങ്കിൽ മയ്യത്തിലൊന്നും തൊന്തരയില്ലാവും. അപ്പച്ചെന്തുള്ള വന്നിട്ട് മുന്നരെല്ലാം അങ്ങനെ ആയിട്ടില്ലേ അപ്പച്ചൊന്തോടൊരു പെണ്ണുണ്ടുള്ള എൻ്റെ മോൾക്ക് മങ്ങിലാക്ക എൻ്റെ മോൾക്ക് മങ്ങിലാക്കടേ ഒക്ക അപ്പച്ചൊന്നേ തൊന്തര എന്തില്ല. അപ്പൊ കൈ നീട്ടിയ മങ്ങിലായിട്ടായിട്ട് ഒരു പെണ്ണിടെ നോക്കിയിട്ടേ ഇല്ല. ആരെങ്കിലും വന്ന് ചെറുവാറോ കറ നീക്ക് അവരാട്ടി മുന്നൽ നീ പെണ്ണിടെ നോക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് നിന്നെ മങ്ങില സമാധാനം ആരും ചെല്ലാറ. കാരണം പെണ്ണ് നോക്കോ സുന്നത്താണ്, കട്ടായമായ അഞ്ചേ ഉള്ള അത് സുന്നത്തായി. അപ്പൊ അങ്ങനെ പിന്നെ വലിച്ചിട്ട് കേട്ട അനാചാരങ്ങൾ നോക്കുന്ന എൻഗേജ്മെന്റ് പേരിൽ നഊദുബില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാതരി വിവാഹ അഭിയാനാക്കളായി ബന്ധുച്ചോന്ന് ഏതോ കുറച്ചാൾമാർ മാത്രമല്ല ആക്കടേ. ഇത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാക്കട.
അതുകൊണ്ട് അറിയാൻ വെക്കണായി വേണ്ടേ. ഇത് ഏതോർത്ത മൂലം തെച്ചമാക്കലല്ല, ഇത് ഹാജാർമാറും ആക്കിടാറ്, പഠിച്ചെങ്കിലത്തെ ഉസ്താദുമാറും ചിലപ്പാക്കുവാറ്, കൊണ്ടുള്ള നല്ല ഐക്യത്തിലാക്കിടാറ്. അതുകൊണ്ടാണ് ഈ അഭിയാനാക്കണായി വന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻഗേജ്മെന്റിന്റെ പേരിൽ തുടങ്ങി തൗട്രമേ ഒരു ഹലാല് കൊണ്ട് തുടങ്ങണായിക്കത്തെ നിലനിൽക്കണായിക്കത്തെ ഒരു തലമാറും ഹറാമ് കൊണ്ടേ കുട്ടിയടിച്ചിട്ടവിടെ എൻഗേജ്മെന്റ് ആക്കോ ഹറാമത്തല്ല ഞാൻ ചൊന്നേ. എൻഗേജ്മെന്റ് മങ്ങില ഫിക്സ് ആക്കടേ അല്ലേ? ഓക്കെ. പെണ്ണിടെ കുറച്ചാൾമാർ ആണിടെ പാർട്ടിയുടെ കുറച്ചാൾമാർ തെറ്റിട്ട് ഫിക്സ് ആക്കട്ടോ, അതെല്ലാം വേണേ, അതെല്ലാം ഇഷ്ട വിഷയ, അതെല്ലാം നടക്കരുത്. അതുകൂടെ ക്ലാസ് എടുത്തില്ലെങ്കിൽ നടക്കണമെങ്കിലത്തെ വിഷയ. പക്ഷേ പെണ്ണ് നോക്കണതിന്റെ പേരിൽ എൻഗേജ്മെന്റിന്റെ പേരിൽ ഓണും അവളും ഒട്ടികളുണ്ടാവും. നോക്കുന്നത് മാത്രമാണ് സുന്നത്ത്. നോക്കിയിട്ട് അവർക്ക് ആയിരുന്നു പിന്നെ അപ്പപ്പ പോയിട്ട് നോക്കില്ല. ഞാനവിടെ ദീൻ മുണ്ടി കൊണ്ടുള്ളതെല്ലാം ഹറാമാണ്. ഹറാമുടെ സരണി വെച്ചിട്ടാണ് നാം മങ്ങിലത്ത് കൊണ്ടേ. നീ വിചാരിച്ചാറാ ഞാൻ വിചാരിച്ച് മങ്ങിലത്തെ മുന്നത്തെ മൗലി തോന്നിയപാടെ ഇതെല്ലാം കൽകിടേണ്ടി വിചാരിച്ചാറാ? ഒരിക്കലും കൽകില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മങ്ങിലത്തെ മുന്നത്തെ മൗലി സുബൈച്ചപാടെ അവർ കുർത്ത ഓഹോ ഞാൻ ആക്കിയത്തെ ഹറാം അൽ ഇസ്ലാം യഹദിമുമാക്കാന കബല ചെന്ന പോലെ ഇതിക്ക് മുന്നോട്ട് ആക്കിയതെല്ലാം ഈ മൗലികളൂടെ പൊണ്ണി വൈത്തേരിയുള്ള ഭാര്യ നല്ല വിചാരിക്കണ്ട. ഞാൻ വെട്ടിക്കല സ്വർഗത്തിലേക്കട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചെന്നത് എൻഗേജ്മെന്റ് രണ്ട് അതാ ആണും പെണ്ണും മുട്ടിയത് അതൊരു വിഷയമേ അല്ല. നമുക്ക് അപ്പൊ വിഷയമല്ല, ഉമ്മക്ക് വിഷയമല്ല, കൂടെ ഉള്ള ആൾമാർക്ക് വിഷയമല്ല. ഒരു കൊസി ഫോട്ടോ എടുക്കടേ, വീഡിയോ ആക്കടേ, ഒട്ടി എണ്ണിപ്പാട്ടേ, പിന്നെ വീഡിയോത്തോണർത്തുള്ള ഞങ്ങൾ ബുക്കാക്കിയിട്ടുണ്ടെങ്കിൽ അവന് എല്ലാം ഹലാലാണ്. ഒരു ഹറാമുമോണില്ലല്ലേ അവന് എവിടെയും വേണമെങ്കിൽ പോവാ. ഞാൻ ഇപ്പൊ കുറെ നോക്കിയേ, അവൻ പണ്ട് ഔത്തറെടുക്കമേ പത്രേ പെണ്ണിങ്ങളെടുക്കട ആടെ പെണ്ണെടുക്ക എന്റെ ഹല്ലല്ലാടക്ക നിക്കുന്ന എല്ലാ ഹലാലാക്കി തന്നറാ. ഭയങ്കര എല്ലാ ഹലാലാണ്, ഒരു ഹറാമുമില്ല. അപ്പൊ ഇവിടെ അങ്ങനെ ഇത് ഒട്ടിಗೆ നോക്കിയിട്ട് എന്നിട്ട് ഈ ആ ചോക്ലേറ്റ് ഘോഷയാത്ര ഉള്ളൂ. ഘോഷയാത്രയാണ് പുറത്തോട്ട് പോകേണ്ടതല്ല. ഇന്ത്യയിൽ അമുസ്ലിമീങ്ങൾ വരെ ആക്കാത്ത അനാചാരാണ് ഇന്ത്യ ഏറ്റവും നല്ല കുന്തും ഹൈറ ഉമ്മാൻ ചൊന്ന മുസ്ലിം ഉമ്മത്താക്കിക്കൊണ്ടുള്ളേ. എന്നിട്ട് നിങ്ങൾ ദുആക്ക് ഉത്തരകിട്ടുള്ള നിങ്ങളെ നിങ്ങൾക്ക് സമസ്യയുള്ള ഇലായവുമിൽ ഖിയാമ സമസ്യ തീരാതെ എന്തേ ഞങ്ങൾ നന്നാവാത്ത കാലത്തോളം ഞങ്ങൾ ബദലാവാത്ത കാലത്തോളം ഈ ദുആത്തിന് എന്താണ് അർത്ഥമുള്ളേ? ഞങ്ങൾ എന്റെ റബ്ബിടല്ലേ കളിയാക്കിക്കൊണ്ടുള്ളേ, ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഞാൻ തമാശാക്കിക്കൊണ്ടുള്ളേ. പിന്നെ എവിടെയാണ് എന്റെ ദുആക്ക് ഉത്തരം കിട്ടുക? സഹോദരന്മാരെ, ഘോഷയാത്ര ഇത് ചോക്ലേറ്റ് ഘോഷയാത്ര അവിടെ പിന്നെ എന്തെല്ലാമാണ് നടക്കുക. ഒരാൾ നല്ലൊട്ടി വന്നിട്ട് റൂമിൽ വന്നിട്ട് മൊബൈലില് ഫോട്ടോ ഉണ്ട്, ആരെ ഫോട്ടോ വന്നില്ല ഏതാ മോൾക്ക് എൻഗേജ്മെന്റ് അവിടെ ഫോട്ടോ ഓൺ പാട്ടി പാട്ടി ചോക്ലേറ്റ് കൊമ്പുണ്ട് ಅದೆಲ್ಲ ಗೌಜಿಲ್ ಕೊಸಿಲ್ ಕಾಟ್ರೆ ನೋಡ್ಕೊಳ್ತಾ ತೀರ್ವಾಗ ನೀವು ಕಾಟಿಯೊಂದಪ್ಪು ಒಂದು ಎಲ್ಲವರಿಗೆ ಹಾಕಿಯೊಂದು ಇದೆಲ್ಲ ಇಪ್ಪ കോമൺ അല്ലേ അത്രയും അവൻ ഞങ്ങളൊരു ബനു ഇസ്രായേലിന്റെ കാലത്ത് ജീവിക്കുന്ന പോലായ ഞങ്ങൾ ഏതോ കാലത്ത് സഹോദരന്മാരെ, പിന്നെ അവൻ അങ്ങനെന്തായിട്ടും ചൊന്നെങ്കിൽ ഓണെന്തു കാവലാണ്ടായിട്ടോ ഇതെല്ലാം കോമൺ അല്ല, സർവ്വസാമാന്യല്ലേ, എന്തും ತೊಂದರೆയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥകളാണ് എത്തിയുള്ളൂ. അവ കൂടമേ അനാചാരങ്ങൾ തുടങ്ങിയിട്ട് അത് ഇല്ലാണ്ടാക്കുവാൻ സാധ്യമാവുന്നു. ഇവിടെ ഇപ്പൊ വന്നതാറല്ലേ പാണിങ്ങുള്ളാറ് പെണ്ണിങ്ങുള്ളാറ്. ഇതിൽ മക്കൾ മഞ്ഞിന സട്ടായങ്ങാരങ്ങളുള്ളാറ് ഇല്ല, ആറില്ലേ? എല്ലാവർക്കും കൈയെത്തുന്ന പാതി കൈയ്യിൽ ആവില്ല. ഇങ്ങനെ സട്ടായങ്ങാവില്ല എന്നല്ലേ മങ്ങില മുട്ടത്തിലാവുള്ള അങ്ങനത്തെ കാരങ്ങളുള്ളാറ് അല്ലേ പെണ്ണിങ്ങൾക്കും പറഞ്ഞിട്ടാണ്. അപ്പൊ ഞങ്ങളൊരു പ്രതിജ്ഞ ആക്കിയിട്ട് പോവാം, നന്റെ മോളിലെ മങ്ങില നന്റെ മോളിലെ മങ്ങില എന്താണോ ഇസ്ലാം ചൊന്നില്ല ശരീഅത്തിൽ അങ്ങനെ ഞാൻ ആക്കടേന്ന് സാധ്യത സാധ്യമാണ്. അള്ളാഹു തൗഫീഖ്. അപ്പൊ ഞാൻ ചൊന്നത് ഈ ചൊന്ന അനാവശ്യം ഞാൻ പറ്റിയിട്ടേ നന്റെ മോളിനെ നാളെ നാശാനാക്കിക്കൊണ്ടുള്ളൂ ഇതിലൂടെ. പിന്നെ അത് 28 58 എന്ന് ചൊന്നു വെളിപ്പാട്ടുണ്ട ദീനും ചൊന്നെങ്കിൽ ഇനി ഒരു 10,000 വർഷത്തോളം ഇവിടെ ദുനിയാവ് ഉണ്ടുണ്ടായെങ്കിൽ നബി ഒന്ന് ആരത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നിക്കത്തെ സന്ദേശങ്ങൾ ഇനി 10 അല്ല 100,000 വർഷം ഇന്നെങ്കും അവിടത്തോളം മെയ്യാവുന്നത്. ഞങ്ങളുടെ നബി ഇന്ത്യക്ക് തീർന്നാളല്ല, അല്ലെങ്കിൽ 100 വർഷം തീർന്നു പോയെങ്കിലത്തെ ആളല്ല. മാകാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. അന്ത്യനാൾ വരെ വണ്ടിക്കത്തെ ആൾമാർക്ക് നബിയാണ് ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മോമിനാവണുണ്ടായെങ്കിൽ ഞാൻ ചൊന്നവിടെ അവൻ നിൽക്കണം. അത് വല്ലാത്തൊരു പലക്കല്ല നോക്കുള്ളൂ.
ഹത്തായക്കൂന അവാവും തബഅൻ ലിമാ ജിതു ബിഹി. നീ കേട്ടതാ ഈ ഹദീസ്. ഞാൻ ചൊന്നവിടെ ಅವನು ನಿಕ್ಕೋ ಅವರುಂಟಾಗ ಅವ್ನು ಮೂಮಿನ್ ಅಂತ ನಿಲ್ಸೋದು ಮಾತಾಡೋದು ಮೌನಿ ಓದಿಗೆ ಮಾತ್ರ ಮೂಮಿನ್ ಅಂತ ಅಲ್ಲ ಬೇರೆ ನಾನು ಪಳ್ಳಿ ನಿಸ್ಕೆರಿಸಿಗೆ ಮಾತ್ರ ಮೂವಿನ ಅದ್ರ ಬಗ್ಗೆ ಎಲ್ಲೆಲ್ಲ ಚೊಂದುಂಟುಳ್ಳೆ ಉಳು ಚೊಂದುಂಟುಳ್ಳೆ ನಾನು ಎಂದ್ರೆ ಚೊಂದರೆ ಅವಡ ನಿಕ್ಕು ಅವಡ എങ്കിൽ മാത്രമേ നിങ്ങൾ മുഅ്മിനീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങൾക്ക് വഴിപാട്ടി തന്നുകൊണ്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങൾ ഇല്ലാണ്ടാക്കാം. അതുപോലെ ഞാൻ വേഗ ചൊന്നിട്ട് നിപ്പാട്ടി കൊണ്ടുള്ള മങ്ങില ಬೇಗ ಹಾಕೊಂಡ മങ്ങില ಬೇಗ ഇപ്പൊ ഒരു പെണ്ണിന് സട്ടയിത്തും ಬೇರಿക്കാം സട്ടയിത്തുണ്ടായെങ്കിൽ ಬೇಗ പെട്ടെന്ന് മങ്ങിലാക്കാം. അതൊരു 1 വർഷം 2 വർഷം നീട്ടി വെക്കുന്നു തീരാ. അതിലൂടെ എന്തെല്ലാം മുസീബത്തിടക്ക് കൊണ്ട് ദണ്ടൊട്ടി 6 വന്ന് കേട്ടാറുണ്ടായി. ഞാൻ ചൊല്ലാം സഡൻ മങ്ങിലാക്കോ വേഗ മങ്ങിലാക്കോ സട്ടാക്കിട്ട് വെക്കണ്ട. അത് നല്ലതെന്തല്ല. 2 വർഷം 3 വർഷം സട്ടാക്കോ സട്ടാക്കടെ ഗൾഫ് പോയി പിന്നെ അവൻ വന്നിട്ട് മങ്ങിലാവും. ഇതെല്ലാം എന്തൊരു മുസീബത്തെല്ലാം വേണം. അതെല്ലാം പ്രത്യേക എന്തെങ്കിലും ഉണ്ടാക്കണം. പെട്ടെന്ന് മങ്ങിലാക്കാം. പിന്തിക്കണ്ടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിയിൽ മങ്ങില പെണ്ണ് നോക്കേണ്ട പിന്നൊരു ചടങ്ങുണ്ടല്ലേ മൊബൈൽ കൊടുക്കുന്നത്. എന്നാ ചൊന്നില്ലേ എത്ര കഷ്ടമാണ്. അത് ഐഫോണേ കൊടുക്കാനുള്ള ഫോൺ 300 രൂപ നയിക്കലുള്ള 500 രൂപ നയിക്കണേ. എല്ലാവരുടെ കയ്യിൽ ഐഫോണല്ലേ. എല്ലാ പെണ്ണുമക്കളുടെ കയ്യിൽ ഐഫോൺ ഉണ്ട്. അവർക്ക് നല്ല വിഷയമേ. ആ തന്നെ മാപ്പിള തന്നെ അവൾ നയിപ്പുണ്ട. അവൾ 1.5 lakh കടാക്കിയിട്ടാണ് കൊടുത്തത്. അപ്പൊ മുട്ടത്തിൽ ഞങ്ങളവിടെ സുമാറായ മങ്ങിലായിട്ട് എല്ലാവർക്കും ഒരു കൊസി പെൻഡിങ് എല്ലാം വന്നിട്ടുണ്ട്. കാട്ടു നോക്കണേ ഐഫോൺ ഞങ്ങളുടെ എല്ലാവിടെ ഉണ്ട്. ഞങ്ങളത് നോക്കണല്ലേ നിങ്ങളുടെ ഐഫോൺ അല്ലേ. ഐഫോൺ എല്ലാവരൊട്ടിಗೆ ഐഫോൺ ചെറിയ പെൺമക്കളൊട്ടിಗೆ ഐഫോൺ ആ തന്നെ ನನ್ನ മാപ്പിള തന്നെ 1.5 lakh ഐഫോൺ 1.5 lakh ബാങ്കിൽ കടാക്കിട്ട കൊടുത്തത്. അതുകൊണ്ടുണ്ട് അതിന് 1.5 lakh ബാങ്കിൽ കടാക്കി കൊടുത്ത അനുഭവം നല്ലൊട്ടിಗೆ ഒരാൾ ചോദിച്ചു. പാവത്തവും പെണ്ണ് ഫോൺ കൊടുത്ത 1.5 lakh പൈസ ഇല്ല ബാങ്കിൽ കടാക്കി കൊടുത്ത എത്ര വലിയ മുസീബത്ത്. പിന്നെ ഈ അതാ രസം. ഞാൻ കേട്ടെ ഇപ്പൊ ഇത്ര ധൈര്യത്തിൽ ഫോണെല്ലാം കൊടുത്തുതല്ലേ മങ്ങിൽ ആവണം തുറക്കുണ്ട. അതാരെ ഇന്നാലെ പോൾ മരിച്ചാലുണ്ടായെങ്കിൽ ഞാൻ മരിച്ചുണ്ടായെങ്കിൽ അല്ല ഇത് തപ്പിത്തുണ്ടായെങ്കിൽ ഞാൻ ചൊന്നിട്ട് എന്തല്ലോ ചനിക്ക് 1 വാരത്തെ കൊണ്ട് ഭയങ്കര തപ്പിത്തത്. പിന്നെ ഓനക്ക് എത്ര AC കഴിച്ച് ഐഫോണിക്ക് പോകോടാ എത്ര ചങ്കിയല്ലേ. കൊടുത്തതിന്റെ പേർക്ക് എടുത്തവണ്ടല്ലേ തുപ്പിയതിന്റെ പേർക്ക് എടുത്ത പോലത്തെ വിഷയല്ലേ. ഇതെല്ലാം വേണം. അതെല്ലാം ഞാനതാക്കിക്കട ഇസ്ലാമാണ്. എന്നിട്ട് ഇസ്ലാമിന്റെ ദൂരെ നിങ്ങൾ മൊബൈലമാർ ചെല്ലില്ല ഉസ്താമാർ ചെല്ലില്ല. എനിക്ക് വോയിസ് ആൾക്കാർ ചെല്ലിപ്പ മുട്ടത്തിൽ ഇന്നത് ഞാൻ കേട്ടത്. അതെന്തിനാ ചൊന്നെങ്കിൽ പെണ്ണത് ആണത് എന്തില്ല ചൊന്നെ ആണത് പെണ്ണ് കിട്ടിയോണ്ടില്ല. കറക്റ്റ് ആണത് പെണ്ണ് കിട്ടിയോണ്ടില്ല. ഇപ്പ അങ്ങനെ ആണ് അവർക്ക് കുറെ പൈസ ഇത് പെണ്ണ് കിട്ടില്ല. ഇതെല്ലാം ചൊന്നിട്ട് ഓൺ ലാസ്റ്റ് വന്നിട്ട് തലക്കിട്ടാരെ കൊണ്ടുണ്ട. ഇതെല്ലാം പള്ളിയിൽ ഉസ്താമാർ ചൊല്ലില്ല. ഞാൻ കേട്ട ഉസ്താമാർ ചൊന്നപാടെ സമാധാന ചൊന്നിനെത്ര നിങ്ങൾ സമാക്കിയാറ് എല്ലാം ഇവിടെ ഉസ്താദിന് മാത്രമാ ദഅവത്തിന് അധികാരമുള്ളേ. ഉത്തരവാദിത്വമുള്ളത് ഉസ്താദിന് മാത്രമാ. എല്ലാവർക്കും ദഅവത്തില്ല. റോഡ് സൈഡിലൊക്കെ കള്ളു കുടിച്ചുകൊണ്ടുള്ള പേരിക്കാം. അവൻ ഓടിയ പണ്ടേ പള്ളിക്ക് ഉസ്താദ് കൊടുത്ത കള്ളു കുടിച്ചുകൊണ്ടുള്ള അവിടെ ഞാൻ എന്താ പോലീസാ. അവനിಗೆ ഉത്തരവാദിത്വമാണ്. നീ സമാക്കണോ നീ ദഅവത്താക്കണോ. ദഅവത്ത് എല്ലാരെയും ഉത്തരവാദിത്വമല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇപ്പൊ ഞാൻ ചൊന്നത് ഇവിടെ ആണിങ്ങൾക്ക് പെണ്ണ് കിട്ടില്ല എന്ന് ചൊല്ലത് അവൻ വലിയ പമ്പോടെ അവനക്ക് രാഷ്ട്രീയത്തിൽ മേൽ പറഞ്ഞാണ്ട് അവനക്ക് ഒരു സ്ഥാനം കിട്ടുന്നുണ്ട്. ഓണ് സുലാഭ ഒരു വയസ്സ് വിട്ടേ അവനക്ക് സ്ഥാനം കിട്ടു. ಅವ ಬೇರೆ ಸಮುದಾಯದ ಕಾಳಜಿಯುಳ್ಳ ಸಮಾಜದ ಕಾಳಜಿಯುಳ್ಳ ದೊಡ್ಡ ಒಬ್ಬ ನಾಯಕ ಅವನು ಎಂದಿರಾಕ್ಯ ಸ್ವರ. ನಾನು ಚೊಂದ ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ എത്ര വട്ടം ചെന്നില്ല ഈ വിഷയ പല പക്കം ഞങ്ങൾ ചെല്ല എല്ലാ വിഷയത്തെ ಬಗ್ಗೆ ശ്രദ്ധിക്കരുത്. ഞാൻ ചൊന്നു വന്നുകൊണ്ടുള്ള എന്തെല്ലാം അനാചാര ആക്രാറ ಅದರ ലാസ്റ്റ് പുസ്തകರ തലക്കിದ್ರೆ ಹಿಂಗಾರು ചൊല്ലുള്ളേ. എന്നിട്ട് അവൻ ചൊല്ല ആ ഹദീസ് ഓതുറാറ് സുന്നി സലഫിയിലുള്ള ചൊല്ലാറ്. അങ്ങനെ ചെല്ലുമ്പോൾ കൊണ്ട് നറമ്പെങ്ങനത്തതിന്റെ അർത്ഥമാവുള്ളൂ. ഓണ് വലിയ പമ്പാവണു പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ ഊടെ എല്ലാ അനാചാരത്തെ കൊമ്പണ്ട് പഠിച്ചിട്ട് എന്നിട്ട് ആരാറ ദൂരിയുള്ളേ സഹോദരന്മാരെ. ഒരിക്കലും പഠിച്ചുകൊണ്ടൊന്നും രക്ഷപ്പെടുക കൊണ്ടില്ല. അവിടെ അവന്റെ തലക്ക് അവന്റെ കൈ മാത്രമാണ്. അപ്പൊ ഞാൻ ചൊന്നത് മങ്ങില വേഗാക്കാം. അതുപോലെ പെണ്ണ് വേഗം മങ്ങിലാക്കൂ ഭർത്താവിടാറ്. ആണിന് വേഗം മങ്ങിലാക്കില്ല. അതും ഒരു സീക്കാണ്. അത് പണ്ട് മുതലേ ഞങ്ങളുടെ റായത്ത് നടന്നുകൊണ്ട് ഒരു ചുറ്റുപാട്. ഇപ്പത്തെ വിഷയം എന്തല്ല ആണിനൊപ്പം മങ്ങിലാക്കണമെങ്കിൽ ഒന്നെങ്കിൽ അതവന് ഒരു 35-40 വർഷമായാലും പിന്നെ എന്റെ അവനൊരു പെങ്ങന്മാരുള്ളാറ്. പെങ്ങന്മാരെ ഓൺ മങ്ങിലാക്കി നൈറ്റി മങ്ങിലാക്കി ഓണ്ടൊട്ടി ഒരു പലക്ക പോലും കേൾക്കില്ല. നീ മങ്ങിലാവിടെ ആ ആണ് എന്തെങ്കിലും അനാവശ്യത്തെ പോയാണ്ടായെങ്കിൽ അപ്പവും ഉത്തരവാദിയാണ്. അവന് 40 വർഷമായിട്ട് ഇന്നും മങ്ങിലായില്ല എന്ന് ചൊന്നെങ്കിൽ ഇന്ന് ഉൾപ്പെട്ടിട്ട് കാര്യമില്ല. മങ്ങിലാവിടെ ടൈമുള്ള മങ്ങിലാക്കോ നീ ഭർത്തായെ പെണ്ണൊന്നും ചൊല്ലതിന്റെ പേരിൽ ബാക്കിയാക്കാൻ ന്യായമാണ്. ന്യായമല്ലേ. ഓണ് ലൈഫ് ഉണ്ടായില്ലേ. ഓണ് പെണ്ണ് കിട്ടിയോണ്ടാ. ഓണ് 45 വർഷമായിട്ട് 38 വർഷമായിട്ട് വയസ്സ് നോക്കൂടാറ്. പെൺമക്കളുടെ പഠിച്ച കൊള്ളാറ്. അങ്ങൊന്നും നോക്കൂടാറ്. അങ്കും ഉണ്ടല്ലേ ഞങ്ങളുടെ മാപ്പിള ഇങ്ങനെ ആവണമെന്ന് തോന്നിട്ടു. അപ്പൊ ഞാൻ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ട്
عن علي بن أبي طالب رضي الله عنه أن النبي صلى الله عليه وسلم قال يا علي ثلاث لا تؤخرها മൂന്ന് കാര്യത്തെ നീ പിന്തിക്കൊടുക്കുകയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു ഇദാ നിസ്കാരത്തെ സമയം ഉടനെ നിസ്കരിക്കും വല്ലാത്തൊരു വസിയത്താണ് ഇത് ആണിക പെണ്ണിന് എല്ലാവർക്കും ഉള്ളെങ്കിലത്തെ വസിയത്താണ് നിസ്കാരത്തെ പങ്കെടുത്താൽ പിന്നെ വേറെ എന്ത് സ്വറയില്ല നിസ്കാരം കാരണം ഞാൻ അസർ വരയ്ക്കുവാൻ ചൊല്ലുകയില്ലല്ലോ മരിച്ച ടൈം കിട്ടിയിട്ട് ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ലേ അതുകൊണ്ടില്ല റബ്ബേ ബാങ്കെടുത്താ ഞാൻ നിസ്കരിക്കണേ പെണ്ണിനെ ഗമനത്ത് കൊടുക്കണു ഉച്ചാകുമ്പോൾ സ്വറയിലേക്കു ധാരാളം സ്വറ കൊണ്ട് പെണ്ണിന് പോവാം എന്നാലും നിസ്കാരത്തെ ബാങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സഡൻ നിസ്കരിക്കാം പിന്നെ സ്വറ കണ്ടിന്യൂ ആക്കാം അല്ലാണ്ട് ഈ അസറൊട്ടി എപ്പോ ബിന്ദിച്ച് ജമ്മാക്കിയ പോലെ അസർ ബാങ്ക് അവിടെ തെല്ലും ഒന്ന് എടുത്തിട്ട് അസറും ഒട്ടിക്ക് നിസ്കരിച്ചല്ലോ ഒരേ അത് ലാഭായിട്ട് സുലഭായിട്ട് അങ്ങനെ സുലഭാക്കോ നോക്കണ്ടാട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുള്ള അസ്സലാത്തു ഇദാ ഹദർ നിസ്കാരത്തെ സമയങ്ങളിൽ സഡൻ നിങ്ങൾ നിസ്കരിക്കോ ഒന്ന് വൽ ജനാസത്തു ഇദാ ഹദർ മയ്യിത്ത് ബന്നെങ്കിൽ വേഗം നിസ്കരിച്ചിട്ട് കടത്തറോ കാപ്പാട്ടണ്ടാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അയ്യിമു ഇദാ വജദത ലഹാ കുഫുവൻ അയ്യിമു ചൊന്നെങ്കിൽ മയ്യിലാവാത്ത ആള് അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു യോജിച്ച പെണ്ണ് ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം നിങ്ങൾ മയ്യിലാക്കുറവുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിങ്ങൾക്ക് വഴിപാടി തന്നുകൊണ്ടുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. എനിക്ക് വിജയ പെണ്ണ് കണ്ടിട്ട് ഉറപ്പിച്ചിട്ട് പിന്നെ നോക്കുകയില്ല പിന്നെ തൊടുകില്ല പിന്നെ മുണ്ടുകുമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ മുണ്ടുകില്ല അതെല്ലാം വളരെ സഹുലായ നജല്ല വിവാഹത്തിൽ പിന്നെ അനാവശ്യങ്ങൾ ബേജാറുകൾ ടെൻഷനുകൾ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം അധിക വരവ് കാരണം എന്തെന്ന് ചൊന്നെങ്കിൽ ഈ ഹറാമുകളെ കൊണ്ട് പലപ്പോഴും നമ്മൾ നോക്കില്ല കാവ്യാറ് മുട്ട പണ്ടെങ്കിൽ കേസ് എതിരായിട്ടിരിക്കും മസലയ്ക്ക് പോകണ്ടെന്ന് വിചാരിച്ചാൽ വേറെ എന്തെങ്കിലും മസല കാവ്യാറ മുട്ട പണ്ടെങ്കിൽ അധിക സമസ്യവും മഞ്ഞിലത്തെ മാത്രമാണ് തൊലാക്ക് ഗലാട്ടെ ഫസ്റ്റ് ഇങ്ങനെ സമരം വന്നിട്ടുണ്ട് എപ്പോ നോക്കിയെങ്കിലും പണ്ട് സമസ്യ ഇങ്ങനത്തത് മാത്രമാണ്. അവിടെ ഞങ്ങൾ അതിനെ തറക്കല്ലിടുമ്പോ ശ്രദ്ധിക്കണ പല കാര്യങ്ങൾ ഞങ്ങളെ മൊത്തത്തെ നഷ്ടമായി പോണ്ടു. പിന്നെ ഞങ്ങൾ എന്നെല്ലാം ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ട്. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. അപ്പൊ ഞാൻ ചെന്നത് പ്രിയപ്പെട്ട സഹോദരന്മാര് കൂടെ പിന്നെ മുണ്ടകില്ല ഒരിക്കലും മഞ്ഞില സട്ടായ ഈ ഒരു മഞ്ഞിലത്തേക്ക് എന്തൊരു ടേസ്റ്റാണ് എത്രയാണ്. കാരണം ഹലാൽ കഴിഞ്ഞിട്ട് ഒരു ഹറാമുമാക്കാണ്ട് ഡയറക്റ്റാണ് ഹലാലിന് ഉപയോഗമുള്ളത്. അവിടെ ബന്ധുള്ള എല്ലാവരും കൊണ്ട് ഈ മൊബൈൽ ബന്ധം എത്ര വലിയ ഹലാക്ക് നാശാൻ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇപ്പൊ വീഡിയോ കോൾ അടക്കം വെറും കോൾ മാത്രമല്ല എന്തെല്ലാമാണ് ഓരോ മഞ്ഞിലാവുമ്പോ എല്ലാം തീർന്നിട്ടിക്കട്. പിന്നെ ഞാൻ ചെന്നത് കലാട്ട് അതുകൊണ്ടാണ് സംഭവിക്കടേ. അവ മഞ്ഞിലാവടാട്ടി മങ്ങളുണ്ടോ കുട്ടികളാ ഇതേ പള്ളിയിൽ ഞങ്ങൾ ആ പള്ളിയെ 10-12 ഒരാൾ ചെത്തു മഞ്ഞില ഫിക്സ് ആയി പുസ്തത് പെണ്ണ് റൊട്ടി ആണ് മുണ്ടോണുള്ള മൊബൈലെല്ലാം കൊടുക്കൂടാതെ ഓൾക്ക് മുണ്ടോ ഇഷ്ടമില്ല എന്തിനാക്കടേ ചൊല്ലണേപ്പ എന്തിനാക്കടേന്ന് കേട്ടപ്പോ ഞാൻ ചൊന്നു ഓൾക്ക് എത്ര നല്ല രീതിയത്തെ പെണ്ണ് കിട്ട ഓൾക്ക് നസീബിക്കില്ല എനിക്കാണ് മൊണ്ടൊരു പെണ്ണേ ആവുന്നുണ്ടായത് നല്ല മുള്ള കണ്ടില്ല നിങ്ങൾ ചൊല്ലു അങ്ങനെ ചെന്നതാണ് തൊന്തരയില്ല വേണ്ട അങ്ങനെ അങ്ങനത്തെ ആ പെണ്ണ് ഒരുക്കിയിട്ടില്ലാവോ ആ പെണ്ണ് നല്ല മാപ്പിള കിട്ടിയിട്ട് റാഹത്തായിട്ട് ഓൾക്ക് ആ പെണ്ണ് പിന്നെ പെണ്ണിടെ ഓൺ എടുക്കണുണ്ടായെങ്കിൽ ഫോണിൽ കൊണ്ടുപോകണം സെറ്റായ ഉടനെ കൊണ്ടുപോകണം. ഓൾക്കത് ഇഷ്ടമില്ല. ഈ ഒരു തീനിയത്തായ പെണ്ണ് കിട്ടണോ അവന് നസീബുണ്ട് അവൻ ചൊല്ല നക്ക് കൊണ്ടുപോണേ വേണ്ടാൻ ചൊല്ലു വേണ്ടാൻ ചൊത്തയാണ്. ഈ പെണ്ണിന് വേറെ മാപ്പിള കിട്ടിയിട്ട് ഒരു പ്രയാസവും ഇല്ല. കൊടുക്കൂടെ പഠിച്ചോണ്ടാണ് ഞാൻ എവിടെ നല്ല റബ്ബുടെ ജാഗ്രത ആക്കടെ നല്ല സഹായത്തിൽ പഠിച്ചോണ്ടുള്ള ലോകത്തുള്ള എല്ലാവരും നിങ്ങളെ കൈവിട്ടാറുണ്ടായെങ്കിൽ നല്ല റബ്ബു അവൻ്റെ ഒട്ടിയെന്നൊക്കെ പിരിസവുണ്ടായ കൈ വിടുന്നതേ ഇല്ല ഉറപ്പാണ്. അപ്പൊ ഞാൻ ചൊന്നത് ഉണ്ടണ്ട ഒരാള് ഗൾഫിലുള്ള ഒരാൾ അവൻ സാധാരണ എന്ത് വിഷയത്തിനും ഫോണാക്കണ മെസ്സേജ് ആക്കണം. കച്ചവടത്തിൽ അടക്കം ഈ അടുത്ത് എത്ര ഒരു സൂക്ഷ്മത നോക്കുക എത്ര നല്ല മനുഷ്യന്മാരുള്ള അൽഹംദുലില്ലാഹ് അള്ളാഹു അങ്ങനെ വർക്കത്തോണ്ട് ഞങ്ങളെ നല്ലാക്കി തരുമാറാവട്ടെ. അവനൊരു കച്ചവടം തുടങ്ങിയ കുറേ വർഷത്ത് മുന്നേ കണ്ടിട്ട് കൊണ്ടിട്ടുള്ളൂ അവൻ കുറേ വിഷയങ്ങൾ കേട്ടിട്ടാക്കുള്ളൂ. അപ്പൊ കച്ചവടം തുടങ്ങുമ്പോ ഈ ക്രെഡിറ്റ് കാർഡ് ഇട്ടിട്ട് തന്നെ എടുക്കുക. ബാങ്കിന്റെ 50,000 കണ്ടാറ് ഉദാഹരണം അവിടെ എല്ലാം അപ്പറയിപ്പറായെങ്കിൽ വട്ടി കൊടുക്കണോളൂ അല്ലെ ബാങ്കിൽ വട്ടി കൊടുക്കണോളൂ. അപ്പൊ അതെല്ലാം ഞങ്ങൾക്ക് ഹലാലായി അവൻ കേട്ടോണ്ടുള്ള ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കട്ടല്ല അവനൊരു ബിസിനസ് ആക്കണം. നക്കിപ്പോ കട വേണു 1 lakh 2 lakh കട വേണു അത് അവന്റെ ക്രെഡിറ്റ് കാർഡ് ഇട്ട് കണ്ടു സാർ അത് നക്കെടുക്കാൻ വേണ്ട അവൻ കേട്ടോണ്ടുള്ളത് അങ്ങുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ബാക്കിയില്ലേ ഞാൻ അവളുടെ സൂക്ഷ്മത ഞാൻ ചൊന്ന നീ എടുക്കണ്ട അവനോട് ധൈര്യത്തിൽ ചൊല്ലല്ലേ ഇത്ര നല്ല സൂക്ഷ്മതയാണ് ആക്കില്ലാണ്ട് അവൻ ചൊന്ന
അതേ ചെറുക്കാണ് മങ്ങിലാവുമ്പോ മങ്ങില സട്ടായാലും പിന്നെ എൻ്റെ ചോദിച്ചു ഞാൻ മുണ്ടട്ട കേട്ടാ ഞാൻ ചെന്ന മുണ്ടണ്ണ മുണ്ടില്ലെന്ന് ചെന്നോ മുണ്ടിട്ടില്ലാണ്ട് ഞാൻ അവിടെ ಬಗ್ಗೆ വേദിക്കോ അങ്ങനെ മങ്ങിലത്ത് ഒരു തിങ്കളിക്കുമ്പോ പിന്നെ ഒന്ന് സൈക്കിളിലെ മുണ്ടട്ട കേട്ടാ ഒരു തിങ്കളല്ലേ ഉള്ളൂ നല്ലതല്ലേ വേണ് അതുകൊണ്ട് ഞാൻ മുണ്ടട്ട അപ്പൊ ഇപ്പോ 7-8 തിങ്കൾ കഴിഞ്ഞിട്ട് ഇനി ഒരേ തിങ്കളുള്ള മങ്ങിലത്ത് അപ്പോഴാണ് അവന് കേൾക്കുന്നത് മുണ്ടട്ടാണ്. അപ്പൊ ഞാനാണ് ഒരു ചെന്നെതിരെ ചെന്നെങ്കിൽ അല്ലതാ നോമ്പ് പിടിച്ചിട്ട് അസത്തോളത്തിൽ ഇനിയിപ്പ 1.5 ಗಂಟೆ ഉള്ള നോമ്പ് പിടിക്കോളൂ. ഇപ്പൊ നീ നോമ്പ് വിട്ട മകേട്ടെ അവൻ കറക്റ്റ് തലക്ക് വയ്ത്താ ഉദാഹരണം സാർ നാണില്ല ആ 1.5 ಗಂಟೆ സബറാക്കട നാണ് സുബൈടെ പിടിച്ചിട്ട് അസർ 4 ಗಂಟೆ 5 ಗಂಟೆത്തോളം ഭയങ്കര കഷ്ടപ്പെട്ട് സബറാക്കി തല ചൂടെല്ലാം സഹിച്ചിട്ട് ഇനി 1.5 ಗಂಟೆ സബറാക്കാവൂലേ അങ്ങനെ മക്കളെല്ലാം നോക്കിടാറാ അങ്ങനെ 6 ಗಂಟೆത്തോളം നിപ്പട്ട് ഒരു തല വെച്ചില്ല 5 കളിച്ചോണ്ടിരിക്കാറ് നോമ്പ് പിടിച്ചിട്ട് പിന്നെ ഉള്ള ഒരു 1/4 ಗಂಟೆ ഉണ്ടല്ലേ ನನ್ನ ನನ್ನ മോനോട് ചിലപ്പോൾ ചെന്ന ബാബു നാനേ പങ്കെടുക്കട്ടാണോ നാനേ പങ്കെടുക്കുക പോയിട്ട് ചൊന്നെങ്കിൽ ആ 1/4 ಗಂಟೆ ഇങ്ങനെ തെപ്പാട്ടം സാധ്യമേ അല്ല അത്ര പ്രയാസമാണ്. അതേപോലെ ഇനി ഓണം ഈ 1 ಗಂಟೆ ഒരു തിങ്കൾ സാധ്യമേ ഇല്ല. പക്ഷെ ഈ ഉദാഹരണം ചെന്നിട്ടാണ് സമയത്തോണ്ട് ഇല്ല ഉണ്ടില്ല ചെന്ന അപ്പൊ അവന്റെ ഞാൻ ചെല്ല എത്ര നല്ല ഒരു ചിന്താഗതിയാണ് ചൊന്നി കേൾക്കട മുണ്ടുള്ള വ്യവഹാരത്തെ പറ്റി ഞാൻ ചൊന്നില്ലേ നിഷിദ്ധമായ കാര്യങ്ങൾ നന്റെ മുട്ട വരണ്ടാൻ ചൊന്നിട്ട് വിചാരിക്കുമ്പോ അത് വലിയ വിഷയമാണ് സഹോദരന്മാരെ. അതിലൂടെ അള്ളാഹുക്ക് വലിയ ബർക്കത്ത് തണ്ട ഞങ്ങ പ്രിയപ്പെട്ട സഹോദരന്മാരെ നശിച്ചു പോയത് ഇനിയിപ്പ എന്താ ഇത് പെണ്ണ് കണ്ടിട്ടേ ഇല്ലല്ലേ ഇനി നോക്കുകില്ലവള ഉണ്ടോകില്ലവള അതെല്ലാം ഞാൻ കേട്ടല്ലേ ഇനി മങ്ങില മാത്ര മങ്ങിൽ 300 ഒരു പ്രോഗ്രാം വേണം അక్కడ ತೊಂದರೆಯಿಲ್ಲ ಮರ್ಯಾದೆ ಹಾಕೊಂಡು ಮಾತ್ರ ಹಲಾಲ್ ಹಾಕೊಂಡು ಮಾತ್ರ ಕೂಡ ಎಂತಾಯ್ತು ಚೊಂದೆಂಗೆ ಮಂಗಿಲ ಫಿಕ್ಸ್ ಆಗಿ ಬಿಟ್ಟೆ ಶುರುವಾಯ್ತು ಆ ಪ್ರೋಗ್ರಾಮ್ ಈ ಪ್ರೋಗ್ರಾಮ್ ನನಗೆ ಗೊತ್ತಿಲ್ಲ ರೊಬ್ಬೆ ಅದನ್ನು ಚೊಂದೆಲ್ಲ ಗೊತ್ತಿಲ್ಲ ಅಂತ ಉಂಟು ಅವನು ಏನೋ ಬನೀಸರಾಯಿಲ್ಲ ಕಾಲത്ത് ചെയ്ത ನಿಂಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ ಕೇಳಿದ್ರೆ നിങ്ങൾക്ക് ഇതെല്ലാം ಗೊತ್ತಿല്ല വിഷയല്ലേ. അപ്പോ ആ നൈറ്റ് കുറേ പേരുകളുണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് മെസ്സേജ് ആക്കി ചൊന്നേ ആ മഞ്ഞത്ത് 300 കുറെ ആളാക്കുന്ന നൈറ്റ് ഉണ്ട് അതിന്റെ പേരല്ല എനിക്ക് പേണിಂತು ಅವನ ಅಕೌಂಟ್ ಇಲ್ಲ ಹೇಳ್ತಾರೆ ನೀವು ಅಂತಿಲ್ಲ ನಿങ്ങളുടെ ಫ್ಯಾಮಿಲಿ ಪೆಂಡಿಂಗ್ ಅಲ್ಲ ಅನ್ಕೊಂತಿರ್ತದೆ ನೀವು ಕೇಳ್ಕೊಳ್ತೇನೆ ಅಪ್ಪ ಬಂತದ ಲಿಸ್ಟ್ ತರವತ್ತುಂಟು ಇತರ ಮಾತ್ರ ವಿಚಾರಿಸಿಲ್ಲ ಏನೇ ಉಂಟುದ ಬ್ರೈಟ್ ಟು ಬ್ಯೂಲ ಅರಬಿಕ್ ನೈಟ್ ಬ್ಯಾಚುಲರ್ಸ್ ಡೇ ವೈಟ್ ಡೇ ಪಿಂಕ್ ಡೇ ಹಳದಿ ಡೇ ರೆಡ್ ಡೇ ಉಂಡ ರಂಗೋಲಿ സംഗീത് നൈറ്റ് മെഹന്തി സെറമണി ബംഗൾസ് സെറമണി പല വെക്കറായിട്ടിപ്പോ ഇങ്ങനെ വിവാഹത്തിന് മുന്നിൽ വളരെ പ്രബലമായ സുന്നത്തായ 10 കാര്യങ്ങളാണ് അടിക്കോയിമോടെ ഇത് ഏതോ ഒരു പൊട്ടാക്കടല്ല 5 വക്ത് നിസ്കരിക്കോണ്ടവനാക്കട വലിയ ആചാരം ചൊന്ന് പേരുള്ളവനാക്കട സ്റ്റേജ് പേജിൽ മിന്നിടവനാക്കട അങ്ങനെ ഒത്തുവരെ ഇത് നടക്കണമെങ്കിൽ അധ്യക്ഷന്മാരാക്കിടാറ് കാര്യദർശിമാരാക്കാറ് കൂടെ കിടാറുണ്ടല്ല ഞാൻ ചൊന്നേ സമൂഹത്തിൽ മൊത്തം ഇത് നടന്നുകൊണ്ടുണ്ടോ ഇന്നലെ ഒരാൾ ചെന്ന് ഇന്നലെ കൊണ്ടുണ്ടാ അയാള് 302 ഫാമിലി നൈറ്റ് ഫാമിലി മീറ്റ് അവിടെ ആടിപ്പാടിച്ച് ഇങ്ങനെ തുള്ളിയിട്ട് ഡാൻസ് ആക്കി പാടി വന്നവണു പിറ്റേന്ന് വലിയൊരു സ്ഥാപനത്തെ പ്രോഗ്രാം മുഖ്യ അതിഥിയായി മുടിയോണ്ടുള്ള അതും അല്ല ഇതുമല്ല എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊല കെട്ടതോടെ എവിടെ പോകുമ്പോ ഇതാണ്. അപ്പൊ ഈ ചൊന്നെങ്കിലത്തെ നൈറ്റ് എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ഞങ്ങളുമേ കൂടെ ചൊല്ലത്തിന് പേടിക്കൊണ്ടില്ലല്ലോ പോയി നോക്കുമ്പോ പാവത്തെ ആളുകാരന പക്ഷെ മതിൽ ഞാൻ ലാസ്റ്റ് നോക്കിയാൽ തൂവിയിട്ട് ഇത് കൂട്ടിയില്ലേ അത് 300 കൊണ്ടില്ല പുതിയ ബോർഡാക്കി വെച്ചിട്ട് തൂവിയവ എനിക്കോ തീരാത്തവണ് ഇതുണ്ടാക്കടേ എനിക്കോ തീരാത്തവണാക്കടേ എനിക്കോ തീരണമാക്കടേ എനിക്കോ തീരണമുണ്ട പഠിച്ചോൾ ഫസ്റ്റ് പിടിക്കാതെ അതുപോലത്തെ കാരണം ഞാനൊരു മോശമായ ചരിയോടെ ഉണ്ടാക്കിയാണ്ടെങ്കിൽ അതിനെ തുടർന്നിട്ട് ആരെല്ലാം ഉണ്ടാക്കിടാറ അതിനെ തെറ്റ് കൊണ്ട് അക്കൗണ്ട് കൊണ്ട് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ അഹ്ദത ബിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മാ അമില ബിഹാ ഒരു നല്ല കാര്യം ഞാൻ ആക്കിയാണ്ടെങ്കിൽ അതിനെ തുടർന്നിട്ട് ആരെല്ലാം നല്ലതാക്കിയാറ അതിനെ കൂലിയെല്ലാം നക്ക് കിട്ടിയോണ്ട് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ കുറെ നൈറ്റുകൾ അറേബ്യൻ നൈറ്റ് ഓസ്ട്രേലിയൻ നൈറ്റ് അമേരിക്കൻ നൈറ്റ് ഇങ്ങനത്തെ ഇത് എന്ത് ഇത് ആരാക്കടേ മുസ്ലിം ഉമ്മത്ത് നിങ്ങളുടെ മാநிலത്തിൽ നടക്കുന്നത് ഓരോ മാநிலത്തിലും നടക്കുന്നത് പിന്നെ അവിടെ വാക്ക് ഉത്തരങ്ങിട്ടേ இதுக்கு பெண்ணிங்க நேர்த்துவம் கொடுக்கூடாது ஓடுறாரு நிஸ்காரத்தை பாயத்தை எஞ்சிட்டு ஓடுற நைட்டுக்கு ஒராள் வந்து உருத உதவணும்னு சொல்லிட்டு அசருக்கான உருதா மோதி காவல் ഞങ്ങളൊക്കെ നൈറ്റ് ഉണ്ട് എപ്പോ നൈറ്റ് നടക്കില്ലേ എപ്പോ ഡേ ആവണമോ ഇന്നൊരു നൈറ്റ് എന്താ പുതിയൊരു നൈറ്റ് ഓ സുബൈക്ക് മുറുദ സുബൈക്ക് മോലിത് എന്നിട്ട് ജാവ് പോയിട്ട് നൈറ്റ് ഹലാക്കര നൈറ്റ് ഇത് ഒരു അമുസ്ലിം വരെ ആക്കാതെ ഒരു മോശപ്പെട്ട ആൾ വരെ ആക്കാതെ അത്ര താന്നുപോയ ഞാനാണ് അധ്യക്ഷ ഞാനാണ് നേതാവ് ഞാനാണ് വലിയ ആൾ ഉണ്ടല്ലേ
എത്ര വലിയ മുസീബത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾ ആക്കിടാൻ തോന്നുന്നു. പിന്നെ ഞങ്ങ ബേജാറായിട്ട് കാര്യമേ ഇല്ല. നിന്റെ ദ്വാരത്തിന് ഉത്തരം കിട്ടില്ല, എവിടെ കിട്ടില്ല. പിന്നെ നിന്റെ പടച്ചോനോടോട്ട നീ അവന്റെ മുട്ടോട് നട്ടം തിരിപ്പാട്ട നിന്റെ സഹോദരന്മാരെ. ഇങ്ങനത്തെ നെയ്റ്റ് നാട്ടുള്ള എനിക്ക് പോകെ നന്റെ ഇങ്ങനത്തെ ആറും വിളിക്കണ്ട ഞാൻ ചൊല്ലുള്ളൂ. നന്റെ ആറും വിളിക്കേ വേണ്ട. കൊസിയെ വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കുടുങ്ങിയിട്ട് തന്നെ പോണോളൂ. സുബൈക്ക് മൗലിദ് ഓതിക്ക് എന്നിട്ട് ഹലാക്കട നൈറ്റ് സുബൈക്ക് ഇതുണ്ട് ഞാൻ ചൊന്നത്. ഈ മൗലിദിലൂടെ ഇതെല്ലാം ഹലാലാവുണ്ടാ? അങ്ങനത്തെ ഒരു 500 രൂപയുടെ അകത്യമേ ഇല്ല. ഞാൻ ചൊന്നില്ലേ, അങ്ങനത്തെ ഒരു ആശയവും ഇല്ല. ഇതിനകത്തിയില്ല. കാരണം ഇവിടെ അതാപറന്നു അള്ളാഹു ഞങ്ങൾ പിടിക്കുക. തീരെ മലബണ്ട് എപ്പ കൊണ്ടുണ്ട ഇങ്ങനത്തെ അനാവശ്യങ്ങൾ ഏത് റായത്തെ ആറാവുക. അടയാളങ്ങളുണ്ട്. ഹറാമുകൾ നടക്കുമ്പോ തീരെ മലബണ്ട് സ്വഹീഹായ ഹദീസാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തെല്ലാവരും ഈ അടുത്ത് മൊബൈലിൽ മറ്റെന്തിനെങ്കിൽ പെണ്ണുക്ക് പ്രായപൂർത്തിയാവുക പെണ്ണുങ്ങൾ പ്രായപൂർത്തിയാവുന്നത് ಗೊತ್ತಾಗುള്ളത് ಆದ್ರೆ ಮೀಡಿಯಾ ಹಾಕಿಟ್ಟು ಬಿಡ್ರಿ. പെണ്ണുകൾ പ്രായപൂർത്തിയാവുന്നതിരെ ഗമ്മത്തണ്ടರು ಆದರೆ എന്നിട്ട് ഞങ്ങളെ പെണ്ണ് പ്രായത്തിലെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഗമ്മത്ത് മാലയിലോകും ബംഗാളിലോകും അതെല്ലാം ഗമ്മത്ത് അതിന് വീഡിയോ ആക്കിയിട്ട് വിടുറേ. എല്ലാം വീഡിയോ ആക്കിയിട്ട് വിടുറേ സഹോദരന്മാരെ. അപ്പൊ അങ്ങനെ ധാരാളം ഉണ്ട്. ഇനി വേണമെങ്കിൽ വേറെ പെണ്ണ് ആന്റെ കുളിപ്പാട്ടിലെ പ്രോഗ്രാം എല്ലാം പണ്ട് നോക്കോ നിങ്ങൾ ഹിന്ദി വെക്കോ എന്തെല്ലാം വറകൊണ്ടിണ്ട് ഇതെല്ലാം മുസീബത്ത് അവിടെ നാട്ടിലുണ്ട്. ഞങ്ങളാവും പെട്ടുപോകുന്നത് അള്ളാഹു ഞങ്ങൾ കാക്കട്ട്. അതാവുകൊണ്ട് തീരെ മലവുണ്ട്. അവിടെ എങ്ങനെങ്കിലും ഹിക്കുമത്തിലൂടെ ഉണ്ടാക്കുക സാധ്യമാവും. അങ്ങനത്തെ മങ്ങിലൊക്കെ ബഹിഷ്കരിക്കണോ. പോകേ തീറ ജമാഅത്ത് ബഹിഷ്കരിക്കണോ, ജമാഅത്തിലെ നേതാക്കന്മാർ ബഹിഷ്കരിക്കണോ. ഞാൻ കൊണ്ടില്ല നീ എന്തൊരു വേണമെങ്കിൽ ആക്കിക ഒരു പേടിയുമില്ല. പ്രിയപ്പെട്ട സഹോദരൻ ആക്കൂ സാധ്യമാവട്ട്. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഇത് മങ്ങിയിട്ട് അവിടെ പോയിട്ട് സമ തിണ്ട് വേണ്ടല്ലാണ്ട് അവിടെ സമത്തിലെ കാണ്ട് മുണ്ടുള്ള വോയിസുള്ളത്തെ നേതാക്കന്മാർ മുണ്ടണോ അവിടെ. ഞാൻ മങ്ങിലത്തിന് തിന്നോമേനായി പടക്കപ്പെട്ട ആളല്ലേ. വേണം 10 മങ്ങിലത്തിന് ഞാൻ പോട്ടെ ചോർക്ക് എന്തെങ്കിലും കത്തിന്നുണ്ടായിരുന്നക്ക് ഇല്ല. ആണത്വം എന്തെങ്കിൽ അവിടെ നാശങ്ങളാക്കുമ്പോ പ്രായത്തെ 2-3 ഏരിയ ആൾമാർ പോയിട്ട് ചൊല്ലണ ഇതാക്കണ്ട. അതിന്റെ പേരിൽ മരിക്കട കാലി ഉസ്താമാരെ തലയ്ക്ക് മാത്രമേ ടെമ്മയോട് നിങ്ങൾ ചൊല്ലുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമറാവ് ഏറ്റവും നല്ല ശക്തന്മാരാവണം, ഉലമാവും ആവണോ വരങ്ങളിൽ എത്താൾമാരായി പോകുക. അപ്പൊ ഞാൻ ചെന്നത് ഈ ചൊന്ന മുസീബത്തുകളെല്ലാം ഇല്ലാണ്ടാക്കണം. അപ്പൊ മഞ്ഞത്തെ മുന്നേറ്റേണ്ട ഒരു പ്രോഗ്രാം 10+1 പ്ലസ് ആവണോ. ഇനി ഒന്നും ചെറുക്കട കുളിപ്പാട്ടിന്റെ പ്രോഗ്രാം ഉണ്ട്. എല്ലാവരും പറഞ്ഞു ചെറുക്കാരൻ മെയ്യത്തൂടി പാട്ടമോ അത് പറഞ്ഞു. ഇനി പെണ്ണുടെ കുളിപ്പാട്ടിന്റെ പ്രോഗ്രാം അതുണ്ട്. പണ്ടിനി പെണ്ണിനെ കുളിപ്പാട്ടിന്റെ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ പിന്നെ ചൊല്ലുവാറ്. പണ്ടായ പ്രസംഗത്തിൽ ഇങ്ങനെ ചൊല്ലും കറാമത്ത് കൊണ്ടല്ല ചൊല്ലേ. ഇതിങ്ങനത്തെ അവസ്ഥ കാണും. ഇതെല്ലാം പണ്ട് ഇതിക്ക് നേതൃത്വം കൊടുക്കുക ആറ് ഞങ്ങൾ 5 വക്ത് ഔത്തുള്ളൂ പായി നിസ്കരിക്കണം കേട്ട ഉമ്മ ഞങ്ങളുടെ നേതൃത്വം കൊടുക്കുക. മഞ്ഞത്ത് നല്ല അണിഞ്ഞിറങ്ങി ചെമഞ്ഞിട്ട് പോണ്ട. മഞ്ഞത്തെ ആള് പെണ്ണ് മിക്സാണ്. ഉസ്താദ് നിക്കാഹ് കേക്കടാ. വിവാഹവുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഇനിയും ചൊല്ലുവാക്കുണ്ട്. നേരെയില്ല ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അവർ ചൊന്നത് സഹോദരന്മാർ. ഈ ചൊന്ന മോശങ്ങളെല്ലാം അനാവശ്യങ്ങളെല്ലാം ഞങ്ങളെ മൊഹല്ലത്തെ ഇന്നാണ്ടാക്കുക സാധ്യമാവട്ട്. കുറേ ഞാൻ ചൊന്നത് പുതിയ എന്തെല്ലാമാണ്. ഈ അടുത്ത് നമുക്കൊരാൾ മെസ്സേജ് ആക്കി കേട്ടിട്ട് ഈ കത്തുപാട്ട് ചൊല്ല തീർവാണ്. നമുക്കതെന്തിൻ്റെ അർത്ഥമായില്ല. ഞാൻ വിശദീകരിക്കുന്നത് കത്തുപാട്ട് ചൊല്ലുന്നത് പുതിയതെല്ലാം ഉണ്ടോ. കത്തുപാട്ടുകൾ ഹത്തുണ്ടുണ്ട്. നമുക്കതേ കൊണ്ട് അറബിയിട്ട് ഹത്ത് തന്നെ എടുത്ത് കത്തുപാട്ടുണ്ട്. പിന്നെ അയാൾ ഈ മങ്കയുടെ വീഡിയോ കടത്തിയിട്ട് മങ്ക അതാക്കിരമന്ത് മനുഷ്യരെ മങ്കാക്കിരമന്ത് കൊണ്ടില്ല. അയാൾ വിശദീകരിക്കുക കടത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൂട്ട്സ് എല്ലാം കൊമ്പത്തിട്ട് മുറിക്കരെ കൊടുക്കുടെ തിമ്മാട്ടരെ പാട്ടുപാട്ടരെ തുള്ളുടെ ഇങ്ങനത്തെ എന്താ മോർബിനാന്നിട്ട്. പിന്നെ ചിലരുണ്ടാക്കുക ചെന്ന് ആണിൻ്റെ പെണ്ണിയുടെ തലക്കെല്ലാം ചോക്ലേറ്റ് ചൊരിക്കലോളാം. ഇത് ഒരു ഉസാരില്ലാത്ത സന ആക്കല്ലാണ്ട് ഞാൻ ചൊല്ലി. ഒരു ഉസാരില്ലാത്ത സന ഇങ്ങനത്തെതെല്ലാം ആക്കാറ്. ഇത് ഉസാറുള്ളങ്ങാൻ ചൊല്ലുന്ന അടിക്കലെങ്കിൽ താഴ്മാറാണ് ഇങ്ങനത്തെതെല്ലാം ആക്കിക്കൊണ്ടുള്ളേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഞങ്ങൾ എന്തിനാക്കാൻ ചൊന്നെങ്കിൽ ഞങ്ങളെ ദീൻ്റെ ഞങ്ങൾ സേവാക്കിക്കൊണ്ടുള്ളൂ. ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ ദീൻ്റെ സേവാക്കിക്കൊണ്ടുള്ളേ. തായിഫ് പോയിട്ട് കല്ലേറ് തിന്നിട്ട് ഞങ്ങൾക്ക് എത്തുവാട്ടിയ ദീൻ്റെ ഞങ്ങളുടെ തെരഞ്ഞു പൈസ ആയപ്പ ഞങ്ങൾക്ക് വേറെ എന്തോ കിട്ടിയപ്പ ഞങ്ങൾ അതിന്റെ പേരിൽ നാശാക്കിക്കൊണ്ടുള്ള പേര് മുസ്ലിം ഉണ്ടാണ്, പേര് ഇസ്ലാം ഉണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമീറുൽ ശുഅറാ അഹ്മദു ശൗഖി അയാൾ വിശദീകരിച്ചിട്ടുണ്ട്. ശുഊബുക ഫീ ശർഖിൽ ബിലാദി വഗർബിഹാ ശുഊബുക ഫീ ശർഖിൽ ബിലാദി വഗർബിഹാ കഅസ്ഹാബി കഹ്ഫിൻ
ഫീ അമീഖി സുബാത്തി. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 200 കോടി ആൾമാറുണ്ട് അല്ലേ? ഈ ലോകത്ത് നിങ്ങൾ ആൾമാരെന്ന് ചൊല്ലുക 200 കോടിയുള്ള ആൾ. പക്ഷേ അത് അഹ്ലുൽ കഹ്ഫിനെ പോലെ ഉറങ്ങിയിട്ടുള്ള നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ക് വർക്ക് ആ ഉറങ്ങിയിട്ടുള്ള നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണരുന്നേ ഉണരാത്തവർക്കുള്ള. അതുകൊണ്ടാണ് തന്റെ ഇന്ത്യ അമേരിക്കത്തോട് പേടിപ്പാട്ടിക്കൊണ്ടുള്ളത്. മുസ്ലിം ലോക രാഷ്ട്രങ്ങളെ ഒരു ബെർലുകൊണ്ട് പേടിപ്പാട്ടിക്കൊണ്ടുള്ള അമേരിക്കത്തെ പ്രസിഡന്റ് വെളിപ്പാട്ടികൊണ്ടുള്ള അനീതി കൊണ്ട് ലോകം നിറഞ്ഞിട്ട് ആർക്കും അങ്കെതിരെ കൊണ്ട് സാധ്യമേ അല്ല. ഇത്ര ആളുള്ളാറല്ലേ, 50 മുസ്ലിം രാഷ്ട്രം ഉണ്ടല്ലേ, 200 കോടി ഉണ്ടല്ലേ എന്ന് തോന്നിട്ട് കാര്യമില്ല. ഈ ചൊന്നെനിക്കെത്ത അമീറു സ്വഹാബ ചെന്നതുപോലെ ഞങ്ങൾ എച്ചറത്തിലുള്ള ഉറക്കത്തിലുള്ള ചൊല്ലത് ദുരന്തായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അയാള് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള. അവ മോശമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. കേൾക്കാറ് പിന്നെയും കേൾക്കുക, അത് ഹറാമ ഉസ്താദൻ കേൾക്കേ. ഇപ്പോ ഇതെല്ലാം അനുഭവം ഞാൻ ചൊല്ലേ. ഒരാൾ കണ്ടിട്ട് ചൊന്ന ഒരു പ്രോഗ്രാമൊക്കെ പോകുന്നുണ്ട് ഉസ്താദ്. എന്തൊരു പ്രോഗ്രാം കേൾക്കുമ്പോൾ അത് ഈ പെണ്ണ് അതൊരു പുതിയ പ്രോഗ്രാം. ഈ ഞാൻ നേരത്തെ ചെന്ന 10-15 വന്നില്ല. എല്ലാവരും ഫാമിലിൻ്റെ അങ്ങ് എല്ലാം ഫുഡ് എടുത്തുകൊണ്ടുള്ളൂ ആണുണ്ട്. ഫാമിലിൻ്റെ അങ്ങ് എല്ലാവരും ഫുഡ് എടുത്തുകൊണ്ട് ഒരു എത്ര തിന്നു പാട്ടില്ലെങ്കിൽ അതെല്ലാം പോണുണ്ട്. അതൊരു പുതിയതുണ്ടാക്കുക. എന്നിട്ട് അത് ഹറാമാണ്. ഹറാമാണ് കേട്ട് ഹറാം ചൊല്ലോണം, തിന്നത് ഹറാമാ. നീ ഈ ചൊന്ന ആചാരം ഇത് ഊട്ടർക്കൊമ്പ ഇത് എന്തെങ്കിലും വലിച്ചവണ്ടേ നീ ഇത് ഉണ്ടാക്കിയിട്ടാവുമ്പോൾ അപ്പുറത്തെ പാവത്തവನು ಅವನು ಹಾಕೋಣವ್ರು ಮಂಗಿಲ್ತ ಮುನ್ನಲ್ತಂಡ ഒരു ಪ್ರೋಗ್ರಾಮ್ ಎಲ್ಲ ಕುಟುಂಬತ್ತಂಗ ಕಷ್ಟ ಹೇಗೋ ತೀರತ್ತಂಗ ಸಣ್ಣ ಆಗ ಫುಡ್ ಕೊಂಬಂಡು ಅದರ ವೇಸ್ಟ್ ಆಗ್ತದೆ. ಇತರ വലിയ മുസീബത്ത് ഞാൻ ചൊന്നെ ഹറാമാൻ ചൊന്നൊരു പേടിപ്പാട്ടുള്ളൂ. അതല്ല ദീൻ ചൊന്നിങ്ങനെ ഓതുണ്ടാ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യം എന്തിനെ കൊണ്ടുണ്ടാ അകത്യം ഇല്ലാത്തതെല്ലാം ഒഴിവാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. ആവശ്യം ഇല്ലാത്തതെല്ലാം ഒഴിവാക്കുന്നുണ്ടാ. ഇത് അകത്യമുള്ള എങ്കത്തെ വിഷയമാണ്. ഞാൻ നേരത്തെ ചൊന്ന 10 അകത്യമുള്ള എങ്കത്തെ വിഷയമാണ്. മഞ്ഞളിൽ കുളിപ്പാട്ട് മഞ്ഞൾ ഡ്രസ് എന്തെല്ലാം മുസീബത്താണ്. ഇനി മഞ്ഞൾ കണ്ട് എല്ലാവർക്കും ഒരേ പോലത്തത് വേണ്ട അറാമെന്നല്ല ഞാൻ ചൊല്ലേ. അതൊരു ആചാരം ഊട്ടരെ പന്തുണ്ടാ കേൾക്കണേ. 10,000 രൂപയുടെ ഡ്രസ്സിക്ക് എടുത്തിട്ട് അതില്ലവള ഇതൊരു 500 രൂപയുടെ ഡ്രസ്സ് എല്ലാവരും ഒരു പോലത്തത് ഇങ്ങനെ ഇട്ടോണ്ട് പണ്ടേ സൈനിക്കന്മാരെ പോലെ. ആണ് വേണം പെണ്ണ് വേണം. മഞ്ഞളത്തെ അവിടെ പോയിട്ട് ആണും പെണ്ണും എത്തില്ലാത്താണ്. ആണും പെണ്ണും കളർന്നിട്ടേക്കണേ. ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ ചങ്ക ഉടുപ്പിയോ പെണ്ണിങ്ങത്തെ സൈഡ് തന്നെ കണ്ടില്ലേ എതിരിലേക്കടെ വന്നിട്ട്. എന്നിട്ടോ നിക്കാൽ കഞ്ഞിത്തിന് വിചാരിക്കുക. നിക്കാൽ കഞ്ഞിട്ട് ഉസ്താദ്മാർ പോയാൽ പിന്നെ ആ പെണ്ണിടെ വിളിച്ചവണ്ടോടെ കീഴിൽ എന്നിട്ട് ഫോട്ടോ എന്നിട്ട് വീഡിയോ റബ്ബേ ഞാൻ കേൾക്കടേ. ഇതെല്ലാം ആണും പെണ്ണും ചൊല്ലൊരു ബോധമേ ഇല്ലല്ലേ ഞങ്ങളുടെ സമൂഹത്തിൽ. യാ റബ്ബി അല്ലാഹു ഞങ്ങളെ കാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ ഇങ്ങനത്തെ മുസീബത്തുകൾ പിടിച്ചത് അവിടെ ചോറും തിന്നൊന്നുമില്ല, അവിടെ മഞ്ഞിട്ട് പോണൊന്നില്ല. ഞാൻ പണ്ടില്ല ചൊല്ല ഞാൻ ഇല്ല ഇങ്ങനത്തെല്ലാം ആക്കണ്ട. എന്തേ നീ ഒരു ചോറ് 100 രൂപയുടെ ചോറ് തരുവേ, ആ ചോറ് അങ്ങനത്തെ ഒരു ഗതികേട് നക്ക് വന്നില്ലേ. ഇതിലൂടെ നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ നമ്പലാക്കിക്കൊണ്ടുള്ളേ. നിങ്ങളെ നബി തങ്ങളെ മുഖത്തെ കർപ്പാട്ടുണ്ടാൻ ചെന്തല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വായിഫിൽ ഒരാളെ നടന്നിട്ട് കല്ലെറിഞ്ഞാറ് കാലിലെ ചോര വന്ന് തിരിഞ്ഞിട്ട് നടന്നു വന്ന് മക്കത്തിൽ നിൽക്കുമ്പോഴേ മക്കത്തെ മദീനത്ത് 500 കിലോമീറ്റർ നടന്നിട്ട് പോയിട്ട് വാഹനത്തിലും നടന്നിട്ടും സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് സ്വർഗത്തിൽ പോകുവാനായിട്ട് ജാവും പോലും കഷ്ടപ്പെടുന്നെങ്കിൽ നേതാവുടെ മദീനത്തിൽ എത്തിയിട്ടുള്ള കിടന്നിട്ടുള്ള നേതാവുടെ മനസ്സിലെ ഒരു നാൾ എത്ര വട്ടാണ് ഒരാണ് ഒരു പെണ്ണ് ഇന്നത്തെ കാലത്ത് വെച്ച് ഒമ്പതാക്കിക്കൊണ്ടുള്ളേ. എന്നിട്ട് ഞാൻ ദ്വാരക്കടെ നബി തങ്ങൾ ഒട്ടിയെ സ്വർഗത്തിൽ സീറ്റ് താണ്ടല്ലേ എൻ്റെ ദ്വാ ഇത്ര കിട്ടുക അവനവൻ ആലോചന എനിക്കെന്ത വിഷയല്ലേ. ഞാൻ മൈക്കാലത്ത് ബസ് വത്തിയിട്ട് ബാംഗ്ലൂർ പോകണമെന്ന് തോന്നിട്ട് ദ്വാരന്നിട്ട് കാര്യമുണ്ടാ. എത്ര മൈക്കാലത്തേക്ക് എൻ്റെ ദ്വാ റബ്ബേ എൻ്റെ ബാംഗ്ലൂരിൽ എത്തുവാട്ടണോ. അത് പിന്നെ ഡ്രൈവർക്ക് സമയം ഇല്ലാണ്ടാവണം. റോഡ് തിരിച്ചിട്ട് ബാംഗ്ലൂർ പോകണാവും. അല്ലാണ്ട് മൈക്കാലത്തെ ബസ് പറ്റിയോണം മൈക്കാലത്ത് എത്തരേ ബാംഗ്ലൂർ എത്തില്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇങ്ങനെ ധാരാളമുണ്ട്. അനാചാരങ്ങൾ ഒഴിവാക്കുക, മോശമായ സമ്പ്രദായങ്ങൾ ഒഴിവാക്കുക, അകറ്റയില്ലാത്തതെല്ലാം ഒഴിവാക്കുക സാധ്യമാവും. ഈ വന്ന ആൾമാർ ഞങ്ങൾ എല്ലാവരും കൂടി പ്രതിജ്ഞയെടുത്താണ്ടായത് അൽഹംദുലില്ലാ അതേറ്റവും വലിയ ക്രാന്തിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കിടാവ് പേരിട്ട സമാരംഭമാണ്. 7 കിടാവ് പേരിട്ട നല്ല വിഷയമല്ല. 7 പേരിട്ട് പക്ഷേ ആ പേരിട്ടവിടെയും മുസ്ലിം ഉമ്മത്ത് കച്ചറിയില്ല. എന്തെല്ലാം പേരാണ്. ನನ್ನ ಈ ಮೊಬೈಲ್ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര പേരുണ്ട്. ഞങ്ങൾ പിന്നെയും വിളിച്ചിട്ട് മൊബൈൽ കേട്ട് നടന്നിരിക്കോ. അതിന് അർത്ഥം ചൊല്ലുള്ളൂ. ഞാൻ ലാസ്റ്റ് ചൊല്ല ആ പേര് ഉണ്ടാക്കിയവൻ ഒರ್ತയ്ക്കുമല്ല അവനൊട്ടി അർത്ഥ കേൾക്കും. അപ്പൊ അവൻ കടത്തറ അവൻ്റെ ഉസ്താദ് ഗൂഗിളിലല്ലേ. ഗൂഗിളിൽ നിങ്ങൾ എന്തിനെ അടിച്ചു കൊടുത്താൽ അർത്ഥമുണ്ട്. ഗൂഗിളിൽ നോക്കിയിട്ട് പേര് വെക്കണ ദുരന്ത മുസ്ലിം ഉമ്മത്തും ഉണ്ടാ. ഇവിടെ നോക്കും ഞാൻ ചില പേരുകളുടെ വന്നിട്ടുണ്ട്. അഹിൻ സയാൻ ഐഹാൻ സൈഫ് അൽപൻ സെഹക് അമീൻ സാമി സൈസ
പിന്നെ ഹിബ്സ ഇങ്ങനത്തെ ഉള്ള പേര് കുറേ ഉണ്ട് കണ്ടിട്ട് ഇത് ഇതിന് അർത്ഥം കേൾക്കോ. ഇതിന് പിന്നെ ഫാത്തിമാന്റെ അപ്പുറത്തുണ്ട്. ഫാത്തിമല്ല ഞങ്ങളെ മൈൻ ഇത് അൽപ്പൻ ചെന്ന് അൽപ്പൻ ഇങ്ങനത്തെ പേരെല്ലാം വെക്കണോ. എന്ത് ഇതാരും വെക്കണോ? വലിയ ആൾമാരെ മക്കളെ പേര് മദ്രസത്തിന് പണ്ട് 500 മക്കളുള്ളവരുണ്ട്. ആ മക്കളെ പേരും ചെക്കാക്കി നോക്കാൻ പുതിയ പേരുകളുണ്ട് അവിടെ. അൽപ്പൻ, കുൽപ്പൻ, സുൽപ്പൻ, ഇൽപ്പൻ ഇങ്ങനത്തെ ഒരു ലെവലില്ലാത്ത പേര് നല്ല മക്കൾ മോശമായ പേര് വെക്കൽ കൊണ്ട് മക്കളെ കടക്കാക്കളെ നാശാക്കുന്നത് നാനാണ്. ഈ ബോധം നമുക്കുണ്ടാകും. ഞങ്ങൾ ഇങ്ങനത്തെ പേരാണ് വെക്കോ. നാവുന്നില്ല എവിടെ എത്തിയിട്ടുണ്ടാകും. മുസ്ലിം മുമ്പത്തെ ಬಗ್ಗೆ ഇങ്ങനെ മുൻകൂടുന്നല്ലാണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ ആൾമാർ എന്റെ ഇലക്കാ പേര് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന പേരെത്ര ഉണ്ടോ, സ്വഹാബത്തിന്റെ പേരെത്ര ഉണ്ടോ. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചൊല്ല പ്രഗത്ഭരായ സ്വഹാബി. ആ സ്വഹാബിനൊട്ടി ഒരാൾ ഓടി വന്ന് ചെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ വിളിച്ചിട്ട് നല്ല പെഞ്ഞായി പെട്ടാത് നല്ല കിരാവ് നിങ്ങളുടെ പേര് ഞാൻ വെച്ചേ, നിങ്ങളെ ബർക്കത്ത് നല്ല കിരാവ് കിട്ടുള്ളൂ. അള്ളാഹു അങ്ങനെ ആക്കടാ. SSF ഓഖാലിദിന്റെ ಬಗ್ಗೆ നിങ്ങൾ കേട്ടാറല്ലേ. ഓഖാലി 28 വർഷം ജീവിച്ചിട്ട് ലോകത്ത് 100കണക്കിന് ആൾമാർ ഇസ്ലാം പോകുമെന്ന് എനിക്ക് ആളാണ്. അയാൾ ബുക്ക് വായിച്ചിട്ട് ആൾമാർ ഇസ്ലാം പോകുന്ന ഓഖാലി ഓടുന്ന ഖാലിദ്. ആ ഓഖാലിദിന് അയാളെ അജ്ജി വെച്ച പേര് ഖാലിദ് ഇട്ടാണ്. രായത്തങ്ങ ചൊന്നാൽ പല പേരല്ലേ. ഈ പേരെന്ത് വെച്ചാൽ ഈ കുട്ടിയിൽ ഞാൻ ഖാലിദ് എന്നോരെ കാണുന്നു. ഏത് ഖാലിദ്? 1400 വർഷത്തിന് മുന്നിൽ ഇസ്ലാമിൽ വലിയ വിജയം കൊണ്ടുവന്ന സൈഫുൽ മസ്ലൂൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ആ കിടാവ് നാം കണ്ടിട്ടുള്ള 28 വർഷത്തെ ബർക്കത്ത് എത്രയാണ്. എമ്മ ഉസ്താദ് അടക്കം ചൊന്നത് ഓടുന്ന ഖാലിദിന്റെ എത്ര വലിയ ആളായി മാറി. ഞാൻ ചൊന്ന പേരിലൂടെ നിങ്ങൾ എടുക്കാക്കട. ഉമർ റളിയല്ലാഹു അൻഹു മുട്ട വരാൻ വന്നിട്ട് പേര് നിന്റെ പേരെങ്ങനെ? അവന്റെ പേര് തീയുടെ അർത്ഥം വേണ്ടതാണ്. നിന്റെ അപ്പടെ പേര് അതും തീയാണ്. നിന്റെ റായത്തെ പേര് എല്ലാം തീയാണ്. മഹാൻ ചൊല്ലുന്നു നീ ഔത്തു പോകുന്നില്ല. അവ കത്തിരുണ്ട് പോയി നോക്കുമ്പോ അവ കത്തിരുണ്ടാണ്. നിഷ്കാത്ത ശരണി സംഭവം അവ കത്തിക്കൊണ്ടു. പേരിൽ എന്തുകൊണ്ടും കേൾക്കണ്ട. പേരിലുമുണ്ട് ചിലതെല്ലാം. ഞങ്ങളെ മക്കൾ നല്ല പേര് വെക്കാം. നല്ല ഉദ്ദേശിച്ചു ഞങ്ങൾ ഞാണ്ട് മിസൂര് പോയപ്പോ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹുവിന്റെ മഖബറത്ത് പോയ സഹീഹുൽ ബുഖാരി വ്യാഖ്യാനം എഴുതിയ ലോക പ്രസിദ്ധനായ പണ്ഡിതനാണ്. ലക്ഷക്കണക്ക് ഹദീസ് മനപ്പാടയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അങ്ങനെ ഈ ഉമ്മത്ത് ആക്കിയ സേവ എത്രയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞങ്ങൾ ഇത്ര സേവയ്ക്ക അങ്ങ് പഠിപ്പാട്ടിയ ദീനിടെ ഞങ്ങൾ നാശാക്കിക്കൊണ്ടുള്ള മസി പഠിച്ചുകൊണ്ടുള്ള അല്ലാഹു ഞങ്ങളെ വിടുവാണ്. അവിടെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ പോയപ്പോൾ ഞങ്ങളൊക്കെ ഫാറൂഖ് ഉസ്താദിന് അയാളിങ്ങനെ ബേജാറാവുക. കണ്ണിൽ ഇങ്ങനെ തണ്ണി വന്ന പോലെ കണ്ടെത്ത് ഞാൻ കേട്ട ഇതില്. അപ്പൊ അയാൾ കണ്ടു നല്ല 3 മക്കളും ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹുവിന്റെ കിതാബ് നോക്കിയിട്ടാണ് ഞാൻ പേര് വെച്ചത്. ഞങ്ങളുടെ ബർക്കത്ത് നിങ്ങൾക്ക് കിട്ടുമല്ലോ ഉദ്ദേശമാണ് നല്ലത്. നന്നൊട്ടിയൊക്കെ വന്നിട്ടില്ലയാ എൻ്റെ മോൻ പെഞ്ഞായി പെറ്റാൽ കിടാവ് പേര് വേണു. ഞാൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു കിതാബ് കണ്ടിട്ടുണ്ട്. അൽ ഇസാബ ഫീ തമീസ് സ്വഹാബ. 1000കണക്ക് സ്വഹാബത്തിന്റെ പേരുണ്ട്. ഞാൻ അയാളെ പേര് കൊടുത്ത പെണ്ണികളുടെ പേര് ഇതിലൊന്നും നിങ്ങൾ സെലക്ട് ആക്കുമോ? അയാൾ ജുമാനാണെന്നുള്ള പേര് സെലക്ട് ആക്കിയിട്ട് ഒരു സ്വഹാബി പെണ്ണുടെ പേരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ ഒരു ബോധം ഞങ്ങൾക്കുണ്ടായിട്ട് ഞങ്ങൾ ആറാറ് പേര് വെച്ചോളൂ. ഏതോ അവർക്കത്തോട് ചൊല്ലുമ്പോമേ യന്ത്രമാവുള്ളൂ. പേര് വെക്കലോടുകൂടെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നാശാക്കിക്കൊണ്ടുള്ള. അപ്പൊ ഞാൻ ചൊല്ലുന്നത് എല്ലാ രംഗത്തിലും അനാചാരങ്ങൾ വലിച്ചിട്ട് പോയ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ എന്തൊരു വിഷയം ചൊന്നെങ്കിൽ അങ്ങാക്കിയ പോലെ ഞങ്ങാക്കാണ്. അങ്ങാക്കിയതുപോലെ ഞങ്ങാക്കാണ്. ബനു ഇസ്രായേലിന്റെ റെഡ് സീല് ഫിറൗന്റെ മുക്കിട്ട് അപ്പുറത്ത് പോയപ്പോ അവിടെ കുറെ ആൾമാർ ദേവരെ ആരാധിച്ചുകൊണ്ടുള്ള എതിരെ ബിംബത്തെ ആരാധിച്ചുകൊണ്ടുള്ള ഇങ്ങളെ ഫിറൗന്റെ തൊട്ട് ബച്ചാവാക്കിയിട്ടാണ് അവിടെ പിടിച്ചു പോയത്. ചെറ കഷ്ടം വന്നിട്ട് മൂസാനെ വിളിച്ച് അവിടെ പോയിട്ട് അങ്ങ ചെന്നെന്തര വന്നില്ല. അങ്ങനെല്ലാം നോക്കും എതിരിൽ വെച്ചിട്ട് ആരാധിക്കും. എത്ര പ്രതിമയെല്ലാം നാക്കോറും അത്തയ്യാത്ത ഊർബയെ പോലത്തെ വെച്ച് ഇത്ര കഷ്ടം വന്നിട്ട് ഫിറൗന്റെ റെഡ് സീൽ മുക്കിയിട്ട് ഈ മൂവി നിങ്ങൾ പിടിച്ചുകൊണ്ട് എവിടേക്ക് സീനായി മറുഭൂമി ഫലസ്തീന് പോകുന്നു. പോയിട്ട് അവിടെ നോക്കുമ്പോ കുറെ ആൾമാർ ബുദ്ധ ആരാധനയ്ക്കൊണ്ടുള്ള. അപ്പൊ ഇങ്ങനെ റിക്വസ്റ്റ് ഉണ്ട് എന്തേ അത് ഞങ്ങൾക്കും ഇങ്ങനത്തെ പരിപാടി ആക്കിത്തരോ. അപ്പൊ നിങ്ങൾ ഈ ഊർത്തോളം ഞാൻ കൊമ്പന്നെ ഇത്ര കഷ്ടപ്പെടുന്നിട്ട് എല്ലാം പോയിത്താ അല്ല അങ്കുണ്ടല്ലേ കമാലവും മാറിയ അങ്കുണ്ടല്ലേ. അതുപോലെ ഞങ്ങൾക്കും നിക്കട്ട്. അതുപോലെ അവർത്തവത്തോളം ആക്കിയാറല്ല അത് നാനും ആക്കണേ. അവർത്തങ്ങ് ആക്കിയാറല്ല അതുകൊണ്ട് ഞങ്ങൾക്കും നിക്കട്ട് എന്ന് ചൊന്നിട്ടു ഈ ആരെങ്കിലും എന്റെ കൈപിടിക്കോ കൊണ്ടാറാ മരിക്കുമ്പോ കൊണ്ടാറാ കബറ് കൊണ്ടാ ആറും കൊണ്ടില്ലേ
ആരാറാക്കിടാറും ചൊന്നിട്ട് ഞങ്ങൾക്ക് പോകണ്ട. ഞങ്ങളെ ബച്ചാവ് ഞങ്ങൾ മാത്രമേ ആക്കണോട് സഹോദരന്മാരെ. ആരും ഞങ്ങളെ രക്ഷപ്പെടുത്തുകൊണ്ടല്ലേ. സ്വന്തം പെഞ്ഞായി മാപ്പിള സീക്ക് പോകുന്നപ്പോ ഞങ്ങൾ പോയപ്പോ ചൊന്താ മാപ്പിള മരിക്കോതുവാർക്കോളൂ. സീക്ക് പോകുന്ന മാപ്പിളയുടെ നോക്കൂ പെഞ്ഞായിന്റെ റെഡിയില്ലേ, പെഞ്ഞായിയുടെ നോക്കൂ മാപ്പിള റെഡിയില്ലേ. അവിടെയാണ് നല്ല പെഞ്ഞായി നല്ല മക്കൾ ചൊന്നിട്ട് ഞാൻ ജീവ വിട്ടോണ്ടുള്ളേ ഉടണ്ടാണ്ടല്ല നോക്കണു. പക്ഷേ നല്ല എപ്പോഴും കൈപിടിക്കണോ എന്റെ റബ്ബ് മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. അവൻ അല്ലാണ്ട് ഒരാളും എന്റെ കൈപിടിക്കോ കണ്ടില്ലേ. അതുകൊണ്ട് നിന്റെ അള്ളാഹു നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ക് എതിരാവണത്തെ കാര്യം നാനാക്കില്ല റബ്ബെ. ഞാനില്ല നിന്റെ ബച്ചാവാക്കുക ആരും കണ്ടില്ലേ. നാനേ ചേഞ്ച് ആവണത്തരെ, നാനേ ബദലാവണാവത്ത്. ഇതല്ലാത്ത വേറൊന്നും ഇല്ലേ സഹോദരന്മാര്. ഞാൻ ഹജ്ജി പോയപ്പോ ഞാൻ പലപ്പോഴും വിളിച്ചത്, ഹജ്ജി പോയപ്പോ അവിടെ മീനാത്തിൽ കല്ലെറിയ കൊണ്ടു എന്തോ കല്ലെത്തിയേറി ഇല്ല നല്ലെറിഞ്ഞ കണ്ടു സൈത്താൻ റൊട്ടി അത്ര അർസല്ലേ അതിന് 3 ജംബ്രുണ്ടു. ഇതിക്കിങ്ങനെ കല്ലെറി ഓരോരുത്തർ ഏത്ത് കണ്ണി കല്ലെപ്പമാ സൈത്താൻ ചത്തു പോയിട്ടിപ്പോ അങ്ങനത്തെ ഏറ്. പക്ഷെ അതേ കല്ലെറിഞ്ഞാണ് ഇവർ വന്നിട്ട് പെരക അവൻ പറയില്ല. അവിടെ അവൻ കാൽ ചവിട്ടിയ അവൻ താണ്ടിയ അവൻ വിട്ടുപോയ അവൻ ഇങ്ങനെ കല്ലെറിഞ്ഞിട്ട് സൈത്താന്റെ ഓടുവാട്ടി വന്നതാണ്. അതേ സൈത്താന്റെ അരിഞ്ഞു പിടിച്ചിലൂടെ വേണ്ടേ ഞാൻ ചൊന്ന കല്ലേറ് കൊണ്ട് സൈത്താന്റെ ഓടുവാട്ട് ആവില്ലേ. ഞങ്ങളെ ചേഞ്ച് ആക്കുന്നത് ഞങ്ങൾ മാത്രമാണ്. കല്ലേറ് കൊണ്ട് ഞങ്ങളെ ബദലാക്കുവാടും വിചാരിച്ചാ ഇല്ല. അതിനിടയ്ക്ക് ഞാൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പെണ്ണിങ് എന്നിട്ട് മസാല എന്തെങ്കിലും അല്ലോ ഉസ്താദ് റായത്തൊരു പെണ്ണിങ്ങെ വിളിച്ചിട്ട് ഏൽപ്പിച്ച് ഒരു 7 കല്ലെറിയുന്നതാണ്. എവിടെയെങ്കിലും 7 കല്ല് ചമ്പ്രത്ത് ഇവിടെ ഞങ്ങൾ പോണേണ്ടാക്കാൽമാർ മുസ്തലിഫത്തിൽ കല്ല് ഇട്ടു പെരടിയോണ്ടുള്ള അന്യല്ല തേടിയുണ്ട് കല്ല് കൊണ്ടുണ്ട് ചെറിയ കല്ലുണ്ട് വലിയ വലിയ. അതിനടുത്ത് റായത്തൊരു പെണ്ണിങ്ങനെ വസിയത്ത് നല്ല ഇങ്ങനെ വിട്ട് റായത്തെ ഓരോരുത്തർ വസിയത്താക്കിയാൽ എന്താ അയാൾക്ക് എത്ര കല്ല് വേണോ. ഇത് പുതിയത് കൊമ്പുണ്ട്. ഞാൻ ചൊല്ല അങ്ങനൊന്നും ഇല്ല, നിങ്ങൾ സുറാക്കണ്ട അങ്ങനെ എനിക്കിവിടെ കല്ലില്ലേ. നിങ്ങൾ ഇനി റായത്തെ ഒരാൾ ഹജ്ജി കൊണ്ട് ഇപ്പൊ ഉപ്പള്ളിയിൽ ഒരു 3000 ആളിക്കൊണ്ട് പേരിക്കാം, ഒരു 2 ആൾ ഹജ്ജി കൊണ്ട് 3000 ആൾ സൈത്താൻ കെട്ടിയാർ ഇവിടെ ആക്കട പണി സൈത്താൻ്റെത്. സൈത്താൻ്റെ ഇറക്കി പിടിച്ചിട്ട് എടുക്കല് എന്നിട്ട് സൈത്താൻ നണ്ട വെക്ക കല്ലെറിയോ. ഞാനത് എഴുതിട്ടിന്ന് നമ്മൾ യാറും ബദലിച്ചോദില്ല. ഒരു കല്ലസത്വവും ഞങ്ങളുടെ ബദലാക്കില്ലേ. ഞങ്ങളെ ബദലാക്കുന്ന നാൻ മാത്രമാണ്. ഞാൻ 100 ഹജ്ജി പോയില്ല എന്നതുകൊണ്ട് ഞാൻ ചെയ്തവരുടെ നന്റെ ബദലാക്കുന്നത് നാനാണ്. അതുകൊണ്ട് അവനവന് പ്രതിജ്ഞാക്കിയെന്ന് മാത്രം ഈ കാര്യങ്ങൾ നടക്കും. ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദരന്മാരെ. കാര്യമായ വിഷയങ്ങളുണ്ട്. മഞ്ഞിൽ നടക്കണ്ടേ. മഞ്ഞിൽ തണ്ട് വലിയും അതുപോലെ വലിയ വലിക്കാറ മഞ്ഞിലാക്കി കൊടുക്കുന്ന ആള്. അതുപോലെ അവിടെ മാപ്പിളയ്ക്കിട് സൗദിക്കിട് പിന്നെ 2 സാക്ഷിങ്ങൾ വേണം. പ്രധാനമായിട്ടും അതല്ലേ സാക്ഷിങ്ങൾ വേണം. അപ്പൊ അവിടെ സഹോദരന്മാരെ വലിയ കുത്തുബോധസുന്നത്തുണ്ട്. വലിയ ചൊന്നക്കാർ മഞ്ഞിലാക്കി കൊടുക്കടെ അപ്പ പിന്നെ അയാൾക്ക് ആവാത്തോണ്ട് ഞങ്ങൾ ഓതരം അവിടെ കുത്തുബ അയാളെ പകരക്കാരനായിട്ട് ഓതാ ഓക്കെ. പിന്നെ ഈ വലിയ ചൊന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഔലിയല്ല അപ്പൊ പെണ്ണുടെ അപ്പക്ക് വലിയ ചൊല്ല് വലിക്കാറ എതിരിൽ അവൻ അവിടെ തെച്ചിട്ടിക്കട. അങ്ങനെ തെച്ചപ്പോ പിന്നെ കാര്യമായ ചർച്ച വേണമെങ്കിൽ അവിടെ എതിരെ വന്നില്ല. കിബില പറ കാക്ക കിബിലത്ത് മുന്നിട്ട് തെറ്റി ഇവരെ തെറ്റി അതെടുത്ത് കണക്കാവുള്ളൂ. അയാളല്ലേ തെക്കണേ കിബിലത്ത് മുന്നിട്ട് മാത്രം നിക്കാ സമാവണ വിചാരിച്ചോ. ഇവിടെ സമാവണയെ കുറെ വിഷയമുള്ളതൊന്നുമില്ല. ഈ സീഹ പദങ്ങൾ ഇതെന്ത് സമാക്കളിൽ ഇത് പഠിച്ചിട്ടേ കൊണ്ടില്ല. വലിക്കാറ അബ്ബ എതിരിൽ തെച്ചവണു 6 മർമ്മം അവന്ന് കാണി ഇയാളെ മുകളിൽ മഞ്ഞിലാക്കി കൊടുക്കൂടെ. അങ്ങനെ മഞ്ഞിലാക്കി കൊടുക്കുമ്പോ അവിടെ അതിന് അതവാണ് മുഖം നോക്കിയിട്ട് നല്ല നിക്കാറ്. ഇവ മുഖം നോക്കാറ്. ഇത് ഗൗജിന് പേടിയിലെല്ലായിട്ടേക്കു ഇതെല്ലാം ശ്രദ്ധിക്കണം. എനിക്കെന്ത് വിഷയ ഇവിടെ 10 ലാക്ക് 200 ലാക്ക് ഗാബുൽ മഞ്ഞിലത്ത് ഖർച്ചെല്ലാം ആക്കണമെന്നാണ്. ഗൗജി മഞ്ഞിലെങ്ങനെ ആക്കണമെന്നൊക്കെ ഒന്നില്ല. അത് മൈൻ വിഷയം ഒന്നില്ല. അത് പദവും ചൊല്ലോകിട്ടില്ല. നമുക്ക് അതെല്ലാം ഞാൻ പഠിക്കണോ എഴുതിയിട്ട് അത് നക്ക് വന്നുണ്ട് ഉസ്താദിന് കേട്ടിട്ട് കാര്യം പഠിക്കണ്ടേ. നന്റെ ഒരു പ്രിയപ്പെട്ട മോളിലെ മഞ്ഞിലാക്കി കൈ നീട്ടി ഞാൻ കൊടുക്കുമ്പോ ആ പദം വരെ നക്ക് ചൊല്ലുകാവില്ല ചൊന്നെ. പിന്നെ ഞാൻ എന്തിക്കും നക്ക് ഇതെല്ലാം കോതിയിലൂടെ പോയിട്ട് ഇതാ മൈൻ. ഇത് ഞങ്ങൾക്ക് മൈനിന്റെ പോലെ പാലക്കാർക്ക് മൈൻ എന്തിട്ട് പിന്നുള്ള ഇത് ആ വെടി പൊട്ടുവാട്ടറല്ല അത് ഇത് വെടി പൊട്ടുവാട്ടർ പിന്നെ ഉണ്ടല്ലേ ദീപാവലികളിലാക്കാറ് മുസ്ലിം അതാണ് മൈൻ. പിന്നെ ഈ വീട്ടുകൂട് കൊണ്ടുമ്പോൾ വെടിപാട്ട് അതുവരെ ഗൗജി ആനർക്ക് പോയ പോലെ കൊണ്ടാറുള്ളത്. ഇതല്ലേ പഠിക്കണായി. അവിടെ ഫസ്റ്റ് കുറേ ഉണ്ട്. ഞാൻ അത് നിപ്പാട്ടില്ല സൗകര്യം കണിച്ചോളൂ. അത് ഞങ്ങൾ മങ്ങിയാക്കുമ്പോൾ ഞങ്ങൾ മുന്നേ പഠിച്ചിട്ട് പോവാം. കേട്ടിട്ട് ആരെങ്കിലും അടുക്കുവാറല്ലോ കേട്ടിട്ട് പോവാം. എങ്ങനെ ഞാൻ ചൊല്ലുള്ളൂ അപ്പോൾ തീര അവിടെ കുറെ ആൾമാരെല്ലാം ഇക്കിടാറ്. അവിടെ ഞാൻ സൗവത്തുക ചൊല്ലും മല്ല മുഖൽ അപറിപ്പത്തി നിങ്ങാവാ ഞങ്ങൾ ഉസ്താദിന് സൗവത്തുക ചൊന്നു കൊടുത്ത് പിന്നെ ഒച്ചത്തുക്കണ്ടായിട്ട് ലാസ്റ്റ് വജ്ജത്തുക ചെന്നപ്പോ വജ്ജത്തൂടല്ല നിസ്കാരത്തിൽ ഇവിടെ സൗവത്തുക്കാൻ ചെല്ല സൗവത്തു അറബിൽ മാത്രം നിക്കാ സ്വയ്യ അവിടെ ഒരു അഭിപ്രായം ഉണ്ടാവാം. പേരിക്കല്ല ഒരു അഭിപ്രായം കാണും. ആ അഭിപ്രായം അങ്ങനെ എടുക്കണേ നിങ്ങൾ നിക്കാ സമോടാം സൗവത്തുക എന്തിനെന്തിനുള്ള ചൊല്ല് അമ്മമ്മയാവുന്നു.
ലാസ്റ്റ് ഞാൻ ചൊല്ലു പഠിച്ചിട്ട് പോകുന്ന ആര് തമസയ്ക്കല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ. എന്നിട്ട് മുഖം നോക്കിയിട്ട് ചെല്ലാം. അപ്പൊ കാക്കക്ക് സൗവത്തുക്ക ചെന്ന് കൊടുക്കുമ്പോ എതിർലിക്കലല്ലേ മഞ്ഞിൽ അവിടെ മറന്നു. സൗവത്തുക്കളുടെ അർത്ഥം നിൽക്കുന്ന എന്റെ മുകളിൽ നന്മങ്ങിലാക്കി തന്നെ. അപ്പൊ എതിരില്ല അവനും സൗവത്തുക്കല്ലോ, അവനത് ചൊല്ലോത്തിയാപ്പത്തല്ലേ സബൂറും നിക്ക് ആയിട്ടില്ല നിന്റെ ഭരണത്തെ നിന്റെ കവിത്വം മിക്ക മാത്ര ഇയാളെ സൗവത്തുക. ಇದಕ್ಕೆ ನಾನು ಸಾಕ್ಷಿ കളവ് ചൊല്ലല്ല, ನಾನಿಪ್ಪ ചൊന്നതെല്ലാം അനുഭവമാണ്, സത്യമാണ്. സൗവത്തുക ചൊല്ലുക അവನ ಅರ್ಥ ಉಂಟು ಸೌವೈತುಕ. ಅವ ಕಾಕ ಚೊಲ್ಲ ನಂಡೆ ಮೊದಲ ನಿಂಕ ನಾನು ಮಗಿಲಾಕಿ തന്നെ ನಾನು ಮಗಿಲಾಕಿ തന്നെ ಅವ್ರು ಚೊಲ್ಲ സൗവൈತುക ಅವನು ಚೊಲ್ಲ ಸಬೂರು ಸಬೂರು ಇಲ್ಲ ನಿಂಕ ಮಗಿಲಾಕ ಮೊದಲ ಆಯ್ತಿಲ್ಲ ನೀವು ಮಗಿಲಾಕಿ ಹೋಗ್ಬಿಡು. എന്നിട്ട് നീ ഖബിൽതു മിൻക നികാഹ ഖബിൽതു നികാഹ വതസ്ബീഹ ബിഹാദൽ മഹ്രിൽ മദ്കൂരി വറദീതു ബി. ഇതിലൊരു സത്യമേ ഇല്ല, കേൾക്കുകയും വേണ്ടില്ല, അതിൽ പഠിക്കുകയും ഇല്ല. ഞാൻ വേറെ കാപ്പിലല്ല സട്ടാക്കി വെച്ചില്ല. അതാ താളത്തണ്ട് 35-46 വലിയ ചിന്തന്മാരെല്ലാം പറഞ്ഞു. അവിടെ നിന്ന് കാണൊക്കെ ഉണ്ടു, പൊട്ടുവാട്ടം ഉണ്ടു, ആരെങ്കിലും എതിർക്കോ വന്നാരെങ്കിൽ നെല്ലി താൺപാട്ടം ഉണ്ടു, അങ്ങനെ പറയുകൊണ്ട് റെഡി വരണു. ಗಾಡಿ ಅದು ಇನ್ನ ಗಾಡಿ ಇತರ ಪಟಾಕಿ ಅವನು ಇತರ പൊട്ടോട്ടം ಉಂಟು. പിന്നെ മങ്ങില കഴിഞ്ഞ ഉടനെ നിങ്ങളെല്ലാം റെഡി വേണം. അവിടെ ഞങ്ങൾക്ക് മേൽപോകുന്നുണ്ട് എന്തെങ്കിലും അവളെ തಗೊಂಡೆ ಅವಳಿಗೆ ಬೇಡಿ ಅವಳಲ್ಲ ನನ್ನ ಮಾಪಡ ಚಿಲ್ಲರೆ ಆಳಂದು ಕಾಣಿಸು അവിടെ ഓണോ സംഘത്തെ വിട്ടു പോകുന്നു. അത് ഞാൻ ചോദിച്ചു വിവാഹത്തെ പ്രധാനമായ വിജയ ഒരു കവിൽത്തു മിങ്ക ചൊല്ലു കിട്ടാത്ത നീನು ഇസ്ലാം എത്ര സേവാനാക്കിയ നീನು അവിടെ താളത്തെ പേരിൽ വീട്ടിലെ പേരിൽ ഇത് ഇസ്ലാം പടിപാട്ടിത്ത ആറ് പടിപാട്ടിത്ത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ള ഇങ്ങനെ മുസീബത്തുകൾ വലിച്ചിട്ടിരിക്കത്തെ എത്ര ആൾമാറുള്ള വിഷയം പഠിക്കില്ല, പഠിക്കണായത് പഠിക്കില്ല, കാര്യമായ വിഷയങ്ങൾ പഠിക്കില്ല, എന്നിട്ട് എന്തോ ആക്കിക്കൊണ്ടിരിക്കണേ. അവൻ ഈ നിക്കാഹ് സുന്നത്തായി കുറെ കാര്യങ്ങളുണ്ട്, നാം സംസാരിച്ച കുറേ വിഷയങ്ങളുണ്ട്. നിക്കാഹിൽ പിന്നെ വലീമ സുന്നത്തുണ്ട്, വലീമ കൊടുക്കൂടെ. അത് കുറേ ആകുന്നില്ല. ഭർത്താവ് 10 ലക്ഷം ആക്കിത്തിന് പേർക്ക് അയാളുടെ പൈസ ഉണ്ട്, നല്ലൊട്ടി 10 ലക്ഷം ഉണ്ടാവും, നല്ലൊട്ടി 10,000 ഉള്ളൂ. ആ 10,000 കമ്പത്തിന് മയ്യാവും എല്ലാം ചെന്നാലോ ഗത്തില്ല ഒക്കൂ നമുക്ക് ഗത്തില്ല 10,000 നാളാക്കി നല്ലൊട്ടിയെ നല്ലൊരു ജ്യൂസും സോജി ഒരു സമൂസ മാത്രമുണ്ട്. അങ്ങനെ ആക്കണോണ്ടല്ല ചൊന്നെ അതേ ഉള്ളിൽ വിചാരിക്കേ ആവട്ടെ നല്ല മങ്ങിൽ തന്നെ വലീമ നല്ല സമൂസ ಬೇಳೆ ನಿಕ್ಕಾಡ ಕಡಲಾಸೆ ಕೊಟ್ಟು ಬಂಡೆಗೆ ಮಾತ್ರ ಒಂದಿಲ್ಲ. ನನ್ನ ಮಗುವಿಗೆ ಸಮೋಸ ಇರ್ತದೆ ಮಾತ್ರ, ಕಾರಣ ಅಕ್ಕ ಸಮೋಸ ಇಟ್ಕೊಂಡು ಮೈಸೂರಲ್ಲಿ ನನ್ನೊಟ್ಟಿಗೆ ನೀವು പോലെ ಮಂದಿ ಅದು ಇದು ಎಲ್ಲೋ ಟೈಪ್ ಮಂದಿ ನನ್ನಕ್ಕೊಂದು ಹಾಕೋ ಸಾಧ್ಯ ಇಲ್ಲ, ಮೆಯ್ಯಾವಿದೆ. അപ്പൊ ഞാൻ ചൊന്നെ അപ്പൊ അവിടെ വലീമ ആക്കോ സുന്നത്തുണ്ട്. ആ വലീമ നിക്കാഹിൽ പിന്നെ ആക്കിയെങ്കിലും വലീമത്തെ കൂലി കിട്ടും. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട് പിന്നെ ആക്കലാണ് ഏറ്റവും നല്ലത് ഇക്കട്ട്. അപ്പൊ അങ്ങനെ വലീമ കൊടുക്കുന്ന വിഷയം ഞാൻ ചൊന്നെ. അതുപോലെ സുന്നത്തുകൾ ധാരാളമുണ്ട്. നിക്കാഹ് മുന്നൂർ പുളിയും ചൊന്നിട്ട് പ്രത്യേക സുന്നത്തില്ല. നിക്കാഹ് മുന്നൂർ സൗജ് മാപ്പിളേക്ക് ഭർത്താവ്, അതുപോലെ വലിക്കാർ അങ്ങൊരു ചന്ദ്രക്കാർ നിസ്കാര സുന്നത്തുണ്ട്. അപ്പൊ അതൊക്കെ മെയിനായിട്ട് ഉപയോഗിച്ചിട്ട് പോവാം. പിന്നെ നല്ല സദസ്സ് പോകുമ്പോൾ കുളിച്ചിട്ട് പോവാം, അങ്ങനെയുള്ള ഉണ്ടല്ലേ. അതുപോലെ ഉപയോഗിച്ചിട്ട് പോവാം, നല്ല സദസ്സാണ്. പിന്നെ മങ്ങിൽ തണ്ട് ഭാര്യയുമായി ബന്ധപ്പെടുന്ന മുന്നോർ ഓണും ഒരു ചന്ദ്രക്കാർ സുന്നത്ത് നിസ്കാര സുന്നത്തുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കൊള്ളേണ്ട വിഷയമാണ്. പിന്നെ സഹോദരന്മാരെ, അപ്പൊ ഞാൻ ചൊന്ന നിക്കാഹ് അവിടെ ചെയ്തിട്ട് ആര് വലിയ ചൊന്നു കൊടുക്കൂടെ അവൻ സ്വീകരിച്ച 2 സാക്ഷികൾ വേണം. ആ സാക്ഷി എങ്ങനെ ആവണം ഞാൻ ചൊല്ലേ. അതേ സമയത്ത് അതിൽ പിന്നെ നടക്കണമെങ്കിൽ ഞാൻ ചൊന്നല്ല വീട്ട് അത് നിപ്പാട്ടുണ്ടെന്നാണ്. വീട്ട് നല്ല നിപ്പാട്ടുന്നു ഹാളിൽ വീട്ടായെങ്കിൽ മാത്രമാണ് മഞ്ഞിലെ സമൗടെ. മഞ്ഞിലൂടെ ആയിട്ടല്ലേ ഇനിയൊരു സമൗടെ മഞ്ഞിലായിട്ടൈത്ത്. പക്ഷെ ഓണ്ടി ಹಚ್ಚಿದೆ ಏನಿ ಅವ್ನು പോകുമ്പോഴಲ್ಲ ಯಾರೋ ಬೆಂಗಳೂರು ಗೌಜೆಲ್ಲ ಹಾಕೊಂಡು ಬಂದು ಅದರ ನಿಪ್ಪಾಟಿಟ್ಟು പിന്നെ വീഡിയോത്തങ്ങളെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് ജാഥ വിളിച്ചുകൊണ്ട് പോണ്ടാട്ടല്ല ചോദിച്ചു ഓൺ ഒത്തുപോട്ട് ഓൺ ഈ സംഘത്തെ എന്തെങ്കിലും വിളിച്ചു പോകുമേലും. എന്നിട്ട് അവിടെ ഉള്ളതെല്ലാം പൊട്ടുവാട്ട് നമ്മ മൂടികര ഭാഗത്ത് മങ്ങിട്ട് പോയി പൊട്ടുവാട്ടിയമേ അമുസ്ലിമീയ വരെ വന്നിട്ട് നോക്കിയാൽ എന്തിനാ ഇത് നോക്കിയാലാണ് എന്തിനു പൊട്ടുവാട്ടെ. ഇങ്ങാരും പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങ് പിന്നെ ബലയിടോ അല്ലെങ്കിൽ നിപ്പാട്ടോ ആർക്കും സാധ്യയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സാധ്യയില്ല അവൻ മുണ്ടാണ്ട് വെച്ചാൽ ഞാനതൊക്കെ സപ്പോർട്ടാക്കി പോയട്ടെ നന്റെ വിളിക്കടങ്ങളല്ല. അപ്പൊ ഞാൻ ചൊന്നു പറഞ്ഞിട്ട് അങ്ങനത്തെ നിക്കാതെ നന്റെ വിളിക്കണ്ട, ഞങ്ങളെ വിളിക്കണ്ട. ഞാൻ ചൊന്നിട്ടുള്ളേ പരസ്യമായിട്ട് ഞാൻ ചൊന്നു വിളിക്കണ്ട. എന്തിനാ അങ്ങനത്തെ നിക്കാ വിളിച്ചിട്ട് ഇസ്ലാമിന്റെ ക്ഷേമാക്കും അങ്ങനെ നിക്കാവുണ്ട് പൊട്ടുവാട്ടി. ഒരു ഉസ്താദ് മൈക്കാല ഭാഗത്ത് നിന്നിട്ട് അയാൾ എതിർ കൈ പിടിച്ച് നിന്നിട്ടാകുമ്പോ പോകെ പൊട്ടില്ല. ലാസ്റ്റ് ഇയാളെ തലയ്ക്ക് പൊട്ടുവാട്ടിയല്ല. അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ലാത്ത ഒരു ചൊന്നു കേൾക്കാത്തോ ആൾമാറായി അടപ്പടിക്കുകയും ചൊന്നു എന്തിന് ഈ ഭാഗക്കാരുടെ മഞ്ഞത്ത് എന്തെങ്കിലും ബർക്കത്തിക്കോ സഹോദരൻ ബേജാറ് കൊണ്ടാണ് ഞാൻ ചൊന്നുകൊണ്ടുള്ളത്. ബർക്കത്തിക്കോ ഓണ് മഞ്ഞത്ത് ഏറ്റവും ഉള്ളതല്ലത്
കൂടെ എല്ലാവരെയും മനസ്സ് മുമ്പലാക്കിയിട്ട് എനിക്ക് നിക്കാക്കണം മങ്ങിലാക്കണം. ഇത്ര വലിയ മുസീബത്താണ്. അങ്ങനെ 6 ആക്കിടാറുണ്ടായിരുന്നു. മുസീബത്താണ്. പടച്ചോൺ നിങ്ങളെ കൂടെ കൂടെ നിങ്ങൾക്ക് വലിയ പമ്പായിട്ട് ചെയ്യിക്കാം സഹോദരന്മാരെ. എന്നിട്ട് നിക്കാടെ വിദ്യയുടെ താളമേലാണ് ചൊല്ല പേര് അതൊക്കെ പോലെയാണ് ഞാൻ ചൊന്നില്ലേ. എത്ര ഒരാൾ കണ്ടിട്ട് വന്നിട്ട് ചൊന്നു 25,000 കേട്ട ഉസ്താദ് 50,000 കേട്ട പെണ്ണിങ്ങ തടഞ്ഞു നിൽക്കടാവ് നിപ്പാട്ടുള്ള 50,000 തരാണ്ട് റൂമുക്ക് പോകൂടില്ല. ആണിങ്ങ തടഞ്ഞു നിൽക്കടേ. ഹറാമല്ലേ ഇത്? മറ്റ ഹറാമല്ലേ? മഞ്ഞിലാക്കി ഹലാലാക്കി കൊടുത്തെങ്കിലത്തെ പെണ്ണുടെ റൂമുകു ഓണ്ട പോകൂടില്ല. 50,000 നീ തറന്നു ഓണ്ടൊക്കെ 50,000 കൂടെ ഉണ്ട് കൊടുത്തില്ല. എന്നിട്ട് നിൽക്കാൻ തപ്പിടേണ്ട അവസ്ഥകൾ വന്ന് നാളെ പത്രത്തിൽ ഓദിക്കുന്ന കേരളത്തിൽ നടന്ന വിഷയം. മഞ്ഞിൽ 2 റൂമുകൾക്ക് എത്ര റൂമുകൾക്ക് അലാറം സെറ്റാക്കി വെച്ചിരുള്ള നായിന്റെ സൗണ്ട് ಯಾವ 2 ಗಂಟೆ ನಾಯಿ ಶುರುವಾಯಿತು. പെണ്ണ് സഡൻ എഞ്ചാൽ ಎಂಚ ಉಡನೆ ಓಲ್ಕು ಮಾನಸಿಕ ಆಯ್ತು ನಿರಾದೈತ നോക്കൊരു സെക്കൻഡ് വിഷയം ഇതാക്കിയതാ. ഇത് ഗൗജി. അതുപോലെ മഞ്ഞിൽ തന്റെ താളത്ത് വന്നവണോ ഒരാൾക്ക് ഈ കോളിന്റെ മുള്ളുണ്ടല്ലേ, കോളിന്റെ മുള്ളുടെ കാഴ്ചയിൽ കൊടുക്കണോളാം. എത്ര വലിയ മുസീബത്ത്. 30 തീർവൈത് ഹറാമല്ലേ? എന്തിങ്ങനെ ബുദ്ധിമുട്ടാക്കണം? താളാൻ തൊഴുന്നതിന് ഉണ്ടാക്കിയത് ആരാണ്? എന്നിട്ട് അതിന്റെ പേരിൽ കുറെ അനാചാരങ്ങൾ. അപ്പൊ എന്റെ മഞ്ഞിലെ തുടങ്ങിയതേ അനാചാര ഒടുക്കവും ലാസ്റ്റ് എപ്പ നോക്കിയത് ഞാൻ ആറാമല്ലേ. പിന്നെ ഹലാലായിട്ട് നടന്നത് എന്തിന്? ഞാൻ നണ്ട ഒത്തൊരു വൃത്തായിരുന്നില്ലപ്പോ ഓണ്ടെങ്കിൽ സുഹൃത്ത് നണ്ട ഒത്തൊരു മോലിതായിരുന്നു വലിയ വിഷയമാണ്. ഇതെല്ലാം അതെല്ലാം എക്സ്ട്രാ അതെല്ലാം നക്ക് ആറ് ചൊല്ലുന്നുണ്ടില്ല. തീരാണ്ട് ചൊല്ലില്ല. മഞ്ഞിൽ തണ്ട് പോയെങ്കിൽ പുതിയ പെണ്ണിന് പുതിയ പിള്ളേക്ക് ഓർക്കുന്നുണ്ട്. അത് വന്നക്ക് മറക്കണ്. കാലി കൈ കൊടുത്ത് ഓർക്കുക. പുതിയ പെണ്ണുക്ക് കൈ കൊടുക്കും, പറ്റിയ ആൾമാർ കൈ കൊടുക്കും. അങ്ങനെ തോർക്കാം. അള്ളാഹു നിങ്ങൾക്ക് വർക്കത്താക്കട്ടും ചൊല്ലാം. ആണ് പുതിയ പിള്ളേക്ക് തോർക്കാം. പിന്നെ പെണ്ണിനെ കാണേണ്ട ആദ്യത്തെ അത് ഹാളിലെ കാണൽ നിർബന്ധമല്ല. ഇനി നിങ്ങൾ ആരെങ്കിലും തീരുമാനിക്കാറോ ഹാളിൽ വീട്ടിലില്ല ഭാര്യ നല്ല വിഷയം ശ്ലാഘനീയ വിഷയം. ഇൽച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ അത്രയും വീഡിയോ ഇൽച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാം പെണ്ണെല്ലാം ഫിക്സ് അതൊരു വീഡിയോ ദുനിയാവ് എല്ലാ ദുനിയാവിടെ ഈ പെണ്ണിടം കണ്ട് താണ്ടും കണ്ടത്. എന്നിട്ട് മങ്ങിലത്തെ ഏറ്റവും സ്റ്റാറ്റസ് എല്ലാ ദുനിയാവിടെ മാറത്ത് കണ്ടാറ്. അതാ ഇതൊന്നും സുന്ദരമായ കാര്യങ്ങളല്ല. ഇതെല്ലാം നമുക്ക് ശിക്ഷ കിട്ടാൻ നശിപ്പിക്കാൻ കാര്യങ്ങളാണ്. പെണ്ണിടെ മഞ്ഞിലായ പിന്നെ കാണോ പോയപ്പോ അവിടെ സുന്നത്തുണ്ട്. ആ പെണ്ണിടെ തല കൈവച്ചിട്ട് അള്ളാഹു നമുക്കും നിൽക്കും പരസ്പരം ബർക്കത്താക്കട്ടും ചൊന്നിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കൂടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരക്കിട് തെല്ല് പാൽ കുടിക്കരുത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പാൽ കൊടുക്കും. തീർത്തത് അത് രായത്തല കാണണമെന്നില്ല, അത് വീഡിയാക്കിയിട്ടൊന്നുമില്ല. ഇത് സുന്നത്താണ്. ഗൗപ്യമായിട്ട് ആ സുന്നത്തുകളാക്കട്ടെ. നിഷിദ്ധമായ കാര്യങ്ങൾ വെച്ചിരുക. പിന്നെ കാര്യമായിട്ട് സഹോദരന്മാരെ മഞ്ഞിൽ തന്റെ സാക്ഷി അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ തോന്നുന്നില്ലേ സൗജത്ത് അതുപോലെ വലിയ ഷാഹിദായി 2 സാക്ഷികൾ വേണം. ആ സാക്ഷിങ്ങൾ ഒട്രാസിയാവുക കൂടെ നിക്കാടെ പദം ചൊന്നു കൊടുക്കൂടല്ലേ. അത് സാക്ഷികൾ കേൾക്കണം. ഇവിടെ 2 വാക്ക് പൈസ കൊടുത്തിട്ട് ആളുകൾ നിങ്ങൾ പോണ്ടല്ലേ. എന്നിട്ട് അവിടെ മൈക്ക പൊട്ട് മൈക്കയിട്ട് ആ മൈക്കത്താറ് നോക്കുകയുണ്ട്. മൈക്കത്താളുകല്ലേ സമാവണായത് ബാക്കിയെല്ലാം സമാ ഇവിടെ ഇതുക്കെല്ലാം സെറ്റായിട്ട് ഒരു നിക്കാഹ് ചൊല്ലെങ്കത്തെ സീക കേക്കണ്ടേ സാക്ഷി കേട്ടെങ്കിൽ മാത്രമല്ല നിക്കാഹ് സമാവിടെ ഇല്ലെങ്കിൽ ഹറാമല്ലേ. മൈക്ക നോക്കുമ്പോ എത്ര കൊടുത്തതാണ് ഹാളിൽ 1.5 lakh കൊടുത്തത്. മൈക്ക പൊട്ടു ആരും കേൾക്കില്ല. അവിടെ ഉള്ളവനും കേൾക്കില്ല. ഇതെല്ലാം നാശമാക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ കേൾക്കേണ്ട സാക്ഷികൾ ഒരു പക്കം മഞ്ഞിട്ട് പോയപ്പോ ഞാൻ സെക്രട്ടറി നാം പോയ ഒന്നില്ലാണ്ടായിട്ട് ഞാൻ അതേ ചൊന്നല്ല 600 വിഷയം എല്ലാം ഇത് ഞങ്ങൾ ജാഗ്രത മാത്രമാണ് പോയപ്പോ. പിന്നെ അതിന്റെ പേരിൽ സാക്ഷി നല്ലതേ പേരാണ്. അപ്പൊ സാക്ഷിയുണ്ട് കേൾക്കുമ്പോ സാക്ഷിയില്ല വന്നോളൂ. എല്ലാരും എത്തിരി പുതിയ പിള്ളെത്തിരി കാക്കെത്തിരി ഉസ്താവ് എല്ലാരും എത്തിരാറ് സാക്ഷിയിലെ കാക്കറ ഇതൊരു വല്ലാത്ത വിഷയം. ലാസ്റ്റ് ഞാൻ ചൊന്നെ ഞങ്ങൾ നിൽക്കുക ആക്കുവാ സാക്ഷി വന്നോണ്ടിരിക്കട്ടെ ഫോണാക്കോ. അങ്ങനെ ഫോണാക്കി നമ്മൾ ലാസ്റ്റ് കാത്തിട്ട് അയച്ചോളൂ. ഞാൻ വന്നോണ്ടുള്ള എൻ്റെ പേരിടും എന്തിനൊക്കെ പേരിടും നോട്ടീസിൽ പേരിടും ഞാൻ പണ്ടേ നിങ്ങൾ ആക്കുന്നുണ്ട്. അപ്പൊ ഈ സാക്ഷി ചൊന്നെങ്കിൽ സാക്ഷി പേര് അതുകൊണ്ടല്ലേ ഈ പിന്നെ ടിവിയിലാക്കണ മങ്ങിലെ സമാധാനം ചൊല്ലേ ഓടുണ്ട് സാക്ഷി ആയിരിക്കും. എവിടെമോ മാപ്പിളെവിടെമോ പെണ്ണെവിടെമോ ഓൺലൈൻ നിൽക്കാതെ സാക്ഷി എത്ര വലിയ കാര്യമായ വിഷയമാണ്. പിന്നെ ഒരു വലിയ വിഷയം മഞ്ഞിലാക്കി കൊടുക്കുക. അപ്പുണ്ടല്ലേ ഫാസിക്കാവുകയാണ് തമ്മാടിയാവുക അധികാരമില്ല. ഫാസിക്കായ വലിയ അധികാരം ഇല്ല. വല്ലാത്തൊരു വിഷയത്തില് ഇപ്പം പെണ്ണിടാ ഉദാഹരണം ഞാൻ ചൊല്ലു.
പക്ഷെ അതിക്ക് തെരുവെല്ലാം ഉണ്ടാവാം, വേറെ തെരുവും തമ്പാടി ചെന്നൊരു കള്ളു കുടിக்கிறവനും പേരിക്കാം. ഒരേ പലക്കത്തിൽ സ്ട്രൈറ്റ് ഉണ്ടെങ്കിൽ സ്വന്തം മോളിലെ മഞ്ഞിലാക്കി കൊടുക്കുക അധികാരമില്ല. വേണം നിസ്കരിക്കാത്തവനും പേരിക്കാം, നിസ്കരിക്കില്ലവനും നല്ല മോളുടെ മഞ്ഞിലാക്കി കൊടുക്കുമ്പോൾ കൈ നീട്ട അധികാരമില്ല. അവൻ വന്നേ സ്ട്രൈറ്റ് ശരീരത്തിലുള്ളൂ, നീ വേണ്ട തെരുവുണ്ടാവായിരിക്കും. അവൻ്റെ ഒപ്പാട്ടോള്ള തെരുവുണ്ടു, പക്ഷേ സ്ട്രൈറ്റ് ഞാൻ ചൊല്ലു വെയിലാൻഡ് ഇസ്ലാം ചൊല്ലല്ലേ തമ്മാടിയായ ആളാ നീ നിന്റെ മോളുടെ മഞ്ഞിലാക്കി കൊടുക്കൂടെ കേൾക്കൂ. സാക്ഷികളുണ്ടെങ്കിൽ എന്താ 13 ഷർട്ടുണ്ട്, 13 നിബന്ധന സാക്ഷി എങ്ങനത്തെ ആളായിട്ട് വേണം. ഒന്ന് മുസ്ലിമാവും, പിന്നെ മുക്കല്ലഫായ പ്രായപൂർത്തിയായിക്കത്തെ കീർത്തനമുള്ളെങ്കിൽ ആളാവും, സ്വതന്ത്രനായ ആളാവും, ആണാവണം ചൊല്ലും, നീതിമാനായ ആളാവും, അതുപോലെ നല്ലൊരു നേർമാർഗമുള്ളെങ്കിൽ വിഷയങ്ങൾ അന്തജാവുടെങ്കിൽ ആളാവും, മുറുവത്തുള്ളെങ്കിൽ ആളാവും. കിട്ടിയോണ്ട് പിടിച്ചോണ്ട് വെച്ചോണ്ടല്ല സാക്ഷി മുറുവത്തിന് വന്നില്ല മാന്യത്തെ ഒന്ന് ഒട്രാസി മുണ്ടില്ലേ ഒട്രാസി കിണ്ടോണ്ടിക്കടേ ഒട്രാസി പലക്ക പറഞ്ഞോണ്ടിക്കടേ എന്തിരണ്ടില്ല ഒരു ലെവലിൽ അവന് സാക്ഷി രണ്ട് മോളിലെ വാങ്ങിയത് അവന് സാക്ഷി ആവില്ലേ. മുറുവത്ത് വേണോನು കേൾക്കണു കാണണു മുണ്ടോgu തിരിയണു ഒരു ഉണർവ് വേണം. എന്തിനു ചൊല്ലേനു കൊന്തവണു വലിയുടെ ഭാഷ കൊന്തവണു വലി ചൊന്നു കൊടുക്കുന്ന ആള് ചൈനത്തെ ഭാഷയിൽ ചൊന്നോളൂ അവന് എന്തോ അർത്ഥമായിട്ടേ. അതുപോലെ സൗജിയുടെ ഭാഷ കൊന്തവണു പ്രിയപ്പെട്ട സഹോദരന്മാരെ. അങ്ങനെ അതുപോലെ ഓണു വലിയ അഥവാ സാക്ഷി അറിയില്ല അവൾ അബ്ബമേ എന്തിനാ അവിടെ കൈനീട്ടവണോനെ സാക്ഷിയോണെ അതാവുള്ളേ. സഹോദരന്മാരെ അവസാനിപ്പിക്കുന്നു 10 മിനിറ്റ്. പിന്നെ എല്ലാവരും ചോറവസ്ഥ നിസ്കരിച്ചിട്ട് എല്ലാവരും ചോറിനോട്ട് പോയിട്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അതിനൊട്ടിയെ നാളെ 27 താരീഖ് ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച 2 ബാലകണ്ണൂർ ബദ്രിയ ഹാളിൽ വെച്ചിട്ട് കാവ്യാർ കണ്ട പ്രോഗ്രാം നാളെ ചിക്കമംഗളൂർ ജില്ല സംയുക്ത ജമാഅത്ത് ആവും. അവിടെ എല്ലാ വിഷയം ഇപ്പോൾ ചൊല്ലുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടുപോകും ചൊല്ലുപോകും, ജമാഅത്ത് വിഷയങ്ങൾ ചൊല്ലുകൊണ്ടുണ്ടായെങ്കിൽ കാവ്യ അംഗീകരിച്ച 23 മഹലുണ്ട്. ആ 24 2 മഹലിനെ അംഗീകരിക്കുക. 23 മഹലുടെ പള്ളിയിലുള്ള എല്ലാ ഉസ്താദുമാരും ആ 23 മഹലുടെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കം അവിടെയുള്ള എല്ലാ പദാധികാരികൾ നിർബന്ധമായിട്ട് പോകണം. കാവ്യാർ വിളിച്ചൊക്കെ വിളിയാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ട് പോകണം. കുറേ നാളത്തെ വേഗം 10 ഗಂಟೆಗೆ തുടങ്ങിയിട്ട് 2 ഗಂಟೆകളിലെല്ലാം തീർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ കാര്യങ്ങൾ ജമാഅത്തിൽ എന്ത് ചൊല്ലുകൊണ്ടെങ്കിൽ ഒന്ന് ടൈമിൻ്റെ കൂടെ ചൊല്ല, അല്ലെങ്കിൽ കാവ്യാരെ കണ്ടത് ചൊല്ല. നല്ലൊരു അവസരമാണ്. പിന്നെ അപ്പപ്പ കാവ്യാരെ ആവില്ല. അതുകൊണ്ട് എല്ലാവരും ആ വിഷയം ശ്രദ്ധിക്കണം ചെന്നിട്ട് ഓർമ്മപ്പെടുത്തരെ. അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാവട്ടെ. അതിലൊട്ടിಗೆ ഈ മഹലിൻ്റെ ആൾക്കാർ ഇൻഷാ അല്ലാഹ് കാവ്യാരെ മൊത്ത പോകുമ്പോൾ നല്ലൊരു ഗൗരവധന ഞാൻ ചൊല്ല കാവ്യാറ് കൊടുക്കും. കമ്മിറ്റഡ് കണക്കിൽ ഞങ്ങളുടെ കൂട്ടർ തീരുമാനമായിട്ടുള്ള നല്ലൊരു സംഖ്യ കാവ്യാറ് കമ്മിറ്റഡ് കണക്കിൽ നല്ലൊരു സംഖ്യ ഇൻഷാ അല്ലാഹ് കൊടുക്കണം ചെന്നിട്ടു ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ അവസാനിപ്പിക്കുക. അപ്പം ഞാൻ ചൊന്ന സാക്ഷിന ഒട്രാസി ആവുക തീറ അതെല്ലാം എന്തുണ്ടല്ലോ SIR മാപ്പിംഗ് അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആക്കണം. അത് ഒരാളും വിട്ടുപോകണമെന്ന് തീരാ അത് ഞങ്ങളുടെ അസ്തിത്വത്തെ സമസ്യയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും വലിയ കാവലും വിജയവും തന്നുകൊണ്ടിരിക്കുമാറാവട്ടെ. സഹോദരന്മാരെ പിന്നെ ഓർക്കത്തിൽ ചോദിക്കുക ഇവിടെ കുറച്ച് ബുക്സ് കാണും. ഇതിൽ ഞങ്ങൾ ഹജ്ജ് അനുഭവം ഞാൻ ഹജ്ജിൽ പോയപ്പോൾ ഹജ്ജിന് മസാലല്ല ഹജ്ജിൻ്റെ അനുഭവങ്ങൾ കുറച്ചുള്ളൂ 15 ബുക്കും ബാക്കിയില്ല. അത് നിങ്ങൾ ഹജ്ജിൽ പോയ പോലെ അവിടെ അത് തോന്നിയാറുണ്ടെങ്കിൽ അതും അതല്ലാത്ത കുറച്ച് വിഷയങ്ങളുണ്ട്. 31 താരീഖ് ഞങ്ങളുടെ ദർശന മുത്താലിമികളെ വിശാലമായ വിജൃംഭണയ ഫെസ്റ്റ് നടക്കുക. അതുക്കും നിങ്ങളെല്ലാവരും പറഞ്ഞു 6 താരീഖിൽ ദർശ വാർഷികമുണ്ട്. അള്ളാഹു എല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ. സഹോദരന്മാരെ സാക്ഷി നല്ല ആളെ സാക്ഷിയാക്കുന്നു. അതാണ് ഞാൻ ചൊല്ലുന്നത്. സാക്ഷി ചൊല്ലി നിങ്ങൾ ബുക്കിൽ പേരിട്ടതല്ല മൈൻ പേരിപ്പോൾ അത് പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിൽ അയാളെ വിളിക്കുമായിട്ട് പേരിട്ടത് മൈൻ എന്തിനും ചൊന്നെങ്കിൽ നിക്കാഹ് നടക്കടവിടെ സാക്ഷി വേണം. നിക്കാഹ് ഈ ചോറ് ഏൽപ്പിച്ച ആള് ചോറ് നോക്കുക ഏൽപ്പിച്ച ആളിക്கிறார் എല്ലാം ഡിവൈഡ് ആക്കി കൊടുത്തിരിக்கிறாரு. അയാളെ സാക്ഷിക്കും കൂടി ഏൽപ്പിക്കും. അങ്ങനെ ആക്കോത്തീര വേറെ ഒരാൾ സാക്ഷി ഏൽപ്പിക്കുക വേറെ ഒരാളോ കാക്കമ്മ ആറാ ഇനി 6 വയസ്സിന് നല്ല ആൾമാർ ചെറുപ്പിക്കുവാറാണ്. നല്ല ആൾമാരിക്കാറ് എല്ലാവരും നല്ല അങ്ങ് ഒന്നുകൂടി തെല്ല് പെട്ടതായിരിക്കാറ്. അങ്ങനെല്ലാം നല്ല മുട്ട ചെപ്പാട്ട കൊമ്പന്നിട്ട് എന്ത് കേൾക്കണം. നമുക്ക് ഇത് എന്തിനു ചൊല്ലേ ഒത്രാശ അപ്പം ഫോണിൽ കൊണ്ടുവേണ്ടിയാവല്ലേ സാക്ഷി സൈനിടുമ്പോൾ മാത്രമല്ല സാക്ഷി വന്നല്ലേ അയാൾ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ വലിയ സാക്ഷ്യം ചൊന്നെത്തിയ എൻ്റെ തലയിൽ കത്തു അള്ളാഹു ആകട്ടെ സഹോദരൻ. അപ്പൊ ഞാൻ ഇതാ ചൊന്നേ ഗൗരവമായി കണക്കാക്കുന്ന എനിക്ക് എത്രയുള്ള വിഷയമുണ്ടോ ആ വിഷയത്തിലുള്ള സൈഡ് വെച്ചിട്ട് അകത്തിയില്ലാത്ത കുറെ വിഷയത്തെല്ലാം വെച്ചോണ്ടതാണ് അതില്ല. അതുപോലെ പിന്നെ കാര്യമായിട്ട്
വലിയ ആറിന് ചൊന്നു കൊടുക്കണം. ആരാണ് നിക്കാഹ് ആക്കടേ? നിക്കാഹ് ഇപ്പൊ ഉസ്താദ് നിക്കാഹ് ആക്കടേ എന്ന് ചൊന്നെങ്കിൽ അയാൾ ചൊന്നു കൊടുക്കണേ. അപ്പൊ എല്ലാം അങ്ങനെ പരസ്പരം ചൊല്ലുക ആവില്ലേ. അപ്പൊ ഇയാൾ ചൊന്നു കൊടുക്കണു. ചൊന്നു കൊടുക്കുമ്പോ 6 നിക്കാഹ് ആക്കി തറവ് പണ്ട ആളുണ്ടല്ലേ, അല്ല പള്ളിയിൽ ഉസ്താദ് ഫസ്റ്റ് പോയിട്ട് ചെല്ലാം. ഇത് ചിലപ്പോ ചില മഹലെല്ലാം ചൊല്ലേ ഇല്ല. എന്തിന് നിക്കാഹ് എല്ലാവരും വിളിച്ചിട്ട് കമ്മത്താക്കി നിൽക്കുക. ഉസ്താദിന്റെ ടൈം ആകുമ്പോൾ വിളിച്ചോണ്ട് ഈ മങ്ങിലാവ് കൂടെ തെച്ചവണോ ആക്കി കൊടുക്കുമോ തെച്ചവണ അബ്ബമാ മൂത്തോണ അല്ല വക്കീല അപ്പൊ ഇല്ലേ, അപ്പൊ വേറെ ഒരാൾ ഏൽപ്പിച്ചിരമാ അല്ല വേറെ എന്തോ ഒന്നും ഇയാൾ കുത്തിക്കില്ലേ. അങ്ങനെ അല്ലല്ലേ ഫസ്റ്റ് ആക്കണ എങ്കിൽ ഈ കാര്യമായി ഞങ്ങളെ നിക്കാഹ് സ്വഹി അവിടെ സ്വഹി ആക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കണു. പോയിട്ട് ചെല്ലാം ഞാനേ അബ്ബ നിക്കാഹ് ആക്കി കൊടുക്കണമെന്ന് ഞാൻ എപ്പോ ഉറപ്പായിട്ട് പിന്നെ കേൾക്കണോണ്ടില്ലേ ഇല്ലെങ്കിൽ അന്വേഷിക്കണോ അവിടെ ചിലപ്പോ. കാരണം ഈ ദത്തുപുത്രിയിലേക്ക് ദത്തുപുത്രിന്റെ ഓണെ അബ്ബായിട്ട് ബൽത്തിരയാളെ. അപ്പൊ ഇയാള് വിചാരിച്ചിരിക്കുന്നത് നാണേ മങ്ങിലാക്കി കൊടുക്കണം അബ്ബ എന്നാണ്. അല്ല, ഇയാളുടെ അധികാരമില്ല, കാളിയാറുകളുടെ അധികാരം. അങ്ങനെ ചിലപ്പോൾ നിക്കാഹ് നടത്തരുത്. മുണ്ടില്ല ചൊല്ലില്ല ഓണെ നിക്കാക്കി കൊടുക്കണേ. ചിലപ്പോ പ്രതിഷ്ഠയ്ക്ക് എന്തോ കൊറടിയാവും ചൊല്ല ബേജാറിലേക്ക് നിക്കാഹ് സമല്ലല്ലേ. വ്യഭിചാരത്തിന് ഞാൻ അനുമതിയാക്കി കൊടുത്ത പോലെ ആയില്ലേ. നിക്കാഹ് ആക്കി കൊടുക്കുന്നത് 6 അത് കറക്റ്റ് ഉറപ്പാവണോ. അപ്പ ഇല്ലാണ്ടായെങ്കിൽ കാളിയാരൊട്ടിയെ ചെന്നാറാ സമ്മതം കേട്ട പെണ്ണിലൊട്ടിയെ പെണ്ണ് മുന്നൂൽ മങ്ങിലായെത്ത പെണ്ണ് സയ്യിബായ പെണ്ണിന്റെ പേർക്ക് ഉദാഹരണം എങ്കിൽ ആ പെണ്ണിലൊട്ടി അപ്പ സമ്മതം കേൾക്കണു. വ്യക്തമായിട്ട് ആ പെണ്ണ് സമ്മതം കൊടുക്കണം, എന്റെ മങ്ങിലാക്കി കൊടുക്കണം തോന്നിട്ടു. ഇങ്ങനെ എന്തെല്ലാം മസാലകളുണ്ടു. അപ്പൊ ഞാൻ ചൊല്ലേ അത് ഫസ്റ്റ് പോയിട്ട് ചെല്ലാം. ഞങ്ങൾക്കൊക്കെ മങ്ങിലത്ത് പോയപ്പോ അവിടെ കാളിയാറുള്ള മാലല്ല എങ്കിൽ കാളിയാർ നിക്കാക്കുമല്ലേ. ഇല്ലാത്ത മാല് പെണ്ണ് അപ്പ ഇല്ല, 6 ഇല്ല. അപ്പൊ ഇത് ಗೊಂತവിടെ എപ്പോ ಗೊಂತುಂಡ പള്ളി എല്ലാരും എത്തിയാൽ പിന്നെ എല്ലാരും ಗೊಂತ ദേശീയല്ലേ ചൊല്ലില്ല. എല്ലാ വിഷയം വേറെ എന്ത് വേണമെങ്കിൽ ഇങ്ങനത്തെ വിഷയം ചൊല്ലേയില്ല. എന്നിട്ട് ലാസ്റ്റ് തഹക്കീമാക്കോട്ടെ പള്ളിയുടെ അവിടെ ഉസ്താദിനൊട്ടിയെ ഈ പെണ്ണും ആണും പോയിട്ട് അവിടെ സുറു ഏൽപ്പിക്കേ മങ്ങിലാക്കി കൊടുക്കും. ഇയാൾ ഒരു കാതി പോലെ ഒരു ജഡ്ജി പോലെ അപ്പ ഏൽപ്പിക്കരുത്. അതിപ്പോ ഇങ്ങനെ 2 ആൾ പോലെ എല്ലാവരും കൊന്തയ്ത്തോടെ അതല്ല വേണം. അപ്പൊ കാര്യമായ വിഷയങ്ങളാണ് നടക്കുന്നത്, അനഗത്യമായ അനാവശ്യമായ വിഷയങ്ങളല്ല. അതുപോലെ പലരും സഹോദരന്മാരെ മഹർ കൊടുക്കുമ്പോ അങ്ങനെ മഹർ 5 ലാഖ് ആവുന്നല്ലോ ഉസ്താദ് മഹർക്കും ചൊന്നിട്ടു മങ്ങിലാവ് പേടിക്കുന്ന വളക്കാറുള്ള മങ്ങിലാവട്ട് തെച്ചങ്ങളുള്ളാറ് ഇതെല്ലാം നിപ്പാട്ടുന്നു. അങ്ങനെ ഉണ്ടാ ഇമാതിരി ബംഗാറ് പൈസ ഏറായപ്പ ബംഗാർ ഇല്ലെങ്കിൽ ജയിക്കുക സാധ്യല്ലേ? സാധ്യമാണ് വിളിച്ചത്. തണ്ണില്ലെങ്കിൽ ജയിക്കുക സാധ്യമില്ല. അതുകൊണ്ട് തണ്ണി 5 പൈസ പഠിച്ചോണ്ട് വെച്ചില്ല. തണ്ണിയെല്ലാം ഫ്രീ. ബംഗാറ് പൈസ കൊണ്ട് 1 ലാഖ് 1.5 ലാഖ് എല്ലാം കൊടുക്കണാവും. 1.5 ലാഖ് കൊടുത്തില്ലെങ്കിൽ ജയിക്കുകയാവില്ലേ? അതുകൊണ്ട് ബംഗാരില്ലെങ്കിൽ ജയിക്കുകയാവില്ലേ? തണ്ണില്ലെങ്കിൽ ജയിക്കുകയാവില്ലേ? അല്ലാഹു അർഹമർ അതുകൊണ്ട് 1.5 ലാഖ് ബംഗാറ് പൈസ ഏറായപ്പോഴും നീನು 10 പൗനെ വെക്കണം തോന്നിട്ട് ഓണ്ടൊട്ടി എന്തിന് നമ്മൾ നിർബന്ധം പിടിക്കണു? ഓൺ ಅದಕ್ಕೆ ಮೇನಾയിട്ട് എത്ര വർഷം നയിക്കണു? ഇനി കടാക്കിയാണ്ടെങ്കിൽ അതിന് സന്തോഷം പോകണം. എത്ര വർഷം നയിക്കണു? നിമ്മതി ഉണ്ടാ. മഹറിന്റെ സുന്നത്ത് വെള്ളിയാണ്. ഞങ്ങൾ റായത്തറു റോഡി ಬಂತು ಬಂಗಾರ ഓക്കെ ಬಂಗಾರ ഉള്ളവൻ കൊടുത്തേന്. പക്ഷെ സുന്നത്ത് എന്തിനും ചൊന്നെങ്കിൽ വെള്ളിയാണ്. ഞാൻ മുട്ടത്ത് ജമാത്തിൽ ഒരാൾ വന്നിട്ട് ഒരു 1/2 ഗಂಟೆ തെച്ചിട്ട് നിക്കാടെ ಬಗ್ಗೆ പഠിച്ചു പോയിട്ട് ഞാൻ ഇങ്ങനെ ആക്കണോ സാധനം അയാൾ അങ്ങനെ ആക്കോ. വെള്ളിയാണ് സുന്നത്ത്. അത് എത്ര 10 ദിർഹമുടെ അട്ടി കൊറടിയാവും തീരാണ്. 10 ദിർഹം ചൊന്ന ഏകദേശം 30 ഗ്രാമിലേക്ക് ಅದರട്ടി കൊറടിയാവുണ്ട. 500 ദിർഹമുടെ അട്ടി എന്താവണ്ട ಯಾರಾവണ്ട ഓവർ ഭയങ്കര മഹർ കൊടുക്കുന്നില്ല. അപ്പൊ സരള ഫസ്റ്റിಗೆ ನಾನು ചൊന്നത് അടികരയിലൂടെ ഇസ്ലാം എത്ര സരള സുലഭമായി. അപ്പൊ വലിയ ഭാരം ചൊന്നിട്ട് നിൽക്കുന്നില്ല, സുലഭാണ് നിക്കാറ്. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ മഹർ യാരെ കൊടുത്തെങ്കിലുള്ള സമസ്യ എന്തിനും ചൊന്നെങ്കിൽ ഒരാൾ 10 ലാഖിന്റെ ബംഗാർ 5-6 വർഷത്തിന് മുന്നിൽ കൊടുത്തിട്ടു പിന്നെ നിക്കാഹ് തപ്പിത്ത് തൊലാക്കായാൽ പിന്നെ ബേജാറ് എല്ലാം ಬರ್ತಿಪರ. ನಾನು 10 ലാഖിന്റെ ബംഗാർ കൊടുത്തിರು ഉസ്താദ് മഹർ കിട്ട നീനും അവളും ബന്ധപ്പെട്ടിട്ട് ഒരു കിടാവായിട്ട് സനായിട്ട് മഹരെല്ലാം ಅವಳಿಗೆ ഇപ്പൊ ബേജാറ്. ನಾನು ಈ ಪ್ರತಿಷ್ಠೆಗೆ ಗೌಜಿಗೆ 10 ലാഖിന്റെ ബംഗാർ 25 ലാഖിന്റെ മഹർ വെച്ചിരാറ്. അപ്പൊ എന്താ അവള് ചൊന്ന ഈ എല്ലാം ഹറാമാക്കിയോണ്ട് എവിടെങ്ങും പഠിച്ചോണ്ട് പിടിക്കും അള്ളാഹു കാക്കട്ട്. ഞാൻ ചൊന്നല്ലേ ഓണ്ട് പ്രതിഷ്ഠ കാക്കോവനായിട്ട് 50 ലാഖിന്റെ ബംഗാർ കൊടുത്ത കൊറേ നാളാവ് വൈത്ത് ഒട്ടിത്ത് ബന്ധപ്പെട്ടൽ പിന്നെ തലാക്ക് ബുട്ടുത്തുണ്ടായെങ്കിൽ മഹർ കിട്ട ഓണു മഹരെല്ലാം ഉണക്കി പോയിത്തല്ലേ പിന്നെ ബേജാറായിട്ട് ഉൾപുട്ടിട്ട് കാര്യമുണ്ടാ. അപ്പൊ ഇസ്ലാം ചൊന്ന എല്ലാം ഞങ്ങൾക്ക് ഏറ്റവും നല്ല ചന്തത്തെ ഇസ്ലാം പരിപാടി തന്ന ആ വിഷയം ഞങ്ങളുടെ നിപ്പാട്ടിയോണ്ടുള്ള സഹോദരന്മാരെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേൾക്കുമെന്നെങ്കിൽ പിന്നെ സൗകര്യം പോലെ നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ അവസാനിപ്പിക്കണേ. പിന്നൊന്ന് നമുക്ക് കാര്യമായിട്ട് എല്ലാ ആളുടെ ടീച്ചറുള്ള നിക്കാഹ് ടൈമു കാക്കണുണ്ടാണ്. അതാണ് ഏറ്റവും വലിയ ബർക്കത്ത്. ടൈമു കീപ്പാക്കണോ നിക്കാഹുടെ 11 ಗಂಟೆಗೆ നിക്കാഹ് ചൊന്നു 12 ಗಂಟೆಗೆ നിക്കാഹ് ಹೋಗ್ತೀರಾ മങ്ങിലത്ത് വന്ന ശാപപ്പെടാറ് അതും ഞങ്ങളെ മങ്ങിലത്ത് ബാധിക്കരുത്. ഇത് അധിക പക്കം ഞങ്ങൾ കാണേണ്ട ടൈം വിലമേയില്ല.
ഒതുകൂടെ ചിലപ്പ വേറെ മതപഠനം നിൽക്കാറില്ല അങ്ങ് ടൈം ചിലപ്പോൾ അപ്പറേപ്പറല്ലേക്ക് വരും അങ്ങ് ഇത്ര ദൂരം അങ്ങനെ കണ്ടിട്ടായിരിക്കും അങ്ങ് ഇത് പഠിച്ച് ഞങ്ങൾ റായത്തപ്പറല്ല ഒരു മിനിറ്റ് അപ്പറേപ്പറയാൻ അവിടെ യുദ്ധ സുഖമാകും ടൈം കേട്ട് ഇവിടെ പോകുന്നതിനെ ചിലപ്പോൾ നിൽക്കാതെ ചെങ്ങോണാക്കട വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പിലാണ് നിൽക്കാറ് ആറ് പെണ്ണുടെ പാർട്ടി ഇക്കട് ആണിന്റെ പാർട്ടി ഇക്കട് ഞങ്ങൾ തെച്ചിട്ട് നോക്കട്ടെ പെണ്ണുടെ പാർട്ടി അവർക്ക് അപ്പുറം പോണ്ട് ആണിന്റെ പാർട്ടി ഇപ്പുറം പോണ്ട് തെളിവ് കഴിഞ്ഞിട്ട് ಈಗ ಅಪರ കൊണ്ട് ഇതേ അരഗಂಟೆ വെറുതെക്കും എല്ലാവരും ഉള്ള അതിൽ ഒരു മുൻനിൽ എടുത്തിട്ട് നടത്തുമ്പോഴത്തെ വരാണ്ടില്ല എന്തുകൊണ്ടത് സംഭവിക്കില്ല ടൈം വിലയില്ലേ എല്ലാവരും ഫ്രീ ഉള്ള മോടെ ഒരുത്തർ ഒരു ഗಂಟೆ 2 ಗಂಟೆ നഷ്ടമാകും ചൊന്നെങ്കിൽ നാളത് ഹോളിൽ പോയിട്ട് നോക്കില്ല അപ്പുറത്തെ ആൾമാർ ഇപ്പുറത്തെ ആൾമാർ തെച്ചില്ല ഒരു ಗಂಟೆ കാപ്പാട്ടിയോ ഇപ്പുറത്തെങ്ങും ശാപ വെക്കില്ല അപ്പുറത്തെങ്ങും ശാപ വെക്കില്ല എല്ലാവർക്കും ശാപ വേണം ഇങ്ങനത്തെ ഒരു മങ്ങില ആരാര ശാപ കിട്ടിയിട്ട് ടൈം അപ്പുറം തപ്പാട്ടിയിട്ട് എന്തികാക്കണോ ഒരേ മഹലിലാണ് ആണ് ഒരേ മഹലിലാണ് പെണ്ണ് പക്ഷെ നിക്കാഹ് ഫിക്സാക്കിയിട്ട് പോകുന്ന കണ്ടെങ്കിൽ അവൻ മക്കളെ പോകുന്ന കണ്ടെങ്കിൽ അതൊരു നിർബന്ധം ഉണ്ടാവും വിചാരിച്ചു ഇത് എത്ര ഞങ്ങൾ സുതാര്യ കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുപോലെ മങ്ങിലത്തോടെ പോയെങ്കിൽ അവിടെ മങ്ങിലത്തോടെ ഫുഡ് നിങ്ങൾ ഫസ്റ്റ് വെക്കണം അത് നിങ്ങൾ ബദലാവണാക്കണം ചേഞ്ച് ആക്കണം ഇവിടെ നിങ്ങൾ കുറേ ഹാളുകളിൽ പോണ്ട അവിടെ എങ്ങനെയാണെന്ന് ചൊന്നെങ്കിൽ ಈಗ ಅತಿಥಿಗಳ ದೆಪ್ಪಾಟಿನ ಕಾಪಾಟು ഒരു 1/2 ಗಂಟೆ അവിടെ അതിഥികൾ ദെപ്പിടും അങ്ങനെ ഒരു സത്യത്തിന് മര്യാദയിൽ അങ്ങനെ ഭയങ്കര ബഹുമാനിച്ചിട്ടല്ലേ ഞങ്ങൾ അതിഥികളെ വിളിച്ചില്ലേ ഞാൻ തിന്നുകില്ലാണ്ട് വന്നെങ്കിൽ താൽമാറ അതിഥികളെ ബഹുമാനിക്കലല്ലേ അവിടെ ഫസ്റ്റ് ചോറ് വിളമ്പിട്ടാണ് നിങ്ങളെ പിടിക്കണേ അതല്ലേ ഗൗരവം ഇത് നിങ്ങൾ അവിടെ ഉണ്ട് സാപ്പാട്ട് ഒണ്ട് പൈസ ഒണ്ട് ഫുഡ് നമുക്ക് വേണ്ടത്തപ്പോ ക്ലാസ്സിൽ കുടുങ്ങിയെന്നാണ് തെച്ചിട്ട് കുടുങ്ങി എണീച്ചു പോകുന്നുണ്ടാ ഉള്ള സാപ്പല്ല എന്തെങ്കിലും മങ്ങിലത്തെ പേരിൽ ഞാൻ വിളിച്ചിരുന്നു എന്നിട്ടോ ചില ആൾമാർ വിളിക്കാത്ത മങ്ങിലത്ത് കൊണ്ടുകൊള്ളാറ് വിളിക്കാത്ത മങ്ങിലത്ത് വിളിച്ചാറുണ്ടായെങ്കിൽ ഇപ്പൊ വേറെല്ലാം വലിയുമുണ്ട് ഇപ്പൊ ഖത്മുൽ ഖുർആൻ ഖത്മായിട്ട് പേരിക്കാം ഖുർആൻ ഖത്മാക്കി വലിമാക്ക് സുന്നത്തുണ്ട് ഖുർആൻ ഖത്മായിട്ടുണ്ടെങ്കിൽ സദ്യക്ക് സുന്നത്തുണ്ട് ദ്വാർക്ക് സുന്നത്തുണ്ട് അതൊക്കെ വിളിച്ചാറുണ്ടായ പോകും സുന്നത്ത് അതുപോലെ ഇതല്ല സുന്നത്താക്കള് അതല്ല അതൊരു സദ്യമുണ്ട് സുന്നത്ത് മങ്ങിലത്തതൊക്കെ വിളിച്ചെങ്കിൽ പോലെ നിർബന്ധമാണ് പക്ഷെ എപ്പോൾ നിർബന്ധം അവിടെ ചൊന്നെങ്കിൽ ഞാനിപ്പോൾ ചൊന്ന അനാചാരങ്ങളൊന്നും അവിടേക്കോ തീര ഒണ്ടുണ്ടായി ഞാൻ പോണിട്ടേയില്ല മങ്ങിലത്ത് പോണിട്ടേയില്ല ഇനി പൊയ്ത്തുണ്ടായാലും വിളിക്കാണ്ട് പോകുന്നത് തെറ്റാണത് പോണില്ലേ തീര ഈ റോഡ് സൈഡിലുള്ള ഹാളുള്ളവിടെ ചൊണ്ട വലിയ സമസ്യ എന്തിനാ ചൊന്നെങ്കിൽ ഒരു 500 ആൾക്ക് ചോറാക്കി നിർത്തത് മയ്യായില്ല എന്ത് 1000 ആൾ പൊക്കിയില്ല അവിടേക്ക് ആ റോഡ് സൈഡിലുള്ള അങ്ങോ ഇങ്ങോ എല്ലാ ടൗണിലുള്ള എല്ലാ പൊക്കിടലും പച്ചാറാമല്ലേ തിന്നു തീർവായത് എന്നിട്ട് അവിടെ വെജിക്കട് നോൺ വെജിക്കട് മാന്യന്മാർ വരെ കൊണ്ടാണ് വെജല്ല തിന്നിട്ട് ഇത് പഠിച്ചിട്ട് പേർക്ക് നോൺ വെജ് സുഹൃത്തെ കൊണ്ട് എത്ര വലിയ മുസീബത്ത് ഇതല്ല എത്ര വലിയ ചങ്കില വിഷയം പ്രിയപ്പെട്ട സോമ ഞങ്ങൾ അങ്ങനെ അല്ലാത്തുള്ള സമാജത്തിൽ അങ്ങനെ ഉണ്ടു അതിന് മെല്ലെ ഇല്ലാണ്ടാക്കുന്നു വെജിന് പോയാണ്ട് നോൺ വെജിന് കുറവ് വിടണ്ട ഓണല്ലേ ബയറല്ലേ കൊമ്പോയില്ല ബഹറ കടൽ കൊമ്പോയില്ല അപ്പൊ ഇങ്ങനെ ഞങ്ങൾ സുതാര്യമായിരിക്കത്ത പല വിഷയങ്ങൾ അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ സഹോദരന്മാരെ. അപ്പൊ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കുന്ന എനിക്കത്ത വിഷയം ഇവിടെ പെണ്ണിങ്ങുള്ള ആണിങ്ങുള്ള സഹോദരന്മാരെ ഞങ്ങളെല്ലാം മനസ്സാക്കിയെങ്കിൽ ഇതിലൂടെ വലിയ ബദലാവണകൾ ഉണ്ടാക്കുവാൻ സാധ്യമാണ്. ഇത് കാർ സപ്പോർട്ടാക്കാണ് ഇത് കൊണ്ട് തീരിട്ടും ആറ് മുമ്പുണ്ട് ഞങ്ങളെല്ലാം പഠിച്ചോ നിർവന്തകൾ പിടിക്കുന്നത് ഉറപ്പാണ്, സംശയമേ ഇല്ല. അതൊട്ടിയെ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ സദസ്സുള്ള ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പിന്നെ ഇങ്ങനെയുള്ള മുസീബത്ത് അതിന് നിക്കാഹിലുള്ള തൽക്കാലം തണ്ണിപ്പാട്ടി ഞാൻ അവസാനിപ്പിച്ച സഹോദരിമാര് ഇങ്ങനത്തെ പല മുസീബത്തുകളെല്ലാം വെച്ചിട്ടിട്ട് അവസാനം എന്താവുമെന്ന് തലാഖ് ആദര മഹർ വാപ്പസ് നീരുವುದರ ಬಗ್ಗೆ ತಿಳಿಸಿ തലാഖ് ആയത് ഞാൻ ചൊന്നല്ലേ. അതായത് മങ്ങിലായിട്ട് ഈ പെണ്ണിടെ കൊണ്ട് ബന്ധപ്പെട്ടാൻ വിചാരിക്കാം ബന്ധപ്പെട്ടാണ്ടായെങ്കിൽ ഈ മഹർ ഫുള്ളും പെണ്ണുകാവും, ഈ മഹർ ഫുള്ളും പെണ്ണുകാവും. അതേ സമയത്ത് ബന്ധപ്പെട്ടാക്കി ഒന്നും ഓള കാരണം കൊണ്ടാണ് ചില കായിക്കാം മങ്ങിലായിട്ട് ഓണോ സമ്പർക്കയിട്ട് പിന്നെയാണ് കൊലാക്കാവുടെ പേരിക്കാം എങ്കിൽ മഹർ പെണ്ണ് കഴിക്കുന്നത് പെണ്ണ് ആണുങ്ങളുടെ കൊടുക്കില്ല ഒരു കോല. രണ്ടാമത്തെ കോല എന്താ ചൊന്നെങ്കിൽ മങ്ങിലായിട്ട് ഓള കാരണം കൊണ്ടാണ് എന്തോ ആയിപ്പോ കാരണം കൊണ്ട് ഓള കാരണം കൊണ്ടാണ് ഈ മങ്ങില ഫസ്റ്റ് ആയോ ക്യാൻസൽ ആയോ എങ്കിൽ ബന്ധപ്പെട്ടായിട്ട് ഒന്നുണ്ടായാലും പാതി മഹർ തിരിച്ചു കിട്ടും, പാതി മഹർ അനുഭവം. പിന്നെ മഹർ ഫുള്ളും ഓണു കിട്ടണമെങ്കിൽ മഹർ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ ഈ രണ്ട് രൂപമാണ് ഇത് ശ്രദ്ധിക്കണമെങ്കിൽ വിഷയം. ഒന്ന് പിന്നെ മത്സ്യത്തിന് പേരിക്കാം മത്സ്യത്തിപ്പം ഓണു നിക്ക അവളോട് കൂടെ മരിച്ചാണ്ട് പേരിക്കാം ആ മഹറല്ല പെണ്ണിന് ആ മഹറല്ല പെണ്ണ് കഴിഞ്ഞു മഹർ പാതി അവളുടെ വിഷയമാണ് ഇപ്പൊ ഞാൻ ചൊന്നപ്പോ
മങ്ങിലായിട്ട് ബന്ധപ്പെട്ടായിട്ട് ഒന്നും ഓലെ കാരണം കൊണ്ടാണ് എന്തായത് ഫസ്റ്റ് ആയത് എങ്കിൽ മഹർ പാതിയോടും പിന്നൊന്നും മങ്ങിലായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ആയത് പിന്നെയാണ് തലാക്കാവുടെ എങ്കിൽ മഹർ ഫുൾ ഔളിയായിട്ട് പിന്നെ കൊടുക്കുന്നില്ല, ഓൾ അവർ കൊടുക്കില്ല എന്നതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ മഹർ പൊട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമായില്ല. ഈ മഹർ പെണ്ണുടെ കയ്യിലേക്ക് പെണ്ണിനെ എടുത്തിട്ടിരിക്കും, ചിലപ്പോൾ ആണെടുത്തിട്ട് ഇന്നെ കൊടുക്കുന്നത് ഇങ്ങനെ ആയ മസാല. അപ്പൊ അത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പം നാം അവസാനിപ്പിക്കുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഓരോ ജമാഅത്തിലും പലപ്പോഴും മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സമസ്യ, ബേജാറ്, ബുദ്ധിമുട്ടുണ്ടല്ലോ ചെന്നിട്ട് കിട്ടിയ ആൾമാർ മുട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. കിട്ടിയ ആൾമാർ മുട്ടലിൽ പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും സമസ്യ പരിഹാരത്തിൽ വേണമായിട്ട് അതെല്ലാം സർവ്വവ്യാപകമാണ്. ഓരോ മഹലിലെല്ലാം പോകുമ്പോൾ 5 പൈസ ഇൽമില്ലാത്തവണു, നിസ്കരിക്കാത്തവണു, എന്ത് സ്വറാവില്ല ചെല്ലുമ്പോൾ അവൻ ചികിത്സ ആക്കടെ, മരുന്നാക്കടെ, അവൻ്റെ തടിക്ക് ശൈത്താൻ വേണ്ടി, അവൻ്റെ തടിക്ക് ഏറുവാടരംഗം വേണ്ടി, അവൻ്റെ തടിക്ക് അജിമരംഗം വേണ്ടി, ഇങ്ങനെയുള്ള സർവ്വവ്യാപകമായിട്ട് മഹല് ആധ്യാത്മിക ശോഷണങ്ങളെ കള്ളന്മാരുള്ളതാണ്. അതും എൻ്റെ പ്രിയപ്പെട്ട മഹലിന്റെ സഹോദരിമാർ ജാഗ്രതയാക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള. ഈ അടുത്ത് പോയപ്പോൾ ഒരാൾ കേട്ടതെന്തിനും ചൊന്നെങ്കിൽ ഈ പെണ്ണുക്ക് ഓളെന്താക്കലും ചൊന്നെങ്കിൽ അവൻ എന്നെ മുന്നോട്ടുള്ള പെണ്ണിന് എന്നെ പോയി കൊടുത്തോള മുട്ടുതോല എന്നെ പോയില്ലോ മറന്നു പോയപ്പോ പെണ്ണുക്ക് മുട്ടുതോല എന്നെ പോയി. എന്നിട്ട് ഈ പെണ്ണിന്റെ മസാല നമുക്ക് പോകാൻ വേണ്ട മുട്ടാൻ ഓൾക്ക് 2 പൊല്ലി അതിക്ക് മസാല തിന്നു കൊടുക്കണം. ഞാൻ ഇന്നലെ പള്ളി ചൊന്നത് തെങ്ങ് പത്രം തൊട്ടിയും പ്രത്യേക ചൊല്ലോളാം കയ്യെല്ലാം പിടിച്ച് കപ്പാണ് അതിൽ ചൊല്ലണം തൊട്ടിയെ ഒന്ന് കൊത്തില്ലേ തെങ്ങ് പത്രം കൈപിടിക്കൊണ്ട് ചെന്നിട്ട് ഇങ്ങനത്തെ എത്രമോ കള്ളുമാർ അവിടെ തുറന്നിട്ടുള്ള വളരെ ശ്രദ്ധിക്കുക. തവക്കൂറോടെ ജീവിക്കുക. ഒരു 2 വട്ട തല കുത്തിപാടെ ഓടണ്ട അന്യയെല്ലാം പോയിട്ട് ഞങ്ങളെ ഈമാൻ നാശാക്കളിലേക്ക് താൽമാറുള്ളാറ് പൈസ തെറ്റിക്ക് എത്ര ആൾമാരിക്കാറ് അവിടെ നിങ്ങൾക്ക് നല്ല ഉറപ്പുള്ള സ്വാലിഹീങ്ങളായ ആൾമാരെ വിട്ടാണ് പോണായത്. അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ, സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തി തരുമാറാവട്ടെ. ഫെബ്രുവരി 17 താരീഖിൽ കൂടെ മഹിളാ ക്ലാസ് നടക്കുന്ന കേന്ദ്ര കണക്കിൽ അവർക്കെല്ലാവരും പറഞ്ഞു ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിങ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ പ്രോഗ്രാം ജയിപ്പിക്കുമാറാവട്ടെ. പ്രോഗ്രാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കൂടെ ഇത്ര നേരം നീതി കേട്ടെങ്കിൽ സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ, വലിയ ഇസ്സത്ത് അള്ളാഹു കൊടുക്കട്ടെ. തൊന്നതും കേട്ടതും അള്ളാഹു സാലിഹായ അമലായി കബൂലാക്കി തരുമാറാവട്ടെ. മരണം വരെ ഇസ്സത്തോടെ ഈമാനോടെ തഖ്വയോടെ ജീവിക്കൂ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചതനുസരിച്ച് അമലാക്കൂ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആര് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയോ നശിപ്പിക്കോ നോക്കിയോ ഞങ്ങളെ റബ്ബു ഞങ്ങളെ കൈവിടാണ്ട് ഏറ്റവും നല്ല ഹിഫ്ളും പാവവും സഹായവും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരുടെയും ദുആ വസിയത്ത്. അസ്സലാമു അലൈക്കും.